Yes. Hi everyone. Good evening. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് അല്ലേ? നല്ലൊരു എന്താണ് തുടങ്ങാം നമുക്ക് യൂട്യൂബ് ലൈവ്. എല്ലാവരും കയറിയോ? തകർക്കല്ലേ അപ്പോൾ? യെസ്. അപ്പോൾ 10ാം ക്ലാസ്സിലത്തെ ചേട്ടന്മാരുടെ നമ്മളെന്താണ് 10ാം ക്ലാസ്സിലെ ചേട്ടന്മാരുടെ ഫിസിക്സിൻ്റെ യൂട്യൂബ് ലൈവിൽ കണ്ടിരുന്നോ? എല്ലാവരും കണ്ടിരുന്നെങ്കിൽ ഒന്ന് ഒരു ഹാർട്ട് ഇട്ടെ. ഏകദേശം ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. എല്ലാവരും ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്തതും പറഞ്ഞതായിട്ടുള്ള ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, തുടങ്ങിയാലോ നമുക്കപ്പോൾ? റെഡി? യെസ്. ആണെങ്കിൽ ഒരു തമ്പിട്ടോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇട്ടെ. വേഗാവട്ടെ. യെസ്, ഫുൾ പവറിലിരിക്കണം. യെസ്, തുടങ്ങാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്. ഓക്കെ, ദ്രവബലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഇത് തന്നെ പോവാം. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുക 5, 6, 7 ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും. സോ ആ ചാപ്റ്ററുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ഫുൾ പവറിലിരിക്കുക. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, പറഞ്ഞു മറക്കണ്ട, ഇത് ന്യൂട്ടൺസിന്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, യെസ്, തുടങ്ങാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്? യെസ്. ഓക്കെ, യെസ്, അതൊരു ട്വിസ്റ്റ് ആണ്. കാരണം റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ഓക്കെ, സോ ഫസ്റ്റത്തത് ആപേക്ഷിക നോ യൂണിറ്റ്, അതാണ് ആദ്യത്തിന്റെ ആൻസർ. രണ്ടാമത്തത് ഹൈഡ്രോളിക് ബ്രേക്ക് പാസ്കൽസ് ലോ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോമീറ്റർ എന്താണ്? ഹൈഡ്രോളിക് ബ്രേക്ക് പാസ്കൽസ് ലോ ആണ്. അതായത് ഹൈഡ്രോളിക് ബ്രേക്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പാസ്കൽസ് ലോ ആണെങ്കിൽ ഹൈഡ്രോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഹൈഡ്രോമീറ്റർ ആയിക്കോട്ടെ ലാക്ടോമീറ്റർ ആയിക്കോട്ടെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. വന്നോട്ട് സാർ ആൻസർ. യെസ്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെ ലോ ഓഫ് ഫ്ലോട്ടേഷൻ ആണ് എന്ത്? അതിന്റെ ആൻസർ. ഓക്കെ സാർ, ക്വസ്റ്റ്യൻസ് അഗെയിൻ. മൂന്നാമത് ക്യാപ്പിലറി റൈസ് വാട്ടർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉറപ്പായും. നാളെ ആ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം വൺ വേർഡ് ആയിട്ട്. ഓക്കെ, യെസ്, ശ്രദ്ധിച്ചോളാം. ക്യാപ്പിലറി റൈസ് വാട്ടർ, അത് ക്യാപ്പിലറി റൈസ് കാണിക്കുന്നത് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷൻ കാണിക്കുന്ന ഫ്ലൂയിഡ് ഏതാണ്? ക്യാപ്പിലറി ഡിപ്രഷൻ കാണിക്കുന്ന ഫ്ലൂയിഡ് ഏതാണ് സാർ? ഏതാണ് ചാക്കോ സാർ? വന്നോട്ടെ. യെസ്, മെർക്കുറി ആണ് ക്യാപ്പിലറി ഡിപ്രഷൻ കാണിക്കുന്നത്. ലാസ്റ്റ് വൺ നോക്കാം. ഷിപ്പ് ഫ്ലോസ് ഓൺ വാട്ടർ. ഓക്കെ, അതായത് നമ്മളുടെ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന തത്വമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോളിക് ജാക്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? നമുക്കറിയാം, ഹൈഡ്രോളിക് ജാക്ക് ആയിക്കോട്ടെ, ഹൈഡ്രോളിക് പ്രസ് ആയിക്കോട്ടെ, ഹൈഡ്രോളിക് ബ്രേക്ക് ആയിക്കോട്ടെ, എക്സ്കവേറ്റർ ആയിക്കോട്ടെ, ഇതെല്ലാനും പാസ്കൽസ് ലോയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, പാസ്കൽസ് ലോയുടെ അപ്ലിക്കേഷൻ ആണ് ഇവയെല്ലാം. ശ്രദ്ധിച്ചിരുന്നേക്കണം, പാസ്കൽസ് ലോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതില്ലാത്ത നാളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണില്ല. ബിക്കോസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ, ഉറപ്പിച്ചോ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വന്നോട്ടെ. യെസ്, ദാ വരുന്നു. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഒറ്റപ്പെട്ടവയെ കണ്ടെത്തുക. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, എക്സ്കവേറ്റർ, ഹൈഡ്രോമീറ്റർ. ഈ എക്സ്കവേറ്റർ ഒക്കെ ശരിക്കും ഓർത്തിരുന്നോളാം. എക്സ്കവേറ്റർ എന്താണ്? മണ്ണ് മാന്തി എന്തല്ലേ നമ്മുടെ JCB പോലത്തെ, അതാണ് ഈ എക്സ്കവേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈഡ്രോളിക് ജാക്ക് ആയിക്കോട്ടെ, ഹൈഡ്രോളിക് പ്രസ് ആയിക്കോട്ടെ, എക്സ്കവേറ്റർ ആയിക്കോട്ടെ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോയിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, എന്നാൽ ഹൈഡ്രോമീറ്റർ, വാട്ട് അബൌട്ട് ഹൈഡ്രോമീറ്റർ? ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യുന്ന വർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. ഹൈഡ്രോമീറ്റർ ആയിക്കോട്ടെ, ലാക്ടോമീറ്റർ ആയിക്കോട്ടെ, ദ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. Okay, so the odd one out is hydrometer. Okay, sir, and answer വന്നില്ല. Yes, hydrometer. All others work in Pascal's law. Next, ലാക്ടോമീറ്റർ, എക്സ്കവേറ്റർ, ഹൈഡ്രോളിക് ജഗ്, ഹൈഡ്രോളിക് പ്രസ്. നോക്കിയേ, ലാക്ടോമീറ്റർ ആണോ എക്സ്കവേറ്റർ ആണോ ഹൈഡ്രോ? കണ്ട, ഈ രീതിയിലും ചോദ്യം വരാം. ഇതാണെങ്കിലും എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? ലാക്ടോമീറ്റർ ആയിരിക്കും ഇതിന്റെ ആൻസർ. കാരണം ബാക്കി മൂന്നും എന്താണ്? യെസ്, ദേ ചങ്ങായിമാരെല്ലാവരും വന്നിട്ടുണ്ട്. യെസ്, യൂട്യൂബില് ഐശ്വര്യ ലക്ഷ്മി കെ, ദിവ്യ രാജേന്ദ്രൻ,
യെസ്. അമൃത അനുജ യെസ്. ഗ്ലിസറിനോ കിച്ചു കിച്ചു ഒക്കെ ആണ്. കളരിക്കൽ കളരിയ കാളിക്ക കളരി സംഘം ഒക്കെ കയറിയിരിക്കുന്നത്. എൻ്റെ ദൈവമേ, യുദ്ധങ്ങളൊക്കെയാണ് വരാൻ പോണത്. ഓക്കെ, അടുത്തത് സാർ, അടുത്ത വന്നോട്ടെ. നെക്സ്റ്റ് ഇതിനു മുമ്പ് നോക്കി ഒരെണ്ണം കൂടിയുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹണി, ഗീ, ഗ്ലിസറിൻ ആൻഡ് കെറോസിൻ. ഏതാണ് ഹണി, ഗീ, ഗ്ലിസറിൻ ആൻഡ് കെറോസിൻ? ഇതിൽ ആൻസർ ഏതാ വരുന്നത്? കെറോസിൻ. കാരണം കെറോസിൻ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ലിക്വിഡ് ആണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ദ്രാവകമാണ്. ബാക്കി എല്ലാനും എന്താണ്? ബാക്കി എല്ലാനും വിസ്കസ് ഫ്ലൂയിഡ് ആണ്. അതേഴ്സ് ആർ വിസ്കസ് ഫ്ലൂയിഡ്. ഓക്കെ, വെരി ഗുഡ്. വന്നു, എല്ലാത്തിനും ആൻസർ ഉണ്ട്. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോവാം. നെക്സ്റ്റ്. യെസ്, ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ചോദ്യം ഇങ്ങനെയാണ്, ദ ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ഫസ്റ്റ് എൻഡ് ഓഫ് എ യു ഷേപ്പ്ഡ് ട്യൂബ്. അതായത് ഒരു യു ഷേപ്പ്ഡ് ട്യൂബ്. നിങ്ങൾ എത്ര പേര് ഓർത്തിരിക്കണമെന്ന് ഈ ഓർക്കുന്നില്ല ഞാനിത്. യെസ്, ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഒരു യു ഷേപ്പ്ഡ് ട്യൂബ്. ആ യു ഷേപ്പ്ഡ് ട്യൂബിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ഫസ്റ്റ് എൻഡ് ഓഫ് എ യു ഷേപ്പ്ഡ് ട്യൂബ്. അപ്പൊ ആദ്യത്തെ എൻഡിലത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് ഇത് A1 എന്ന് വിളിക്കാം. എത്രയാണ് ഇത് തന്നിരിക്കുന്നത്? 0.001 0.001. ഓക്കെ, മീറ്റർ സ്ക്വയർ. ഓക്കെ, ആയിക്കോട്ടെ. ദെൻ ആൻഡ് ദാറ്റ് ഓഫ് ദ സെക്കൻഡ് എൻഡ്, രണ്ടാമത്തെ എൻഡിലത്തെ ഏരിയ, അതിന് A2 എന്ന് എടുക്കാം. എത്രയാണ്? 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, അത് കാണില്ല. ഓക്കെ, ഞാൻ നീക്കി എഴുതാം. ഇവിടുത്തെ ഏരിയ ഇതിന് A2 എന്നെടുക്കാം, 1 മീറ്റർ സ്ക്വയർ. ഓക്കെ. ദെൻ ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് എൻഡ് ഓഫ് ദ ട്യൂബ്. ഫസ്റ്റ് എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതിനെ F1 എന്ന് വിളിച്ചു. ട്യൂബ്, ദ ഫോഴ്സ് ഓഫ് 12,000 ന്യൂട്ടൺ വാസ് എക്സ്പീരിയൻസ്ഡ് അറ്റ് ദ സെക്കൻഡ് എൻഡ്. രണ്ടാമത്തെ എൻഡിൽ എന്തോരം ഫോഴ്സ് ലഭിച്ചു? രണ്ടാമത്തെ എൻഡിലെ ഫോഴ്സ് F2 എന്നെടുക്കാം. എത്ര? 12,000. ഓക്കെ, 12,000 ന്യൂട്ടൺ ഫോഴ്സ് എവിടെ? രണ്ടാമത്തെ എൻഡിൽ അനുഭവപ്പെട്ടു. ആദ്യത്തെ എൻഡിൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ രണ്ടാമത്തെ എൻഡിൽ F2 എത്ര? 12,000. 12,000 ന്യൂട്ടൺ ഫോഴ്സ് രണ്ടാമത്തെ എൻഡിൽ അനുഭവപ്പെട്ടു. ദെൻ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ഫസ്റ്റ് ട്യൂബ്. ഫസ്റ്റത്തെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കറിയാലോ ചങ്ങായിമാരെ, ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാലോ. വന്നോട്ടെ സാർ, ആൻസർ വന്നോട്ടെ. ദേവൻ സാർ പവർ തന്നെയാടാ മോനെ. യെസ്, ഓക്കെ, ദാ വന്നു. ദേടാ, അതിന് ഇക്വേഷൻ നമുക്കറിയാലോ. F1/F2 = A1/A2. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ ക്രോസ് മൾട്ടിപ്ലൈ. F1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യുക? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതെ, നേരെ ക്രോസ് മൾട്ടിപ്ലൈ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു യുദ്ധം നടക്കുകയാണ് മക്കളെ. ഓക്കെ, യെസ്, ദാ F1/F2 = A1/A2. ഓക്കെ, ഇങ്ങനെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. F1 × A2 = F2 × A1. കണക്കിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? വാല്യൂസ് കൊടുക്കാൻ. ഓക്കെ, നമുക്കിവിടെ F1 ആണ് കണ്ടുപിടിക്കേണ്ടത്. F1 അങ്ങനെ തന്നെ ഇൻറ്റു A2. A2 എത്രയാണ്? A2 എത്രയാണ് ഇവിടെ? A21 = F2 എത്രയാണ്? 12,000 ഇൻറ്റു A1 എത്രയാണ്? 0.001. യെസ്, ഇതിൽ നിന്നും F1 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യെസ്, F1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 12,000 × 0.001 ഡിവൈഡഡ് ബൈ ഈ 1 താഴെ. ഡിവൈഡഡ് ബൈ 1 കൊണ്ട് ചെയ്താൽ വ്യത്യാസം മാറ്റമൊന്നും വരില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. സോ ആൻസർ ഈസ് 12 ന്യൂട്ടൺ. ഓക്കെ, ഹലോ ഹോയ് സാർ, ഇന്ന് IPL ആര് ജയിക്കും? കൊള്ളാം. ചെന്നൈയുടെ ഒരു അല്ലേ സന്തത സഹചാരിയായ എന്നോട് ചോദിക്കുന്നു IPL ആര് ജയിക്കുമെന്ന്. ഓക്കെ, ഞാനും തലയൊക്കെ ഫുൾ പവറില്ല. വേറെ കളി ഇതൊക്കെയാണോ വലിയ കാര്യമായിട്ട് വയ്ക്കുന്നത്? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ IPL-ലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം അതുമായിട്ട് പോകും. നമ്മൾക്കതല്ലല്ലോ നമുക്ക് ആവശ്യം. ഓക്കെ, എൻ്റെ വഴി തെറ്റിക്കാൻ വേണ്ടി കുറച്ചെണ്ണങ്ങൾ വന്നിട്ടുണ്ട്. ഡാ ഓക്കെ, യെസ്, ഓക്കെ, RCB ചിരിപ്പിക്കാണ്ട് പോടേ. ഓക്കെ സാർ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് സമയപരിമിതി കൊണ്ടാണ് കേട്ടോ. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹൈഡ്രോളിക്
യെസ്, ഹൈഡ്രോളിക് ജാക്സ് ആർ യൂസ്ഡ് ഇൻ ദ സർവീസ് സ്റ്റേഷൻ ടു ലിഫ്റ്റ് എ കാർ ഫോർ ക്ലീനിങ്. ഒരു അതാണ് സർവീസ് സ്റ്റേഷനുകളിൽ കാറുകൾ ഉയർത്താനായിട്ട് ഹൈഡ്രോളിക് ജാക്സ് ആണ് ഉപയോഗിക്കുന്നത്. നെയിം ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ ഹൈഡ്രോളിക് ജാക്ക്. ഞാൻ പലവട്ടം പറഞ്ഞാണ് ഹൈഡ്രോളിക് ജാക്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന്. എന്താണ്? പാസ്കൽസ് ലോ. സ്റ്റേറ്റ് ലോ, പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ നമുക്കറിയാലോ. യെസ്, റൈറ്റ് ഡൗൺ ദ ഡിവൈസസ് വർക്കിംഗ് ഓൺ ദ എബോവ് പ്രിൻസിപ്പിൾ. ഏതൊക്കെയാണ്? ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, എക്സ്കവേറ്റർ, ഇതെല്ലാം പാസ്കൽസ് ലോനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ്. ഓക്കെ സാർ, ആൻസർ വന്നോട്ടെ. യെസ്, പാസ്കൽസ് ലോ ആണ് ഉത്തരം. അപ്പൊ എന്താണ് പാസ്കൽസ് ലോ എന്ന് വരുന്നു? ഓക്കെ, ദേ വരുന്നു പാസ്കൽസ് ലോ. ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ ലിക്വിഡ് ഇൻ എ റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, ഒരു സമൃദ്ധ വ്യൂഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം അതിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടും. ഓക്കെ, ഇതാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രോളിക് ബ്രേക്ക്, പ്രസ് ഒക്കെയാണ്. മകളെ, ഷുവർ ക്വസ്റ്റ്യൻ, പാസ്കൽസ് ലോ മറക്കണ്ട. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ബൊയാൻസി? എന്താണ് പ്ലവക്ഷേപബലം? ആൻഡ് വാട്ട് ആർ ദ ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബോഡി വിച്ച് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ബസ്? അഥവാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബൊയാൻസി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൊയാൻസി എന്നുള്ള ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. സാർ വന്നോട്ടെ. യെസ്, ബൊയാൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് വിച്ച് ഈസ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, പൂർണ്ണമായോ ഭാഗികമായോ അത് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ ഫ്ലൂയിഡ് വിൽ എക്സേർട്ട് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ ബോഡി. ആ ഫ്ലൂയിഡ് ആ ബോഡിയിലെ ഒരു മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബൊയാൻസി ഫോഴ്സ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ ബോഡി ദാറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ? ഒരു ബോഡി വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് താഴ്ന്നു പോകാൻ, വെള്ളത്തിൽ താഴ്ന്നു പോകാൻ കാരണം മുകളിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അല്ലേ? യെസ്. പിന്നെ അടിയിൽ നിന്ന്, വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എപ്പോഴും ആ ബോഡി, ആ വസ്തുവും എന്ത് ആക്ട് ചെയ്യും? ബൊയാൻസി ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ദർ ആർ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്ട് വിച്ച് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. വിച്ച് ആർ ദ ഫോഴ്സസ്? The forces are gravitational force and buoyancy force. Okay, yes, next. മകളെ, ആൻസർ ടൈപ്പ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ടീംസ് ആൻസർ ടൈപ്പ് ചെയ്ത് വിട്ടോ, വേഗമാവട്ടെ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൊയാൻസി? ബൊയാൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൊയാൻസി? രണ്ട് ഫാക്ടേഴ്സ് ആണ് ബൊയാൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് വോളിയം, രണ്ടാമത്തത് ഡെൻസിറ്റി. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഹൗ വോളിയം ഇൻഫ്ലുവൻസസ് ബൊയാൻസി? സിമ്പിൾ ആണ്, വോളിയം കൂടിക്കഴിഞ്ഞാൽ ബൊയാൻസിയും കൂടും. ഓക്കെ, യെസ്. രണ്ടാമതാണ് ഡെൻസിറ്റി. ഹൗ ഡെൻസിറ്റി ഇൻഫ്ലുവൻസസ് ബൊയാൻസി? ഡെൻസിറ്റി എങ്ങനെയാണ് ബൊയാൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സെയിം കേസ്, അതായത് ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാലും ബൊയാൻസി കൂടും. ഓക്കെ, സോ the two factors which are affecting buoyancy are volume and density. If density increases, buoyancy force also increases. If volume increases, buoyancy force also increases. Okay, settle? Yes, density and volume. Okay, very good, Maria. Yes, super. Next question. When a body is fully immersed in a liquid, it will displace as much as the water of the volume of the body. അതായത് ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായ വെള്ളത്തെ ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ആദേശം ചെയ്യും എന്നാണ് പറയുന്നത്. അത് ഒരു വസ്തു പൂർണ്ണമായും ദ്രവത്തിൽ താഴ്ന്നിരിക്കുമ്പോൾ ആ വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായ ദ്രാവകത്തെ ആ വസ്തു ആദേശം ചെയ്യും. വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ആസ് മച്ച് ഓഫ് ദ വോളിയം ഓഫ് ദ ബോഡി? അതായത് ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിന്റെ വ്യാപ്തം, ആ വസ്തുവിന്റെ വോളിയം എത്രയാണോ അതിനനുസരിച്ചുള്ള വാട്ടറിനെ അതെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ അതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യും. ഇത് ഏത് ലോയും അതിൻ്റെ റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? രണ്ടും സെയിം ആയിരിക്കും. അതായത് ഒരു ബോഡിയുടെ വോളിയം എത്രയാണോ അതിന് ഈക്വൽ വാട്ടറിനെ ആയിരിക്കും അതെന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നുണ്ട്, തെറ്റാണ്. യെസ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വന്നിട്ടുണ്ട് അവിടെ. യെസ്. നെക്സ്റ്റ് ഈസ് സ്റ്റേറ്റ് ദ ലോ. സാർ ആൻസർ വന്നോട്ടെ. So answer is the weight of the displaced liquid and buoyancy are equal. Okay, അതായത് ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തു ആദേശം ചെയ്യുന്ന, ആ വസ്തു ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറും ആ വസ്തുവിന്റെ വോളിയവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഇത് പറയുന്ന ലോ ഏതാണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് അത് പറയുന്ന ലോസ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ല കേട്ടോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. അമൃത ആ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ല. ഓക്കെ, യെസ്, ശ്രദ്ധിക്കുക കേട്ടോ. അക്ഷയ്
യെസ്. ദെൻ അതേപോലെ തന്നെ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ദാ വരുന്നു. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ലിക്വിഡ് ദ ബൊയാൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ശ്രദ്ധിച്ചേക്കണോട്, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നെക്സ്റ്റ് ഡിഫൈൻ ലോ ഓഫ് ഫ്ലോട്ടേഷൻ. പ്ലവന തത്വം പറയാം. അതേപോലെ തന്നെ റൈറ്റ് ടു ഡിവൈസസ് വിച്ച് ആർ ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. അതായത് ലോ ഓഫ് ഫ്ലോട്ടേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന 2 ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാം. സി ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഷിപ്പ് സിങ്സ് മോർ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം റിവർ എൻറ്റേഴ്സ് ടു ദ റിവർ ഫ്രം ദ സി. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒന്നാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? ചാക്കോ മാഷെ വന്നോട്ടെ. Yes, ദാ വരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. When a body floats on a liquid, the weight of the body is equal to the weight of the liquid displaced by it. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിന്റെ ഭാരം അത് ആദേശം ചെയ്യുന്ന വെള്ളത്തിന്റെ അളവിന് തുല്യമായിരിക്കും, ദ്രവത്തിന്റെ അളവിന് തുല്യമായിരിക്കും. ഇതാണെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന 2 ഉപകരണങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? ഹൈഡ്രോമീറ്റർ, അതേപോലെ ലാക്ടോമീറ്റർ. ഓക്കെ. മൂന്നാമത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് ഒരു കപ്പൽ കടലിൽ നിന്നും റിവറിലേക്ക്, അതായത് സീയിൽ നിന്നും റിവറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വിൽ ഇറ്റ് സിങ്ക് മോർ ഓർ റേസ് മോർ? ആ കപ്പൽ കൂടുതൽ ഉയരുമോ അതോ താഴുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താ? യെസ് വെദർ ഇറ്റ് സിങ്ക് മോറോ? യെസ് സിങ്ക് മോർ. ബാല സൂപ്പർ സാർ, ആൻസർ വന്നോട്ടെ. യെസ് ഇറ്റ് വിൽ ബി സിങ്ക് മോർ. ഇത് കൂടുതൽ താഴും. കാരണം എന്താണെന്ന് പറയാം. നമുക്കറിയാം ബൊയാൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഡെൻസിറ്റി ആൻഡ് മറ്റൊന്ന്, ഒന്നാമത്തത് ഡെൻസിറ്റി. ഫസ്റ്റ് വൺ ഈസ് ഡെൻസിറ്റി ആൻഡ് അനദർ വൺ ഈസ് വോളിയം. ഓക്കെ. യെസ്. ഇവിടെ നമ്മളുടെ സിയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിക്ക് ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിയിൽ ബൊയാൻസി ഫോഴ്സ്, അടിയിൽ നിന്നും മുകളിലേക്കുള്ള ഫോഴ്സും കൂടുതലായിരിക്കും. അതുകൊണ്ട് സിയിൽ കപ്പൽ ഉയർന്നു നിൽക്കും. എന്നാൽ റിവറിനെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ റിവറിന് എന്താ സംഭവിക്കുക? റിവറിൻ്റെ ഡെൻസിറ്റി സിയുടെ ഡെൻസിറ്റിനേക്കാളും കുറവാണ്. സോ ഡെൻസിറ്റി കുറയുമ്പോൾ ബൊയാൻസിയും കുറയും. അതുകൊണ്ട് കപ്പൽ താഴും. ഓക്കെ. സോ നല്ല ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഒരു ഹാർട്ട് തന്നോ. യെസ്, വന്നോട്ടെ ഹാർട്ടുകൾ വരട്ടെ. എവിടെ? യെസ്, വേഗാവട്ടെ. യെസ്, ആപ്പിൾ വരുന്നുണ്ട്, ഹാർട്ട് വരുന്നുണ്ട്. യെസ്, ജൈനി ബിജു. യെസ്, സൂപ്പർ, താങ്ക് യു സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കൂ. നെക്സ്റ്റ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് റിലേറ്റീവ് ഡെൻസിറ്റി കേട്ടോ. ഒന്ന് നോക്കിയേ, എന്താ റിലേറ്റീവ് ഡെൻസിറ്റി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സാർ. ആൻസർ വന്നോട്ടെ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒരു വസ്തുവിൻ്റെ, ഒരു ദ്രാവകത്തിൻ്റെ ഡെൻസിറ്റിയും അത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ടുള്ള ഒരു റിലേറ്റീവ് സംഖ്യ, ഒരു ആനുപാതിക സംഖ്യനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്ന് വിളിക്കുന്നത്. സാറേ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. യെസ്, ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് റിലേറ്റീവ് ഡെൻസിറ്റി. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് ബൈ ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ. നെക്സ്റ്റ് വൺ, നെയിം ദ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഏതാണ്? യെസ്, ഹൈഡ്രോമീറ്റർ. വെരി ഗുഡ്, സൂപ്പർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൽ. യെസ്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദി? മക്കളെ നോക്കിയ 3-ാമത്തെ 4-ാമത്തെ തവണയാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ. നെക്സ്റ്റ്, യെസ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. എ മോഡൽ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. യെസ്, ക്വസ്റ്റ്യൻ വന്നോട്ടെ സാർ.
യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്? ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാലോ, എന്താണ്? പാസ്കൽസ് ലോ. അടുത്ത് ഐഡന്റിഫൈ ദ പിസ്റ്റൺ ഓൺ വിച്ച് ദ ബോഡി ടു ബി റൈസ്ഡ് ഈസ് പ്ലേസ്ഡ്. അത് ഉയർത്തേണ്ട വസ്തു ഇതിൽ ഏത് പിസ്റ്റണിലാണ് വെക്കേണ്ടത്? അതായത് എക്സിലാണോ വൈയിലാണോ? ഏത് പിസ്റ്റണിലാണ് വെക്കേണ്ടത്? ഉയർത്തേണ്ടത് വെക്കേണ്ടത് ഏതിലാണ്? എക്സിലോ? തെറ്റാണ്. ഏതിലാണ്? വൈ. യെസ്, ശ്രീനിധി, വെരി ഗുഡ്. അതായത് ഏതാണോ നമുക്ക് ഇപ്പൊ കാറാണെങ്കിൽ ഉയർത്തേണ്ട വസ്തു വെക്കേണ്ടത് എപ്പോഴും എവിടെയായിരിക്കും? വൈയിലായിരിക്കും വെക്കേണ്ടത്. അടുത്തത് സി ക്വസ്റ്റ്യൻ. ഇഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എക്സ് ആൻഡ് വൈ ആർ 0.05 മീറ്റർ, അതായത് ഏരിയ തന്നിട്ടുണ്ട്, എക്സിന്റെ അവിടുത്തെ ഏരിയ തന്നിട്ടുണ്ട്, വൈയുടെ അവിടുത്തെ ഏരിയ തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഫോഴ്സ് വിൽ ബി ഒബ്റ്റൈൻഡ് അറ്റ് വൈ when 10 Newton force is applied on the x? ദാ നമ്മളുടെ ഇക്വേഷൻ, സെയിം ഇക്വേഷൻ തന്നെ. എന്താണ്? F1 by A1 is equal to F2 by A2. ഓക്കെ, ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A1 എത്ര? 0.05 അല്ലേ? അല്ല 0.05. വൈയുടെ എത്രയാണ് ഏരിയ? 0.6. ഇത് A2 എന്നെടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ഫോഴ്സ് വിൽ ബി ഒബ്റ്റൈൻഡ് അറ്റ് വൈ? വൈയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫോഴ്സ് ആണ് 10 ന്യൂട്ടൺ ഫോഴ്സ് എവിടെ കൊടുത്തിട്ടുണ്ട്? F1. 10 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കടാ. ഞാൻ പറഞ്ഞു ഇക്വേഷൻ എഴുതിയതിനു ശേഷം നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടാവണം. F1 into A2 is equal to F2 into A1. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? F2 അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ F2നെ മാത്രം അവിടെ എടുത്താൽ A1നെ താഴോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? F2 is equal to F1 into A2 divided by A1. നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇട്ടത്. ഓക്കെ സാർ, ആൻസർ വന്നോട്ടെ. യെസ്, ദാ വരുന്നു ആൻസർ. യെസ്, ദേ കണ്ടില്ലേ, ദേ വരുന്നു ആൻസർ. ആൻസർ ഈസ് 120. യെസ്, 120 ന്യൂട്ടൺ. സച്ചു, സൂപ്പർടാ, സൂപ്പർ, അടിപൊളി. യെസ്, ഓക്കെ. യെസ്, ഇതിപ്പോൾ പെട്ടെന്ന് തീരും കേട്ടോ, അധികമൊന്നുമില്ല. വേഗം വേഗം എടുത്തെടുത്ത് പോവാം. ഓക്കെ, യെസ്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ 1 the liquid rises in the tube. What is the name of the phenomenon? ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ലിക്വിഡ് ഈ കുഴലിലൂടെ മുകളിലോട്ട് കയറിയിരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഫിനോമിനൻ? മുകളിലോട്ട് കയറുന്നു, അതായത് ലിക്വിഡ് മുകളിലോട്ട് കയറുന്ന ആ ഫിനോമിനെ വിളിക്കുന്ന പേരെന്താ? നമ്മൾ എന്താ ഇതിനെ വിളിക്കുന്ന പേരെന്താ? യെസ്, കാപ്പിലറി റൈസ് എന്ന് വിളിക്കും. യെസ്, വിച്ച് ലിക്വിഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫിഗർ? കാപ്പിലറി റൈസ് സംഭവിക്കുന്നത് എപ്പോൾ? ഏത് ലിക്വിഡിനാണ്? ആൻസർ വന്നോട്ടെ. കാപ്പിലറി റൈസ് ഏത് ലിക്വിഡിനായിരിക്കും സംഭവിക്കുന്നത്? യെസ്, വാട്ടർ. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. ഇനി 3 ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ 1 ഇഫ് യു യൂസ് ട്യൂബ് ഓഫ് ലെസ് ഡയമീറ്റർ ദ വാട്ടർ ലെവൽ ഇൻ ദ ട്യൂബ് ഡിക്രീസ് ഓർ ഇൻക്രീസ്. അതായത് ഇവിടുത്തെ ഈ ട്യൂബ് ഡയമീറ്റർ കുറഞ്ഞ, അതായത് വണ്ണം കുറഞ്ഞ ട്യൂബാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചതെങ്കിൽ, അതായത് ഈ ലിക്വിഡിൽ നമ്മൾ വണ്ണം കുറഞ്ഞ ട്യൂബാണ് ഇറക്കിയതെങ്കിൽ വാട്ടർ ലെവൽ ഉയരുമോ താഴുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ? എടാ, ഒന്നാലോചിച്ച് നോക്കിയേ. വണ്ണം കുറഞ്ഞതാണ്, ഇട്ട് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ ഉയരും. അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? കൂടുതൽ ഉയരും, ഇൻക്രീസസ്. സൂപ്പർ. അടുത്ത്, വാട്ട് ഡസ് ദ കാപ്പിലറി റൈസ് ഇൻക്രീസസ് വെൻ ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ഡിക്രീസസ്? യെസ്, വൈ ഡസ് ദ കാപ്പിലറി റൈസ് ഇൻക്രീസസ് വെൻ ദ ഡയമീറ്റർ? ആ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ട്യൂബിന്റെ വണ്ണം കൂടുതലാണെങ്കിൽ, ഓക്കെ, ഇവിടെ പിടിച്ചാണല്ലോ ഈ കയറുക. ഓക്കെ, അതിന് ഒരുപാട് സ്പേസ് വേണം പിടിച്ച് കയറാം. അതായത് നീളം കുറഞ്ഞ ട്യൂബാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലോട്ട് അഡീഷൻ ഫോഴ്സ് കൂടുതലായിരിക്കും, വേഗം കയറാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, യെസ്. ഓക്കെ സാർ, നെക്സ്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിസ്കസ് ഫോഴ്സ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ആർ ഇൻ ഫ്ലോ. അത് ഒഴുകുന്ന വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് എന്തെന്ന് പറയുന്നത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. വാട്ട് ഈസ് വിസ്കോസിറ്റി? യെസ്, വാട്ട് ഈസ് എന്താണ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി എന്ന് പറയുന്നത് സാർ ആൻസർ വന്നോട്ടെ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
Yes, yes. Viscosity. Viscosity is the internal property of the fluid of a resistance against flow. അത് ഒഴുകാനുള്ള തടസ്സം. ഓക്കെ, ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക രീതിയിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് എന്ത്, അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ വിസ്കോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വിസ്കോസിറ്റിയും സാർ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കാണിക്കണം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വിസ്കോസിറ്റി ആൻഡ് എബിലിറ്റി ടു ഫ്ലോ? വിസ്കോസിറ്റിയും ഒഴുകാനുള്ള കഴിവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ഒഴുകാനുള്ള കഴിവ് കുറയും. ഓക്കെ, വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ഒഴുകാനുള്ള കഴിവ് കുറയും. യെസ്, അടുത്തത് ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് വിസ്കസ് ലിക്വിഡ്. വിസ്കസ് ലിക്വിഡ്സിന് 2 എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമുക്ക് ഗ്ലിസറിൻ, അതേപോലെ തന്നെ പിന്നെ എന്താണ് സാറേ വിസ്കസ് ലിക്വിഡ്? യെസ്, നെക്സ്റ്റ്. യെസ്, ഗ്ലിസറിൻ, ഹണി, ഇതെല്ലാം എന്താണ് വിസ്കസ് ലിക്വിഡ്സ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ലാസ്റ്റത്തത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ മൊബൈൽ ലിക്വിഡ്സ്? മൊബൈൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി, അതായത് വിസ്കസ് ഫോഴ്സ് കുറവുള്ള ലിക്വിഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മൊബൈൽ ലിക്വിഡ്സ്. ഓക്കെ സാർ, മൊബൈൽ ലിക്വിഡ്സ് വന്നോട്ടെ. യെസ്, ലിക്വിഡ്സ് ഓഫ് ലോ വിസ്കോസിറ്റി, വിസ്കോസിറ്റി കുറവുള്ളവയെ വിളിക്കുന്ന പേരാണ് മൊബൈൽ ലിക്വിഡ്. ഓക്കെ സാർ, നെക്സ്റ്റ്. പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പറയുന്നുള്ളൂ, പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ഇപ്പൊ കഴിയും. ഓക്കെ, 18 ക്വസ്റ്റ്യനുള്ളൂ. അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ ഓഫ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ 2 ഡിഫറെന്റ് ലിക്വിഡ്. ഓക്കെ, 2 ഡിഫറെന്റ് ലിക്വിഡ്, ലിക്വിഡ് എയും ഉണ്ട് ലിക്വിഡ് ബി ഉണ്ട്. ഈ 2 ഡിഫറെന്റ് ലിക്വിഡ്സിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ഒബ്ജക്റ്റിന് ഇട്ടിരിക്കുകയാണ്, ഒരു കല്ലോ ഒരു മുട്ടയോ എന്തോ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്. Question, compare the gravitational force and buoyancy force acting on the body when it is in the liquid A and B. ഓക്കെ, ഈ ലിക്വിഡ് എ ഇവിടെ എന്താണ്, താഴേക്ക് എടുക്കുകയാണ് അല്ലേ. നമ്മൾ ഇട്ട വസ്തു എവിടെയാണ്, താഴേക്ക് എടുക്കുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ, ഇവിടെ ഏതാണ് കൂടുതൽ, ബൊയാൻസി ഫോഴ്സ് ആണോ കൂടുതൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ കൂടുതൽ? ബൊയാൻസി ഫോഴ്സ് ആണോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ കൂടുതൽ? യെസ്, ഗ്രാവിറ്റേഷണൽ. നോബൽ സ്റ്റൈജു, വെരി ഗുഡ്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കൂടുതൽ, ബിക്കോസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മുകളിൽ നിന്ന് താഴോട്ടാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക മുകളിൽ നിന്ന് താഴോട്ട്. എന്നാൽ ബൊയാൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, അടിയിൽ നിന്ന് മുകളിലേക്കാണ് ബൊയാൻസി ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഇവിടെ ഇത് താഴേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണ്. ബിയുടെ കേസ് പറഞ്ഞാൽ ബിയിൽ പൊന്തിക്കെടുക്കണം എന്ന് വെച്ചാൽ എന്താണ്, ബൊയാൻസി ഫോഴ്സ് ആണ് അവിടെ കൂടുതൽ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് എ ആൻഡ് ബി വിച്ച് ഈസ് ദ ലിക്വിഡ് ഹൂസ് ഡെൻസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്ട്? ഒബ്ജക്റ്റിനേക്കാളും ഡെൻസിറ്റി കൂടിയ ലിക്വിഡ് എ ആണോ ബി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റിനേക്കാളും ഡെൻസിറ്റി കൂടിയത് ബിക്കാണ്. ഓക്കെ, അതായത് ഇവിടെ ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുതൽ ഏതിനാണ്, ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുതൽ ബി ആണ്. കാരണം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം പൊന്തിക്കെടുക്കുന്നത്. ഓക്കെ, അതായത് ആ വസ്തുവിന് ഡെൻസിറ്റി കുറവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വെള്ളത്തിൽ പൊന്തിക്കെടുക്കുള്ളൂ. അപ്പോൾ ഇതിനാണ് വിസ്കോസിറ്റി ഡെൻസിറ്റി കുറവ് കേട്ടോ. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അത് പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ 2 ലിക്വിഡ്സ് എ ആൻഡ് ബി ടേക്കൺ ഇൻ 2 ടെസ്റ്റ് ട്യൂബ്. 2 ടെസ്റ്റ് ട്യൂബിൽ ലിക്വിഡ് എ എടുത്തിട്ടുണ്ട്, ലിക്വിഡ് ബി എടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ എബവ് ലിക്വിഡ് ഹാവ് ഗ്രേറ്റർ അഡ്ഹീസീവ് ഫോഴ്സ്? അഡ്ഹീസീവ് ഫോഴ്സ് ഏതിനാണ് കൂടുതൽ? ചാറ്റ് കേട്ടോ, ഏതിനാണ് അഡ്ഹീസീവ് ഫോഴ്സ് കൂടുതൽ? സാറേ വന്നോട്ടെ, ഏതിനാണ്? യെസ്, എക്കാണ് അഡ്ഹീസീവ് ഫോഴ്സ് കൂടുതൽ. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ. കാരണം എന്താണ്, എ അഡീസീവ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ എന്താണ്, ഇതിങ്ങനെ മുകളിലേക്കായിരിക്കും നിൽക്കുക. കൊഹീസീവ് ഫോഴ്സ് ആണെങ്കിൽ കൂടുതലെങ്കിൽ താഴോട്ടായിരിക്കും നിൽക്കുക. അടുത്ത്, വാട്ട് ഈസ് മീൻ ബൈ കൊഹീസീവ് ഫോഴ്സ്? What is mean by cohesive force? Cohesive force is the force of attraction between the molecules of same substance. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് കൊഹീഷൻ ബലം എന്ന് പറയുന്നത്. അടുത്ത്, among the two which liquid show capillary depression? ഏതാണ് capillary depression കാണിക്കുന്നത്? ഏതായിരിക്കും capillary depression കാണിക്കുന്നത്? ബി ആയിരിക്കും capillary depression. കാരണം capillary depression കാണിക്കുന്നതിലായിരിക്കും ദാ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, capillary raise കാണിക്കുന്നതിൽ എപ്പോഴും ദാ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, സിന്ധു, സി വി, ബാല എല്ലാവരും കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സൂപ്പർ, അടിപൊളി. നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ കഴിയാൻ പോവാണ് ചങ്ങായിമാരെ. യെസ്, നെക്സ്റ്റ് അടുത്തത് നോക്കിയേ. ഇത് ഇങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പായും വരും കേട്ടോ, ഇങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പായും വരും. ഒന്ന് ശ്രദ്ധിച്ചേക്കുക. 200 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തു, ഓക്കെ, എ ബി 2 ലിക്വിഡ്സ് 2 ദ്രാവകങ്ങളിലായിട്ട് താത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആ സമയത്തുള്ള റിപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ലിക്വിഡ് എയിൽ
ലിക്വിഡ് എ അതിനു മുമ്പ് ആ വസ്തുവിൻ്റെ എയറിലുള്ള വെയിറ്റ് 200 ന്യൂട്ടൺ ആണ്. ഓക്കെ, ആ വസ്തു ആ ലിക്വിഡിലിട്ട് എന്നിട്ട് വെയിറ്റ് അളന്ന് നോക്കിയപ്പോൾ അതിൽ 160 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ എത്ര ന്യൂട്ടൺ ഇവിടെ വെയിറ്റ് ലോസായി? എത്ര ന്യൂട്ടൺ ആണ് ലോസ് ആയത് ഇവിടെ? എത്രയാണ്? യെസ്, 40 ന്യൂട്ടൺ വെയിറ്റ് ഇവിടെ ലോസായി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബൊയാൻസി ഫോഴ്സ് എത്രയായിരിക്കും? ആ ലോസ് ആയ വെയിറ്റ് എത്രയാണോ അതാണ് എന്ന് പറയുന്നത് ബൊയാൻസി ഫോഴ്സ്. യെസ്, 40. നോബൽ ഷൈജു മരിയ, യെസ് കിടു, പ്രോ ലെജൻഡ്, താങ്ക് യു. യെസ്, അടുത്തത് ലിക്വിഡ് ബി. ലിക്വിഡ് ബിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വസ്തുവിനെ എയറിൽ വെച്ച് വെയിറ്റ് നോക്കിയപ്പോൾ 200 ന്യൂട്ടൺ ആണ്. ലിക്വിഡ് ബി എന്ന് പറഞ്ഞ് ലിക്വിഡിലിട്ട് എന്നിട്ട് വെയിറ്റ് നോക്കിയപ്പോൾ 170 ന്യൂട്ടൺ. സോ അപ്പോൾ എത്ര ന്യൂട്ടൺ ആണ് നഷ്ടപ്പെട്ട? വെയിറ്റ് എത്രയാണ്? 30 ന്യൂട്ടൺ. അങ്ങനെ ബൊയാൻസി എത്രയാണ്? ബൊയാൻസി എത്രയാണ്? യെസ്, ഇതാ എല്ലാവരും, ലാൻഡ് ജെ കെ, യെസ് ബാല, എല്ലാവരും, യെസ് അദീന, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. എത്രയാണ് ഇവിടെ എത്രയാണ് വരിക? 30 ന്യൂട്ടൺ. നോയിക്കോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നാളെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നാളെ ഉണ്ടാവും, ശ്രദ്ധിക്കാം. വിച്ച് ലിക്വിഡ് ഹാസ് മോർ ഡെൻസിറ്റി? ഏത് ലിക്വിഡിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി? സാർ ആൻസർ വന്നോട്ടെ. യെസ്, ലിക്വിഡ് എയ്ക്കാണ് കൂടുതൽ ഡെൻസിറ്റി. കാരണം അതിലാണ് കൂടുതൽ ബൊയാൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ബൊയാൻസി ഫോഴ്സും കൂടുതലായിരിക്കും. അടുത്ത ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് ബൊയാൻസി ഫോഴ്സ് കൂടുതലാണ്. ബൊയാൻസി ഫോഴ്സ് കൂടുതൽ 40 ന്യൂട്ടൺ. അത് ബൊയാൻസി ഫോഴ്സ് കൂടുതൽ ഏതിനാണോ ബൊയാൻസി ഫോഴ്സ് അവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ബൊയാൻസിയും കൂടും. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത്, എ സ്റ്റോൺ ഓഫ് മാസ് 800 gram ഈസ് സബ്മർജ്ഡ് ഇൻ വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ. ഓക്കെ, അതായത് 800 gram ഭാരമുള്ള ഒരു കല്ല് ഒരു ബീക്കറിലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇഫ് മാസ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ ഈസ് 200 gram, അതായത് 800 gram ഭാരമുള്ള ഒരു കല്ല് ഒരു ബീക്കറിലെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ 200 gram വെള്ളം പുറത്തേക്ക് ചാടി. ഓക്കെ, കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് ദ സ്റ്റോൺ ഇൻ വാട്ടർ. ആ കല്ലിൻ്റെ വെള്ളത്തിലുള്ള ഭാരം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാർ ആൻസർ വന്നോട്ടെ. യെസ്, സിമ്പിൾ ആണ്. നമുക്കറിയാം വെയിറ്റ് ഓഫ് ദ സ്റ്റോൺ, ആ കല്ലിൻ്റെ ഭാരം 800 gram ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഗ്രാമിനെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഇവിടെ 800 ഡിവൈഡഡ് ബൈ 1000 ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 0.8 എന്ന് വന്നു. അതാണ് ഈ 0.8. ഓക്കെ, വെയിറ്റ് ഓഫ് ദ 0.8. ഇത് ന്യൂട്ടണിലേക്ക് ആക്കാനായിട്ട് ഇൻറ്റു 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 0.8 ഇൻറ്റു 9.8 ചെയ്ത് എന്തിനു വേണ്ടിയാണ്? ഇത് കിലോഗ്രാം ആണ്. ഈ 0.8 എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്. ഇതിനെ ന്യൂട്ടണിലേക്ക് മാറ്റാനാണ് 9.8 അല്ലെങ്കിൽ അറൗണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര വന്നു? 8 ന്യൂട്ടൺ എന്ന് വന്നു. യെസ്, അതേപോലെ ബൊയാൻസി ഫോഴ്സ്, അതായത് വാട്ടറിൽ 200 gram വെള്ളം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്തേക്ക് പോയ വെള്ളം എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൽ അനുഭവപ്പെട്ട ബൊയാൻസി ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അതാണല്ലോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ 200 gram വെള്ളം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ 200 gram ആണ് അവിടുത്തെ ബൊയാൻസി ഫോഴ്സ്. ആ 200 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? 200/1000 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? യെസ്, 0.2 എന്ന് കിട്ടും. ഓക്കെ, ഈ 0.2 ഇത്രയും കിലോഗ്രാം ആണ്. നമുക്കിതിനെ ന്യൂട്ടണിലേക്ക് മാറ്റണം. അപ്പോൾ 0.2 ഇൻറ്റു 10 അത്രയും ന്യൂട്ടൺ, അത് 2 ന്യൂട്ടൺ എന്ന് വരും. കണ്ട, അപ്പോൾ ഇവിടുത്തെ അതായത് എയറിലുള്ള വെയിറ്റ് ബൈ വാട്ടറിലുള്ള വെയിറ്റ്, അതാണല്ലോ അതിന് ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എത്രയാണ്? 8 ന്യൂട്ടൺ ആണ്. ബൊയാൻസി ഫോഴ്സ് 2 ന്യൂട്ടൺ ആണ്. സോ 8 ന്യൂട്ടൺ ബൈ 2 ന്യൂട്ടൺ. ആൻസർ ഈസ് 6 ന്യൂട്ടൺ. ശ്രദ്ധിച്ചേക്കണോട്ടാ, ഇങ്ങനത്തെ ഒരു ചോദ്യം ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ്, the relative density of kerosene is 0.81. Relative density of kerosene is 0.81. Then question, what do you mean by relative density? Relative density എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി. സാർ ആൻസർ ഒന്നോട്ടെ. Yes, relative density is the ratio between density of substance to the density of water. ഒരു ഒബ്ജക്റ്റിന്റെ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി ചെയ്യുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് കെറോസിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി, സത്യം പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് കെറോസിൻ by density of water. കണ്ടോ, നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ 0.81 തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് കെറോസിൻ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഡെൻസിറ്റി ഓഫ് കെറോസിൻ
ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ് 1000 ആണെന്ന് നമുക്കറിയാം. മനസ്സിലായ? സോ എന്ത് ചെയ്താൽ മതി, ഈ 1000 ഇങ്ങോട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 0.81 ഇൻറ്റു 1000 ചെയ്യുക, ഇത്രയേ ഉള്ളൂ ആൻസർ. സോ 810 ആൻസർ. ഓക്കെ. സോ ഓക്കെ ആണെങ്കിൽ ഒരു ഹാർട്ട് ഇട്ടോ. യെസ്, വെരി ഗുഡ്. സോ അബ്രഹാം, യെസ്, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി, കൃത്യമായിട്ട് നീ ആൻസർ ചെയ്തിട്ടുണ്ടോ, സൂപ്പർ. സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ റീഡിംഗ് ഒബ്റ്റെയിൻഡ് ഇൻ ഓവർഫ്ലോയിങ് എ ജാർ എക്സ്പെരിമെന്റ് ഈസ് ടാബുലേറ്റഡ്. Okay, which of the, yes, very good, which of the above object is likely to submerge in water? ഇതിൽ ഏത് ഒബ്ജക്റ്റ് ആണ് വാട്ടറിൽ മുങ്ങാൻ സാധ്യത? The state law of rotation is based, rotation അല്ല, flotation ആണ്. Flotation is on the basis of the above observation. നോക്കിയേ, ഇവിടെ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് 3 ന്യൂട്ടൺ ആണ്. വാട്ടർ എത്ര 3 ന്യൂട്ടൺ ഒബ്ജക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ 2.6 ന്യൂട്ടൺ വെള്ളം പുറത്തേക്ക് പോയി. ഇവിടെ 3.5 ന്യൂട്ടൺ ആണ് ഒബ്ജക്റ്റിന്റെ വെയിറ്റ്. അത് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ എത്ര വെള്ളം പുറത്തേക്ക് പോയി? 3.5 ന്യൂട്ടൺ വെള്ളം പുറത്തേക്ക് പോയി. ഓക്കെ. സോ ആൻസർ വന്നോട്ടെ, ഏതാണ്? യെസ്, ബി, അതായത് 3.5. ഈ ഒബ്ജക്റ്റ് ആണ് വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുള്ളത്. കാരണം എന്താണ്? കാരണം എത്ര ഭാരമുള്ള വസ്തുവാണ് ഇട്ടത് അതിനനുസരിച്ച് വെള്ളം പുറത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം അതെന്താണ്? അവിടെ സബ്മർജായി എന്നാണ്. ഓക്കെ, യെസ്, ഇത് ലോ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നമ്മൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, കണ്ട, വെറും ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ഇത്രയും സമയം പോലും വേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം സെക്കൻഡ് ചാപ്റ്റർ പ്രോബ്ലം ഓറിയന്റഡ് ആണ്, അതേപോലെ തന്നെ ഗ്രാഫും പ്രോബ്ലവും മാത്രമേ ഉള്ളൂ. ഓക്കെ, നല്ല ഫുൾ പവറിൽ തന്നെ ഇരുന്നോ, ഒരു തീയൊക്കെ ഇട്ട് ഫുൾ പവറിൽ അങ്ങോട്ട് ഇരുന്നോ, ഉഷാറായിട്ടിരുന്നോ. ഓക്കെ, യെസ്, ഓക്കെ സാർ വന്നോട്ടെ. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഡിസ്കഷൻ ആണ് നടക്കാൻ പോകുന്നത്, ഇക്വേഷൻസ് ഓഫ് മോഷൻ അഥവാ ചലന സമവാക്യങ്ങൾ. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ സാർ വന്നോട്ടെ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. V is equal to u plus 80, S is equal to ut plus half 80 square, V square is equal to u square plus 2as, V is equal to u plus 80 square. Find the odd one out. ഇതിൽ ഏതാണ്? ഇതിൽ odd one out ഒന്ന് മ്യൂട്ട് ചെയ്യാം സർ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഏതാണ് ഇതിന്റെ ആൻസർ? ഏതാ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്? ഏതാ? യെസ്, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 സ്ക്വയർ അല്ലെ. ബാക്കി എല്ലാനും എന്താണ്? ബാക്കി എല്ലാനും ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങളാണ്. എന്നാൽ ഇതോ യെസ്, ഇത് ചലന സമവാക്യങ്ങൾ അല്ല. സോ ഇതൊരു തെറ്റായ സമവാക്യമാണ്. ബാക്കി എല്ലാനും ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. നെക്സ്റ്റ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് സ്പീഡ്. ഇതിൽ ഏതാണ്? സ്പീഡ്. ഇതിൽ സ്പീഡ് മാത്രമാണ് സ്കേലാർ ക്വാണ്ടിറ്റി, ബാക്കി എല്ലാനും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, വെലോസിറ്റി ആയിക്കോട്ടെ, ആക്സിലറേഷൻ, ഇതെല്ലാം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മക്കളെ ശ്രദ്ധിച്ചേക്കണം, ഈ ഒരു ചോദ്യം ഉറപ്പാണ്. ഓക്കെ, അതായത് വെക്ടർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടാവണം. അത് വെച്ചൊരു ചോദ്യം ഉറപ്പായും ഇതേപോലെ ചോദിക്കും. ഇതിൽ സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ബാക്കി ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതെല്ലാം എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതെല്ലാം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് is a body starts from rest, moves with a uniform acceleration 2 meter per second square. Calculate its velocity when it is travel 25 centimeter. നിശ്ചലാവസ്ഥയിൽ ഇരുന്ന ഒരു വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തിൽ സഞ്ചരിക്കുന്നു. 25 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ആ വസ്തുവിന്റെ പ്രവേഗം, വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതണം. നിങ്ങൾക്ക് അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? എത്രയാണ്? 0. സർ ആൻസർ വന്നോട്ടെ. ഇവിടെ റെസ്റ്റിൽ എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആൻഡ് അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എത്ര ദൂരം സഞ്ചരിച്ചു? 25 മീറ്റർ. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 25 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിന്റെ ഫൈനൽ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ, നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി വി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വി സ്ക്വയർ വെച്ചുള്ള ഇക്വേഷൻ എഴുതാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ, യു എത്രയാണ്? 0 ആണ്.
2 ഇൻറ്റു എ എത്രയാണ് 2 ആണ് ഇൻറ്റു എസ് എത്രയാണ് 25. സോ നേരെ കൊടുക്കുക, അത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. വി സ്ക്വയർ 100 ആണെങ്കിൽ വി എത്രയായിരിക്കും, അതായത് വി സ്ക്വയർ ആണ് എത്ര 100, അങ്ങനെയാണെങ്കിൽ വി എത്രയായിരിക്കും √100 എത്ര 10 വരും. ഓക്കെ യെസ് ഓക്കെ സാർ. നെക്സ്റ്റ് ശ്രദ്ധിച്ചേക്കണം, രണ്ടാമത്തെ ചാപ്റ്റർ പെട്ടെന്ന് കഴിയും. രണ്ടാമത്തെ ചാപ്റ്റർ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. അടുത്തത് എ സ്റ്റോൺ ത്രോൺ അപ്വേർഡ് വിത്ത് an initial velocity of 29.4 meter per second square. ഒരു കല്ല് 29.4 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ മുകളിലേക്ക് എറിഞ്ഞു. ആൻഡ് റീച്ച്ഡ് എ മാക്സിമം ഹൈറ്റ്, അത് മാക്സിമം ഹൈറ്റിലെത്തി. ആൻഡ് ഫോൾസ് ഡൗൺ, മാക്സിമം ഹൈറ്റിലെത്തിയിട്ട് അത് തിരിച്ചു വീണു. Question: What is the velocity of the stone at maximum height? Maximum height ആ സ്റ്റോണിന്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് മാക്സിമം ഹൈറ്റിൽ ആ സ്റ്റോണിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ചാറ്റിലിട്ടോ. മാക്സിമം ഹൈറ്റിൽ ആ സ്റ്റോണിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? യെസ് എവിടെ വന്നിട്ട് യെസ് ആൻസർ യെസ്. നോബൽ ഷൈജു, പൊളിയാണ്ട മുത്തേ നീ, മാളവിക നിർമ്മൽ, സൂപ്പർ, അടിപൊളി. സോ മാക്സിമം ഹൈറ്റിൽ ആ വസ്തുവിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം എന്താ, ഇവിടെ നിന്ന് എറിയുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് എറിയുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും. സ്പീഡ് മുകളിലേക്ക് വന്നിട്ട് കുറഞ്ഞ് മാക്സിമം ഹൈറ്റിലെത്തിയിട്ട് തിരിച്ചു വരും. ഈ തിരിച്ചു വരുന്ന പോയിന്റിൽ ഇതാണ് ഫൈനൽ വെലോസിറ്റി, അത്രയ്ക്ക് 0 ആയിരിക്കും. ഓക്കെ, അതാണ് ചോദിച്ചത്. അടുത്ത് റൈറ്റ് ഡൗൺ വെദർ ദ സ്റ്റോൺ എക്സ്പീരിയൻസസ് ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ ഓർ മൂവിങ് അപ്പ്. മുകളിലോട്ട് പോകുമ്പോൾ ആ സ്റ്റോൺ ആക്സിലറേഷൻ ആയിരിക്കോ റിട്ടാർഡേഷൻ ആയിരിക്കും, അതായത് ത്വരണമായിരിക്കും മന്ദീകരണമായിരിക്കും. ഈ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്നത് കൊണ്ട് എന്തായിരിക്കും, റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റ് എത്താൻ ആ കല്ല് എത്ര ടൈം എടുത്തു? കാൽക്കുലേറ്റ് ദ ടൈം ടു റീച്ച് ദ സ്റ്റോൺ ടു എ മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റ് എത്താൻ ആ സ്റ്റോൺ എത്ര സമയമെടുത്തു? ഇതാണ് ചോദ്യം. ഓക്കെ സാർ, ആൻസർ വന്നോട്ടെ. യെസ്, ദ ആൻസർ താഴെ എടുക്കുന്നു. ഇത്രയും നമ്മൾ പറഞ്ഞാണ്. എത്ര ടൈം എടുത്തു എന്നറിയാൻ നമ്മൾ ഏതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുക. ഏതാണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇതിൽ വി നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി 0 ആണ്. യു നമുക്കറിയാം 29.4, ക്വസ്റ്റ്യൻ മില്ലിൽ തന്നിട്ടുണ്ട് 29.4 സ്പീഡിലാണ് അവൻ എറിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനീഷ്യൽ വെലോസിറ്റി 29.4 പ്ലസ് ആക്സിലറേഷൻ, അതായത് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന ഒരു വ്യക്തി അവിടെ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. പക്ഷേ മുകളിലോട്ട് പോകുന്ന ഒരു സ്പീഡ് കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇവിടെ ഒരു -9.8 കൊടുക്കണം. -9.8 ഇൻറ്റു ടി. ഓക്കെ, സോ അപ്പോൾ എന്താവും ഇവിടെ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണ്. ടി ഇസ് ഈക്വൽ ടു 29.4 പ്ലസ് -9.8 ഇൻറ്റു ടി. ഈ മൈനസ് ഇൻറ്റു പ്ലസ് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. 29.4 മൈനസ് 9.8 ടി. മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇതിൽ നിന്നും നമുക്ക് ഇങ്ങനെ എഴുതാലോ, ഇതിനിപ്പുറത്തേക്ക് എടുക്കാമല്ലോ. -9.8 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 9.8 ടി ഇസ് ഈക്വൽ ടു 29.4 അത് വരും. ടി ഇസ് ഈക്വൽ ടു 29.4 ബൈ 9.8. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 3 എന്ന് വരും. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചേക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ യെസ്, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്തായാലും രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ പ്രോബ്ലമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ഉറപ്പായും ശ്രദ്ധിച്ചേക്കണം, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉറപ്പായും ഉണ്ടാവും കേട്ടോ. അത്ര ഉറപ്പോടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ. നെക്സ്റ്റ്, എ സ്ലാൻഡിംഗ് ലൈൻ വാസ് ഒബ്റ്റൈൻഡ് ഓൺ പ്ലോട്ടിംഗ് എ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഡാഷ് മോഷൻ. എടാ, സ്ലാൻഡിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു ഇതാണ് ഒരു ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് ഈ ഗ്രാഫ് കിട്ടിയതെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് എനിക്ക് ആ ഗ്രാഫ് കിട്ടിയത്. ഇതിനെയാണ് ഈ സ്ലാൻഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് സ്റ്റാൻഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. സോ ഈ സ്റ്റാൻഡിംഗ് ലൈൻ ആണ് കിട്ടിയതെങ്കിൽ ഈ ഗ്രാഫ് എന്തിനെ സൂചിപ്പിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസ്റ്റിലാണെന്നാണ് അർത്ഥം? അല്ല. യെസ്, നോൺ യൂണിഫോം സ്പീഡ് ആണ്? അല്ല. യെസ്, ആൻസർ വരുന്നുണ്ട്. യൂണിഫോം മോഷൻ എന്ന ആൻസർ വരുന്നുണ്ട്. വെരി ഗുഡ് സൂപ്പർ. യെസ്, ഇത് യൂണിഫോം മോഷനാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് കേട്ടോ. സൂപ്പർ, മിടുക്കന്മാരാണ്, അടിപൊളി. നെക്സ്റ്റ്, ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ വന്നോട്ടെ.
Next question. A car traveling a speed of 90 kilometer. Yes, a car traveling at a speed of 90 kilometer per hour. ഭാഗ്യത്തിന് അവൻ തന്നെ തന്നിട്ടുണ്ട് എത്രയാണ് 25 മീറ്റർ പെർ സെക്കൻഡ് അവൻ തന്നെ തന്നിട്ടുണ്ട്. അപ്ലൈസ് എ ബ്രേക്ക്, അതായത് 25 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 90 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് അപ്ലൈസ് എ ബ്രേക്ക് ആൻഡ് കംസ് ടു റെസ്റ്റ് ഇൻ 3 minutes. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് 3 സെക്കൻഡ് കൊണ്ട് അത് എന്ത് ചെയ്തു, വണ്ടി നിന്നു. Okay, if the mass of the car including passenger is 1200 gram, okay, kilogram, അതായത് കാറിന്റെയും അതിന്റെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെയും കൂടെ ആകെ മാസ് 1200 കിലോഗ്രാം ആണ്. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ കാർ ഓൺ ദ ബ്രേക്ക് 90 കിലോമീറ്റർ പെർ അവർ, അതായത് 90 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ. ഓക്കെ, അത് അതിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി 25 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് പിടിച്ചപ്പോൾ 3 സെക്കൻഡ് കൊണ്ട് വണ്ടി നിന്നു. അങ്ങനെയാണെങ്കിൽ ആ ബ്രേക്ക് പിടിച്ചപ്പോൾ അവിടെ അനുഭവപ്പെട്ട ഫോഴ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. ഫോഴ്സ്. ഓക്കെ സാർ, ആൻസർ വന്നോട്ടെ. നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to ma ആണ്. അതിൽ നിന്നും F is equal to m into a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v minus u by t അല്ലേ? യെസ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A is equal to m into v minus u by t. അതിൽ എമ്മിന്റെ സ്ഥാനത്ത് 1200 തന്ന് കൊടുത്തിട്ടുണ്ട്. v എന്ന് പറയുന്നത് ഇവിടെ v എത്രയാണ്? v 0 ആണ്. കാരണം എന്താണെന്ന് അറിയോ? ഇനീഷ്യൽ വെലോ യു എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 25 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരുന്ന കാറ് ബ്രേക്ക് ഔട്ട് ചെയ്യപ്പോൾ 3 സെക്കൻഡ് കൊണ്ട് വണ്ടി നിന്നു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. സോ വി എത്രയാണ്? 0. യു എത്രയാണ്? 25 ബൈ ടൈം എത്രയാണ്? 3 സെക്കൻഡ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 10,000 ന്യൂട്ടൺ എന്ന് കിട്ടും. എത്ര? 10,000 ന്യൂട്ടൺ. ഇവിടെ നെഗറ്റീവ് സൈൻ വരും കേട്ടോ, നെഗറ്റീവ് സൈൻ വരും. എന്താണ് ഈ നെഗറ്റീവ് കാണിക്കുന്നത്? ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയുന്നു, അതായത് റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്, ആക്സലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ആ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, സൂപ്പർ. നെക്സ്റ്റ് സാറേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ എയറോപ്ലെയിൻ ആഫ്റ്റർ ലാൻഡിങ് ഓൺ ദ റൺവേ. ഓക്കെ, റൺവേയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു എയറോപ്ലെയിൻ റൺവേയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം an aeroplane after landing the runway with a speed of 36 kilometer per hour travels in a straight line for 5 minutes and comes to rest. അപ്പോൾ തന്നെ അറിയാലോ നമുക്ക് 36 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എയറോപ്ലെയിൻ. അപ്പോൾ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയാണ്? 36 കിലോമീറ്റർ പെർ അവർ. ഇത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ അതിന് എന്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 36 × 5/18 ചെയ്താൽ മതി അല്ലേ? 5/18. 18 36 2 പ്രാവശ്യം 5 × 2 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടി എത്രയാണ്? 10 കേട്ടോ. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് കിട്ടി. ഓക്കെ, അത് റൺവേയിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 5 മിനിറ്റ്. കണ്ട, അപ്പോൾ അതും പ്രശ്നമാണ്, മിനിറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ സെക്കൻഡിലേക്ക് മാറ്റണം. എത്ര? 5 × 60 സെക്കൻഡ്. ഓക്കെ, ദെൻ കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ദ ഡി ആക്സിലറേഷൻ ഓഫ് ദ പ്ലെയിൻ. അഥവാ ട്രെയിനിന്റെ മന്ദീകരണം എത്രയാണ്, അല്ല സോറി ഫ്ലൈറ്റിന്റെ മന്ദീകരണം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സാർ, ആൻസർ വന്നോട്ടെ. യെസ്, ദെൻ ആണ്. നമുക്കറിയാം ഇനീഷ്യൽ v is equal to u plus at. അതിൽ നിന്നും v ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണെന്ന് നമുക്കറിയാം. u എത്രയാണ്? 10 ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലസ് a × t. t എത്രയാണ്? 300. 300 എന്ന് പറഞ്ഞാൽ 5 × 60 300 കേട്ടോ. അതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? a കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, a is equal to -10. ഈ എന്ത് ചെയ്താൽ മതി? യെസ്, a is equal to ഈ 300a ഇപ്പുറത്തേക്ക് എടുക്കാം. -300a is equal to എന്ത് വരും? 10 എന്ന് വരും. അതിൽ നിന്നും a is equal to എന്ത് വരും? -10/300 എന്ന് വരും. 0 0 വെട്ടി കഴിഞ്ഞാൽ -1/30 എന്ന് വരും. -1/30 എന്ന് വരും. ഓക്കെ, അതാണ് എന്ത്? നമുക്കിവിടെ റിട്ടാർഡേഷൻ. ഓക്കെ ഓക്കെ ദെൻ
അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ എയറോപ്ലെയിൻ ത്രൂ ദ റൺവേ. ആ റൺവേയിലൂടെ എയറോപ്ലെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം, അടുത്ത ഇക്വേഷൻ അറിയാലോ, v² = u² + 2as. അതിൽ v നമുക്കറിയാം, u അറിയാം, a അറിയാം, s മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ നേരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? s കിട്ടും. ഓക്കെ, 1500 മീറ്റർ അഥവാ 1.5 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ ഒരു തീയിട്ടെ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഹാർട്ട് ഇട്ടെ. ഇത്രയും ഓക്കെ ആണെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ സാർ നെക്സ്റ്റ് ചാപ്റ്റർ ഇതിപ്പോ ഒരാളാ മക്കളെ, നെക്സ്റ്റ് ചാപ്റ്റർ ഇതിപ്പോ വരും കേട്ടോ. അതിന് മുമ്പ് കുറച്ച് ഈ ചാപ്റ്ററിൽ 1-2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യണ്ടേ. ഓക്കെ, യെസ്, ഈ ചാപ്റ്ററിൽ നിന്ന് എടാ എന്തായാലും ഉറപ്പ് ഉള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, സാറേ ഉറപ്പുള്ള ചോദ്യം, ഇതൊക്കെ ഉറപ്പുള്ള ചോദ്യമാണ്. ഓക്കെ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ദേവൻ സാറിനെ ഓർത്താൽ മതി. ഇത് ദേവൻ സാർ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് ഓർക്കും. ഓക്കെ, ഇതൊക്കെ വരും, പേടിക്കണ്ട. ഓക്കെ, ഇതെന്ന് നോക്കിക്കോളൂ. താഴെ തന്നിരിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫുകൾ, താഴെ കൊടുത്തിരിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫുകൾ ഏത് തരം മോഷനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ഇതേതാണ്? ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ വെലോസിറ്റിയിൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് പോകണം. അപ്പോൾ എന്താണ്? യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫാണത്. ഇതെന്താണ്? യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫാണത്. ഓക്കെ, യെസ്. ദെൻ ഇപ്പുറം സാർ അതിൻ്റെ ആൻസർ വന്നോട്ടെ. യെസ്, ഫസ്റ്റ് അതെന്നാണ്? ദ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗത്തിന്റെ ഗ്രാഫാണ്. ഇനി രണ്ടാമത് വന്നോട്ടെ സാർ. യെസ്, രണ്ടാമത്തെ ചിത്രം നോക്കി. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്, പക്ഷെ സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടുമ്പോൾ യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാണത്. യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാണ്. സാർ ആൻസർ വന്നോട്ടെ. യെസ്, the body has uniform acceleration. യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാണത്. ഓക്കെ, യെസ് സാർ. ഒന്നും കൂടെ അടുത്തത്. യെസ്, ഇവിടെ നോക്കിയേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, വെലോസിറ്റി ടൈം ഗ്രാഫാണ്, പക്ഷെ സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറയുന്നു. ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ അല്ല, യൂണിഫോം റിറ്റാർഡേഷൻ ആണ്. യൂണിഫോം റിറ്റാർഡേഷൻ. യെസ്, വെരി ഗുഡ് അക്ഷയ്, സൂപ്പർടാ. യൂണിഫോം റിറ്റാർഡേഷൻ, അതായത് സമമന്ദീകരണത്തിന്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെസ്, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ആണ്, അതായത് സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂണിഫോം ആക്സിലറേഷൻ ആണ് സംഭവിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താ? 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലല്ലേ? സോ ആൻസർ വന്നോട്ടെ സാർ. ഡിയുടെ ആൻസർ വന്നോട്ടെ. യെസ്, ഡിയുടെ ആൻസർ നോക്കിയേ. ദ ബോഡി ഹാസ് സം ഇനീഷ്യൽ വെലോസിറ്റി. ഓൾറെഡി ആ ബോഡിക്ക് കുറച്ച് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ. സാർ ഡി വന്നോട്ടെ. യെസ്, ദ ബോഡി ഹാസ് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഇറ്റ് ഹാസ് യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ വന്നോട്ടെ. യെസ്, ഇതാ വരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെയും വെലോസിറ്റി ടൈം ഗ്രാഫാണത്. പക്ഷേ ഇവിടെ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പക്ഷേ സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും കൂടി വരുന്നുണ്ട്. പക്ഷേ യൂണിഫോം ആയിട്ടല്ല. അപ്പോൾ എന്താണ്? നോൺ യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാണത്. നോൺ യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാണത്. ഇനി ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ O മുതൽ A വരെ നോക്കിയേ, അല്ലെങ്കിൽ A മുതൽ B വരെ യൂണിഫോം ആക്സിലറേഷൻ. ബി മുതൽ സി വരെ എന്താണ്? യൂണിഫോം വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല. എന്നാൽ സി മുതൽ ഡി വരെ എന്താണ് സംഭവിക്കുന്നത്? യൂണിഫോം റിറ്റാർഡേഷൻ. സി മുതൽ ഡി വരെ എന്താ സംഭവിക്കുന്നത്? യൂണിഫോം റിറ്റാർഡേഷൻ ആണ് സി മുതൽ ഡി വരെ സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ സാർ, നെക്സ്റ്റ്. യെസ്, 0 മുതൽ O വരെ ഉള്ള നിശ്ചലാവസ്ഥ അത് പറഞ്ഞു. A മുതൽ B വരെ സമത്വരണം, B മുതൽ C വരെ സമപ്രവേഗം, C മുതൽ D വരെ സമമന്ദിയാണ്. യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ സാർ, നെക്സ്റ്റ്. യെസ്, ഇവിടെ നോക്കിക്കോളുക. ഇവിടെ കുറച്ച് ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫുകളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ മക്കളെ, ഗ്രാഫുകൾ തന്നുകൊണ്ടുള്ള ചോദ്യം ഉറപ്പാണ് കേട്ടോ, ഉറപ്പാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഗ്രാഫ് ചെയ്യാൻ പോണേ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ് വെച്ചിട്ട്. നോക്കിക്കോ,
ഇവിടെ ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട് നോക്കി. ഇവിടെ സമപ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി. സമപ്രവേഗം എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം പറഞ്ഞു. 1 2 3 4. യൂണിഫോം വെലോസിറ്റി ഏതാണ്? വരട്ടെ. യൂണിഫോം വെലോസിറ്റി, യെസ്, ബി ആണ് യൂണിഫോം വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നത്. അടുത്തത് അസമത്വരണത്തെ അതായത് നോൺ യൂണിഫോം ആക്സിലറേഷൻ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ്? യെസ്, ഡി ആണ്. ഓക്കെ, അടുത്തത് നിർബാധ പതനം മീൻസ് ഫ്രീ ഫോളിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫ്രീ ഫോളിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിൽ. ഈ കൊടുത്തിരിക്കുന്നതിലൊന്നും ഫ്രീ ഫോളിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഇല്ല. ഓക്കെ, ഫ്രീ ഫോളിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഇല്ല. ഓക്കെ, കാരണം എന്താ? കാരണം ഫ്രീ ഫോൾ എന്ന് പറഞ്ഞ പ്രശ്നം എന്താണെന്ന് അറിയോ? താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ യൂണിഫോം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എത്രയാണ്? 9.8 ആയിരിക്കും. ഈ 9.8 തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഗ്രാഫ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ഫോളിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഈ കൊടുത്തതിൽ ഇല്ല കേട്ടോ. ഓക്കെ, യെസ്, ഇതെന്താണ്? ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്, യൂണിഫോം വെലോസിറ്റി ആണ്. ഇതെന്താണ്? നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ്. യെസ്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കഴിയാറായി തോന്നുന്നു. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, യെസ് അല്ലേ സാറേ? ഓക്കെ, ഇവിടെ നെക്സ്റ്റ് നോക്കിയേ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. ഇവിടെ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്? ഈ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി മക്കളെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ ചോദ്യം വരാൻ പോണത്. ഈ ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യൽ വെലോസിറ്റി. സോ ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 15 മീറ്റർ/സെക്കൻഡ് ആണ് ഈ ഒബ്ജക്റ്റ് ഇനീഷ്യൽ വെലോസിറ്റി. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 3 സെക്കൻഡ് ആൻഡ് 7 സെക്കൻഡ്. സാർ ആൻസർ വന്നോട്ടെ. 3 സെക്കൻഡേയും 7 സെക്കൻഡേയും ഇടയിലുള്ള ആ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ut + ½ at² ആണ്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം എങ്ങനെ 4 എന്ന് കിട്ടി? അവൻ ചോദിച്ചിരിക്കുന്നത് 3 സെക്കൻഡ് ടു 7 സെക്കൻഡ് ആണ്. അപ്പോൾ 3 സെക്കൻഡും 7 സെക്കൻഡും ഇടയിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്? 4 സെക്കൻഡ് അല്ലേ? സോ അതാണ് ടൈം 4 എന്നിട്ട് പ്ലസ് ½ ഇൻറ്റു എ. ഇവിടെ എ എങ്ങനെ -15.4 കിട്ടി? നമുക്കറിയാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v-u/t ഇങ്ങനെയാണ് എ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സാർ ആ ഗ്രാഫ് ഒന്നും കൂടെ കാണിച്ച്. ഇവിടെ നിന്ന് തുടങ്ങും, ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. തുടങ്ങിയിട്ട് കണ്ട എവിടെയാണ് അവസാനിക്കുന്നത്? ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ അവസാനിക്കുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0. സോ ഫൈനൽ വെലോസിറ്റി 0 ആണ്. മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 15. ഇനീഷ്യൽ വെലോസിറ്റി 15 ആണ്. ബൈ ടൈം എത്രയാണ്? 4 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ എത്ര വരും? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -15/4 എന്ന് വരും. ഓക്കെ, സാർ ആൻസർ വന്നോട്ടെ. യെസ്, അതാണ് ഇവിടെ ആക്സിലേഷൻ്റെ സ്ഥാനത്ത് -15/4 വന്നത് ഇൻറ്റു t². ടി എന്ന് പറഞ്ഞാൽ 4 ആൻസർ എത്ര കിട്ടും? 30 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, യെസ്, ഇത്രയും നല്ല ക്ലിയർ ആണെങ്കിൽ ഒരു തമ്പ് തന്നെ. ഇത്രയും നല്ല ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് തന്നെ. യെസ്, ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് സൂപ്പർ, അടിപൊളി. യെസ്, തമ്പ് വന്നു. ശ്രീനിധി, മരിയ, വബീന, അനിൽകുമാർ, യെസ് സൂപ്പർ, അടിപൊളി. ദിവ്യ രാജേന്ദ്രൻ, ശ്രീറാം, ഷഹന, സത്താർ, സൂപ്പർ, അടിപൊളി. അപ്പോൾ ഉഷാറായിട്ടിരുന്നോട്ടാ. ഇതേപോലെ പെട്ടെന്ന് പോകും. അധികം സമയമൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഒരു ചാപ്റ്റർ ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റിനുള്ളിൽ നമ്മൾ തീർക്കുന്നുണ്ട്. സാർ നെക്സ്റ്റ് വന്നോട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം യു എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ്. ഓർത്തേക്കണത്. അടുത്തത്, ട്രാവൽസ് 100 മീറ്റർ ഇൻ 5 സെക്കൻഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 100 മീറ്റർ, ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ്. ഓക്കെ, ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദി കാർ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. സാർ ആൻസർ വന്നോട്ടെ.
സിമ്പിൾ അല്ലേ? ആക്സിലറേഷൻ കണ്ടിട്ട് നമുക്കറിയാം എസ് ഇസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിൽ എസ് 100 തന്നിട്ടുണ്ട്, യു ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ടി 5 ആണ്, ഹാഫ് ഇൻറ്റു എ തന്നിട്ടില്ല, അങ്ങനത്തെ എഴുതുക. ടൈം 5 ആണ്, അതുകൊണ്ട് തന്നെ ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്ക്വയർ 25, നേരെ എടുക്കണം, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. നെക്സ്റ്റ്. ഓക്കെ മക്കളെ, അപ്പോൾ വെറും 20 മിനിറ്റ് കൊണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്ക് കൂടുതലുള്ള ചാപ്റ്ററിലേക്കാണ് അടുത്തത് പോകാൻ പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ മാർക്ക് കൂടുതലുള്ള ചാപ്റ്ററിലേക്കാണ് അടുത്തത് പോകാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഉഷാറായിക്കോ. യെസ്, ദ തേർഡ് ചാപ്റ്റർ. സാർ വന്നോട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇതിലത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ബൈ ഐഡന്റിഫൈങ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. എഫ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ രണ്ടാമത് ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അങ്ങനെ ഇമ്പൾസീവ് ഫോഴ്സ് എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സ് എന്താണെന്നാണ് എഴുതേണ്ടത്. സോ എന്താണ്? എ ലാർജ് ഫോഴ്സ് ആക്റ്റഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, ഒരു ലാർജ് ഫോഴ്സ് വളരെ കുറച്ച് സമയത്ത്, അതായത് ഒരു ചെറിയ സമയത്തിൽ അനുഭവപ്പെടുന്ന വലിയ ബലം, എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യെസ്, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ സാർ, നെക്സ്റ്റ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിലെ ഓഡ് വൺ ഔട്ട് ഏതാണ്? പറഞ്ഞോ. മൊമെന്റം, ഇമ്പൾസ്, ഇമ്പൾസീവ് ഫോഴ്സ്, ഇനേർഷ്യ. ഏതാണ്? ഇനേർഷ്യയാണ്. ഓക്കെ, യെസ്, ഇനേർഷ്യയാണ്. ഓക്കെ, നെക്സ്റ്റ്. മക്കളെ, ഇതേപോലത്തെ ഒരു പ്രോബ്ലം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ആസ് പെർ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബി സി ഡി എന്നിവ ഒരേ മാസമുള്ള ഗോലികളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ബി സി ഡി ഗോലികൾ എന്ത് ചെയ്യാണ്? ഈ അറ്റത്ത് വെച്ചിരിക്കുന്ന ഗോലികൾ ഇങ്ങനെ വലിച്ചിട്ടൊന്ന് വിടുകയാണ്. വലിച്ച് വിടുമ്പോൾ അത് നേരെ ഉരുണ്ട് വന്ന് ഇവിടെ ഇടിക്കുമ്പോൾ ഇങ്ങേ അറ്റത്തുനിന്ന് അതിനനുസരിച്ചുള്ള ഗോലികൾ തെറിച്ചു പോകും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് ദ ലോ റിലേറ്റഡ് ടു ദിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം എഴുതാനാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നോബൽ ഷൈജു, വെരി ഗുഡ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ദ ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു ബാഹ്യ ബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എപ്പോഴും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. നെക്സ്റ്റ്. When a man jump onto the shore from a boat. ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. The boat moves backward. അതായത് ജലോപതലത്തിലുള്ള ഒരു തോണിയിൽ നിന്നും ഒരാൾ കരയിലേക്ക് ചാടുമ്പോൾ തോണി പുറകോട്ട് പോകുന്നു. State the law related to this. ഏതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം? ഏതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം? തേർഡ് ലോ. യെസ്, വെരി ഗുഡ് ശ്രീനിധി, അടിപൊളി. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം തേർഡ് ലോ ആണ്. ഓക്കെ, ന്യൂട്ടന്റെ തേർഡ് ലോ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. വൈ? ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണത്. ബിക്കോസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ബോത്ത് ആർ ആക്ടിങ് ഓൺ 2 ഡിഫറെന്റ് ബോഡീസ്. 2 വ്യത്യസ്ത ബോഡികളിലാണ് ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവ ക്യാൻസൽ ആയി പോകാത്തത്. നെക്സ്റ്റ് വൺ: ഫ്രം വേർ ഡസ് ദ മാൻ ഗെറ്റ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഫോർ ജമ്പിങ്. ആ മനുഷ്യന് കരയിലേക്ക് ചാടാനുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് എവിടെന്നാണ് ലഭിക്കുന്നത്? ഫ്രം ദ ബോട്ട്. ബോട്ടിൽ നിന്നുമാണ് ലഭിക്കുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതേപോലെ പൂരിപ്പിക്കാൻ. യെസ്, വേഗായിക്കോട്ടെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇമ്പൾസ്, ആവേഗം. ഓക്കെ, ഇമ്പൾസ്, അതേപോലെ തന്നെ മൊമെന്റം, ആക്കം. ഓക്കെ, യെസ്. ആവേഗം, ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താ? ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ? എഫ് ഇൻറ്റു ടി ആണ് ഇമ്പൾസിന്റെ ഇക്വേഷൻ. യൂണിറ്റ് എൻ ഇൻറ്റു എസ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? എം ഇൻറ്റു വി ആണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. യൂണിറ്റ് എന്താണ് മൊമെന്റത്തിന്റെ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. യെസ്, വെരി ഗുഡ്. ചാറ്റിൽ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പർ, അടിപൊളി. യെസ്. സോ അതായത് മൊമെന്റത്തിന്റെ ഇമ്പൾസിന്റെ ഇക്വേഷൻ എഫ് ഇൻറ്റു ടി ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്. ഒന്ന് കിട്ടിയോ?
അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഫസ്റ്റ് പെയറിലെ റിലേഷൻ മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ പെയർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത് ബലം, ഫോഴ്സ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. സാർ ആൻസർ വന്നോട്ടെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മക്കളെ നിങ്ങൾ പുലിയാണ്, സൂപ്പർ, സൂപ്പർ, നിങ്ങൾ അടിപൊളിയാട്ടോ. നെക്സ്റ്റ്, observe the figure and find the resultant force acting on the body of mass 50 kg. ഈ 50 കിലോഗ്രാം മാസ് ഉള്ള ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ, നോക്കിയേ, 25 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് അങ്ങോട്ട് തള്ളുന്നു, അപ്പുറത്തുനിന്ന് ഒരുത്തിന് 25 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തള്ളുന്നു. സോ ഇത് അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. യെസ്, വെരി ഗുഡ് നിഷ ശ്രീകാന്ത്, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ സാർ, ആൻസർ വന്നോട്ടെ, 0. വെരി ഗുഡ്. നെക്സ്റ്റ്, statement related to the inertia of rest and inertia of motion are given below. Classify them suitably. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷൻ, നിശ്ചല ജഡത്വവും ചലനജഡത്വവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിൽ പെടുന്ന ഏതെല്ലാമാണ്, ഇനേർഷ്യ ഓഫ് മോഷനിൽ പെടുന്ന ഏതെല്ലാമാണെന്ന് ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ സാർ, എന്നെ ആൻസർ കാണിച്ചു, നമുക്ക് നേരിട്ട് ആൻസർ കാണിക്കാം. ആൻസർ കാണിച്ചോ? യെസ്. സോ ഇനേർഷ്യ ഓഫ് മോഷനിൽ വരുന്ന കാര്യങ്ങളാണ്. വെൻ എ ബസ് ഈസ് സഡൻലി സ്റ്റോപ്ഡ് ദ സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ടെൻഡ് ഫോർവേഡ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ആളുകൾ മുന്നോട്ട് കുതിക്കും. അതേപോലെ തന്നെ വെൻ ആൻ അത്ലറ്റ് റൺസ് സം ഡിസ്റ്റൻസ് ബിഫോർ ടേക്കിംഗ് ലോങ് ജമ്പ്, ലോങ് ജമ്പ് ചാടുന്നതിന് മുമ്പ് ആൾക്കാർ ഒന്ന് ഓടി വന്ന് ചാടാൻ ശ്രമിക്കും. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഓക്കെ, ഈ ഇനേർഷ്യ അറ്റ് റെസ്റ്റ്, ഇനേർഷ്യ അറ്റ് റെസ്റ്റ് എന്താണ്? When a carpet is suspended and hit with a stick, dust particles comes out. ഓക്കെ, അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർപ്പറ്റൊക്കെ ക്ലീൻ ആക്കാനായിട്ട് കെട്ടി തൂക്കിയിട്ടിട്ട് വടി കൊണ്ട് അടിക്കുമ്പോൾ അടികൊണ്ട ഫോഴ്സിൽ കാർപ്പറ്റ് പുറകോട്ട് പോകും, പക്ഷേ ഡസ്റ്റ് പാർട്ടികൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. സോ അങ്ങനെ ആ ഡസ്റ്റ് പാർട്ടികൾ താഴോട്ട് വീഴും. ഇങ്ങനെയാണ്. നെക്സ്റ്റ്, അടുത്തത്, when the branch of mango tree is shaken, mangoes fall down just as the branch starts moving. അതായത് ബ്രാഞ്ച് ഷെയ്ക്ക് ആകുമ്പോൾ അതിലുള്ള മാംഗോസ് എന്ത് ചെയ്യും, നേരെ താഴോട്ട് വീഴും. കാരണം മാംഗോ റെസ്റ്റിലാണ്, അത് റെസ്റ്റ് ചെയ്തിരിക്കാനാണ് താല്പര്യം. കൊമ്പാണ് എന്ത് ചെയ്യുന്നത്, ഷെയ്ക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ കൊമ്പ് ഷെയ്ക്ക് ആകുമ്പോൾ മാംഗോസ് അവിടെ തന്നെ ഇരിക്കണേ. സോ അത് ഞെട്ടറ്റ് അത് താഴോട്ട് വീഴും. ഓക്കെ, നെക്സ്റ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചിരുന്നുള്ള. ഇനേർഷ്യ ഇതിലേതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഇനേർഷ്യ ഇതിലെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇനേർഷ്യ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി ഇനേർഷ്യ മാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ കോളത്തിൽ മാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് വരിക. നെക്സ്റ്റ്, ഫോഴ്സ്. ഫോഴ്സ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബിക്കോസ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് എന്ത് തരുന്നത്, വിച്ച് ഗിവ്സ് ദ, അത് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തരുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് എത്രയാണ് എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. പിന്നെ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അതിൻ്റെ ആൻസർ നമ്മൾ എഴുതി. നെക്സ്റ്റ്, ഗിവ് ദ റീസൺ ഫോർ ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിനുള്ള റീസൺ കൊടുക്കാനാണ് പറയുന്നത്. ആക്സിഡന്റ് ദാറ്റ് ഹാപ്പൻസ് ടു ദ പാസഞ്ചേഴ്സ് ഹു ഡു നോട്ട് വെയർ സീറ്റ് ബെൽറ്റ്സ് ആർ മോർ ഫാറ്റൽ. അതായത് സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് കൂടുതൽ അപകടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? സംഭവത്തിലുള്ളൂ, ഇനേർഷ്യ ഓഫ് മോഷൻ ആണ് അതിൻ്റെ ഉത്തരം. കാരണം സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുമ്പോൾ നമ്മൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ബോഡി ഏത് സ്റ്റേറ്റിലാണ്? ദ ബോഡി വിച്ച് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പെട്ടെന്ന് ഞാൻ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് നമ്മുടെ കാലിൽ മാത്രമേ ഫോഴ്സ് വരൂ, പക്ഷെ ബോഡി അപ്പോഴും മൂവ്മെന്റിലായിരിക്കും. അതുകൊണ്ട് ബോഡി നേരെ തെറിച്ച് ആ ഫ്രണ്ടിലത്തെ ഗ്ലാസും പിടിച്ചിട്ട് അപകടം ഉണ്ടാവും. അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് പറയുന്നത്. നെക്സ്റ്റ്, അറ്റ് ദ ടൈം ഓഫ് ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ, the catching time is extended by moving the hand backward. Sir, അതിന്റെ ആൻസർ ഒന്ന് കാണിച്ച്. ഫോർ റെഡ്യൂസിങ് ഇഫക്ട് ഡ്യൂ ടു ദ മൊമെന്റ്. അതായത് ക്യാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ക്യാച്ച് ചെയ്യുമ്പോൾ എന്താണ്, കൈ ഒന്ന് ലൂസാക്കും. എന്തിനു വേണ്ടിയാണ്? ആ ഇമ്പൾസീവ് ഫോഴ്സ്, ഇമ്പൾസ് കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ സാർ, ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. യെസ്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. വൈ? ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ചെയ്യുന്നില്ല. അതിന് കാരണം എന്ത്? ബിക്കോസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ബോത്ത് ആർ ആക്ടിങ് ഇൻ ടു ഡിഫറെന്റ് ബോഡീസ്. ഓക്കെ, രണ്ട് വ്യത്യസ്ത വസ്തുക്കളിലാണ് ആക്ഷനും റിയാക്ഷനും നടക്കുന്നത്. അതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നില്ല, ക്യാൻസൽ ആയി പോകുന്നില്ല. നെക്സ്റ്റ്, യെസ്,
ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ചോദ്യം വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്, ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, 2 objects of masses 2 kg and 3 kg are moving with the straight line in the same direction with the velocities 10 m/s and 5 km/s. അതായത് 2 കിലോഗ്രാം മാസ് 3 കിലോഗ്രാം മാസ് ഉള്ള ബോഡികൾ 10 m/s സ്പീഡിലും 5 m/s സ്പീഡിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, they stick to the at ഒരു നിശ്ചിത ഡിസ്റ്റൻസ് കഴിഞ്ഞതിന് ശേഷം they stick together after കൂട്ടിയിടിച്ചതിന് ശേഷം അവർ ഒരുമിച്ച് ചേർന്നു stick together and moves combined objects as depicted in the figure. ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ അവ ഒരുമിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, യെസ്, ക്വസ്റ്റ്യൻ വന്നോട്ടെ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ. കൂട്ടിയിടിക്ക് മുമ്പുള്ള ടോട്ടൽ മൊമെന്റം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ടോട്ടൽ മൊമെന്റം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? m1u1 പ്ലസ് m2u2 ഇസ് ഈക്വൽ ടു m2u2. ഇതാണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ m1 അറിയാം, മാസ് അറിയാം, ആദ്യത്തിന്റെ വെലോസിറ്റി അറിയാം, രണ്ടാമത്തിന്റെ മാസ് അറിയാം, രണ്ടാമത്തിന്റെ വെലോസിറ്റി അറിയാം. നേരെ ചെയ്താൽ മതി സാർ, ആൻസർ കാണിച്ചോ. യെസ്, സോ m1u1 പ്ലസ് m1u1 പ്ലസ് m2u2 ആണ്. സോ ആദ്യത്തെ മാസ് 2 ആണ്, ആദ്യത്തെ മൂവ് ചെയ്യുന്നത് 10 m/s വെലോസിറ്റിയിലാണ്, പ്ലസ് രണ്ടാമത്തെ മാസ് 3 ആണ്, മൂവ് ചെയ്യുന്നത് 5 m/s വെലോസിറ്റിയിലാണ്. സോ ആൻസർ ഈസ് എന്താണ്? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ എത്ര കിട്ടും? ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 35 kg/m/s എന്ന് കിട്ടും. ഓക്കെ, യെസ് സർ. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ കാണിച്ചു. വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ കമ്പൈൻഡ് ആഫ്റ്റർ കൊളിഷൻ? കൂട്ടിയിടിച്ചതിന് ശേഷം അവർ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ചേർന്നു. ആ ഒരുമിച്ച് ചേർന്ന് മൂവ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരുമിച്ച് അവർ മൂവ് ചെയ്യുന്ന ആ സ്പീഡ് കമ്പൈൻഡ് വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർ, ആൻസർ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ചിട്ട് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ആൻഡ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ വിൽ ബി ഈക്വൽ. ഓക്കെ, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ mv, അതായത് നമുക്കിവിടെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എത്ര കിട്ടിയിട്ടുണ്ട്? 35 kg/m/s എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മാസ് എത്രയാണ്? ആദ്യത്തെ 2 ആണ്, പ്ലസ് ഇൻറ്റു 3 ആണ്. രണ്ടാമത്തെ മാസ് എത്രയാണ്? 3. ആദ്യത്തെ മാസ് 2 ഇൻറ്റു വി, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 35. സോ 2 + 3 എന്ന് പറഞ്ഞാൽ 5. 5 ഇൻറ്റു വി ഈസ് ഈക്വൽ ടു 35. അതിൽ നിന്നും 5 വി ഈസ് ഈക്വൽ ടു 35. അതിൽ നിന്നും വി എന്താണ്? 35/5 എത്രയാണ്? 7 m/s എന്ന് കിട്ടും. ഓക്കെ, 7 m/s. ക്ലിയർ ആണല്ലോ സാർ? ആൻസർ ക്വസ്റ്റ്യൻ. അതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ. യെസ്, സ്റ്റേ ദ ലോ ദാറ്റ് ഹെൽപ്സ് യു ടു അറൈവ് ദിസ് ഇക്വേഷൻ. ഇത് ഏതാണ്? ന്യൂട്ടന്റെ ലോ ഓഫ് കൺസർവേഷൻ. ന്യൂട്ടന്റെ അല്ല, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ആക്ക സംരക്ഷണ നിയമമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നേക്ക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, when a bullet is fired from a gun, the gun recoils. ഒരു തോക്കിൽ നിന്നും വെടിയുണ്ട പായുമ്പോൾ തോക്ക് പുറകോട്ട് ചലിക്കുന്നു. റൈറ്റ് ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ ദിസ് കേസ്. ഓക്കെ, വെടിയുണ്ട മുന്നോട്ട് പോകുന്നത് ആക്ഷനും തോക്ക് പുറകോട്ട് വലിയുന്നത് റിയാക്ഷനുമാണ്. ബി ക്വസ്റ്റ്യൻ, ഇതൊരു പ്രോബ്ലമാണ്. നമുക്കറിയാം ഈ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ പ്രോബ്ലം ഇക്വേഷൻ എന്താണെന്ന് അറിയാം, നമുക്കറിയാലോ. ക്യാപിറ്റൽ വി ഇൻറ്റു സ്മോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സ്മോൾ വി ഇൻറ്റു ക്യാപിറ്റൽ വി. ഇതാണ് എൻ്റെ ഇക്വേഷൻ. നോക്കിയേ, ഒരു ബുള്ളറ്റ് ഈസ് ഫയർഡ് വിത്ത് എ വെലോസിറ്റി 40 m/s. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി 40, ഇത് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി 40 m/s ആണ്. ഓക്കെ, യെസ്. ഫ്രം എ ഗൺ ഓഫ് മാസ് 4 kg. ഗണ്ണിന്റെ മാസ് 4 kg ആണ്. വാട്ട് വിൽ ബി ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ? ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ മാസ് ഓഫ് ദ ബുള്ളറ്റ് ഈസ് 0.2. ബുള്ളറ്റിന്റെ മാസ് എത്രയാണ്? 0.2 kg ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യെസ്, ക്യാപിറ്റൽ വി, റീകോയിൽ വെലോസിറ്റി ഓഫ് ദി ഗൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? വീനെ അവിടെ എടുത്തിട്ട് എമ്മിനെ താഴോട്ടുണ്ടാവും. അപ്പോൾ എന്ത് വരും? വി ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു സ്മോൾ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സാർ, ആൻസർ വന്നോട്ടെ. യെസ്, ഒരു എണ്ണം കൂടെ പോകണം. യെസ്, ദേനാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. വി എത്ര കിട്ടും? -2 m/s എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണ്? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒരു ഹാർട്ട് കിട്ടോ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒരു ഹാർട്ട് കിട്ടോ. യെസ്, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂപ്പർ.
നോക്കിക്കോളൂട്ടാ. ഇതിന്റെയൊക്കെ വെലോസിറ്റി ഇടാ. ഈ പറഞ്ഞ റീകോയിൽ ഓഫ് ഗൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഫിഗർ നോക്കുക. വെൻ ദ കാർഡ് ഈസ് സഡൻലി സ്റ്റക്ക്, അത് ഈ കാർഡ് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദ കോയിൻ, ആ കോയിന് എന്ത് സംഭവിക്കും? വൈ. നമുക്കറിയാലോ, ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, അതിന്റെ മുകളിൽ കാർഡ്ബോർഡ്, അതിന്റെ മുകളിൽ കോയിൻ. ഈ കാർഡ്ബോർഡ് പെട്ടെന്ന് വലിച്ചാൽ എന്ത് സംഭവിക്കും? കാർഡ്ബോർഡ് പോലും ആ കോയിനെ വെള്ളത്തിൽ വീഴും. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസൺ ഇത്രയേ ഉള്ളൂ, ഇനേർഷ്യ ആയിട്ട് റെസ്റ്റ്. അതായത് ആ കോയിൻ റെസ്റ്റിലാണ് ഇരിക്കുന്നത്. ആ കോയിന് റെസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് ടെൻഡൻസി ഉള്ളത്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് അടിയുന്ന കാർഡ്ബോർഡ് വലിക്കുമ്പോൾ ഫോഴ്സ് എവിടെ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? അപ്പോൾ അതിന്റെ അടിഭാഗത്ത് മാത്രമേ, അതായത് ആ കാർഡ്ബോർഡിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കോയിൻ അപ്പോഴും റെസ്റ്റിലാണ്, അതിന് റെസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ് ടെൻഡൻസിയും. സോ കോയിൻ എന്ത് ചെയ്യും? നേരെ വെള്ളത്തിലേക്ക് വീഴും. To which law of motion is observed in the phenomenon related? ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണ്? ഈ ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്. സോ എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ? അതായത് എവറി ഒബ്ജക്ട് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് ബൈ an external unbalanced force. അല്ലേ? യെസ്. നെക്സ്റ്റ്. യെസ്, ഈ ഒരു ഹോക്കി സ്റ്റിക്കിന്റെ പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് അത് മാറ്റിക്കോ സാർ, കുഴപ്പമില്ല. യെസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിൽ. ഞാൻ പറയാൻ പോകുന്നത് നോക്കിയ മക്കളെ, സ്റ്റാർ ഇട്ട് വേണമെങ്കിൽ ഞാൻ തരാം, സ്റ്റാർ ഇട്ട് ഞാൻ തരാം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ഉറപ്പിച്ചോ. ഓക്കെ, യെസ്. എ ലോഡഡ് ലോറി ഓഫ് മാസ്, ഒരു ലോറിയുടെ മാസ് 12,000 കിലോഗ്രാം ആണ്. വിച്ച് മൂവ്സ് വിത്ത് എ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ട് 12 മീറ്റർ പെർ സെക്കൻഡ്. സോ ലോറിയുടെ മാസ് എത്രയാണ്? 12,000. ഓക്കെ, സോ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയാണ്? 12. ഓക്കെ, യെസ്. എന്നിട്ട് ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 10 മീറ്റർ പെർ സെക്കൻഡ് ആഫ്റ്റർ, അതായത് ഫൈനൽ വെലോസിറ്റി എത്ര? 5 മീറ്റർ പെർ സെക്കൻഡ്. എത്ര ടൈം കഴിഞ്ഞപ്പോൾ? 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ. Okay, so first question, what is the initial momentum? What is the initial momentum of the lorry? Sir, answer കാണിച്ചോ. യെസ്, നമുക്കറിയാം മാസ് 12,000 കിലോഗ്രാം, യു ഇനീഷ്യൽ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 5 അല്ലേ? നമുക്കറിയാം ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. സോ മാസ് എത്രയാണ്? 12,000, ഇനീഷ്യൽ വെലോസിറ്റി 12 ആണ്, യു 12 ആണ് അല്ലേ? സോ എത്രയാണ്? 1,44,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം എത്രയാണ് നോക്കിയിട്ട്? ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി അല്ലേ? സോ മാസ് എത്രയാണ്? 12,000 കിലോഗ്രാം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടും? 1,20,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നെക്സ്റ്റ് അടുത്തതാണ് ചേഞ്ച് ഇൻ മൊമെന്റം ചോദിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അതായത് 1,20,000 മൈനസ് 1,44,000. അപ്പോൾ എത്ര കിട്ടും? -24,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്നിട്ട് ചേഞ്ച് ഇൻ മൊമെന്റം. അടുത്തതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ചോദിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്. സോ ആൻസർ എത്ര കിട്ടും? -4,800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഓക്കെ, യെസ്. ഓക്കെ സാർ, നെക്സ്റ്റ്. A shot of mass 0.05 മൊമെന്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് നമ്മളിപ്പോൾ ചെയ്തതാണ്. മറ്റേ റീകോയിലിംഗ് ഓഫ് ഗൺ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ അത്രയും തന്നെ ഉള്ളൂ കേട്ടോ ഇത്. ഓക്കെ, യെസ്. ഇത് കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. എ ലാർജ് ട്രക്ക് ആൻഡ് കാർ, ഒരു വലിയ ട്രക്കും ഒരു കാറും, ബോത്ത് ആർ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് മാഗ്നിറ്റ്യൂഡ് വി, രണ്ടും വി വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാവ് എ ഹെഡ് ഓൺ കൊളീഷൻ, അതായത് കൂട്ടിമുട്ടി, നേർക്ക് നേരെ വന്ന് കൂട്ടിയിടിച്ചു. ബോത്ത് ഓഫ് ദം ആർ കം ടു റെസ്റ്റ് ആഫ്റ്റർ ദാറ്റ്, കൂട്ടിയിടിച്ച ശേഷം രണ്ടും എന്തായി? റെസ്റ്റിലായി. ഓക്കെ, കൊളീഷൻ എക്സിസ്റ്റ് ഫോർ 1 സെക്കൻഡ്, 1 സെക്കൻഡ് ഉണ്ടായുള്ളൂ കേട്ടോ കൊളീഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വെഹിക്കിൾ എക്സ്പീരിയൻസസ് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് ഇമ്പാക്ട്? ഒരു ട്രക്കും ഒരു കാറും കൂട്ടിയിടിച്ചു, ഏതിനായിരിക്കും കൂടുതൽ ഫോഴ്സ് ഓഫ് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടാവുക? ഏതിനായിരിക്കും? ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് ആക്ട് ഉണ്ടായിട്ടുണ്ടാവുക കാറിനായിരിക്കും. വിച്ച് വെഹിക്കിൾ എക്സ്പീരിയൻസസ് ഗ്രേറ്റർ ചേഞ്ച് ഇൻ മൊമെന്റം? അത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വെഹിക്കിൾസിനും ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടായിട്ടുണ്ട്, ഒരേപോലെ ആയിരിക്കും.
സി വിച്ച് വെഹിക്കിൾ എക്സ്പീരിയൻസസ് ഗ്രേറ്റ് ആക്സിലറേഷൻ? അത് കാർ ആയിരിക്കും. കാരണം ബിക്കോസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കാറിനെ സംബന്ധിച്ച് ലോറിക്ക് മാസ് കൂടുതലാണ്, കാറിന് മാസ് കുറവായതുകൊണ്ട് ആക്സിലറേഷൻ ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ഗ്രേറ്റർ ആക്സിലറേഷൻ ആയിരിക്കും ഈ പറഞ്ഞ കാറിനായിരിക്കും കേട്ടോ. അടുത്ത് വൈ ഈസ് കാർ ലൈക്ലി ടു സഫർ മോർ ഡാമേജ് ദാൻ ട്രക്ക്? സാർ ആൻസർ വന്നോട്ടെ. യെസ്, കാർ എക്സ്പീരിയൻസസ് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് ഇമ്പാക്ട്. അതേപോലെ തന്നെ രണ്ട് വാക്കുകളുടെയും ആക്കോജസം ചേഞ്ച് ഇൻ മൊമെന്റം സെയിം ആയിരിക്കും. പിന്നെ ആക്സിലറേഷൻ ഏതിനാണ് കൂടുതൽ? ആക്സിലറേഷൻ കാറിനാണ് കൂടുതൽ. ഇനി എന്തുകൊണ്ടാണ് കാറിന് ഇത്രയും ഇമ്പാക്ട് ഉണ്ടായത്? കാർ വിൽ ഹാവ് മോർ ഡാമേജ് ദാൻ ട്രക്ക് ബിക്കോസ് കാർ ഹാസ് ഗ്രേറ്റർ ആക്സിലറേഷൻ. കാറിന് മാസ് കുറവായതുകൊണ്ട് ആക്സിലറേഷൻ കൂടുതലായിരിക്കും കാറിന്. ഓക്കെ, അതുകൊണ്ടാണ് കാറിന് കൂടുതൽ അപകടം സംഭവിച്ചത് കേട്ടോ. ഓക്കെ സാർ, നെക്സ്റ്റ് സ്റ്റേറ്റ് ദ റീസൺ. ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. രണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, രണ്ട് ക്വസ്റ്റ്യൻ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും കേട്ടോ, ശ്രദ്ധിച്ചിരുന്നേക്കാം കേട്ടോ. സ്റ്റേറ്റ് ദ റീസൺ. കരാട്ടെ എക്സ്പേർട്ട് മൂവ് ദെയർ ഹാൻഡ്സ് വിത്ത് ഗ്രേറ്റർ സ്പീഡ് ടു ബ്രേക്ക് ദ സ്ട്രോങ് ബ്രിക്ക്. അതായത് കരാട്ടെ കുട്ടികൾ എന്ത് ചെയ്യും? ആ ഇഷ്ടിക വെച്ചിട്ട് ഇഷ്ടികയൊക്കെ ഒറ്റ കൈ കൊണ്ട് അടിച്ച് പൊളിക്കും ഇല്ല. അതിന്റെ റീസൺ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിന്റെ റീസൺ? എന്താണ് അതിന്റെ റീസൺ? എസ് ആർ വന്നോട്ടെ, അതിന്റെ റീസൺ വന്നോട്ടെ. യെസ്, ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ലാർജർ അല്ലേ. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ചെറിയ സമയത്തേക്ക് കൈകൊണ്ട് അടിക്കുമ്പോൾ ഒരു ചെറിയ സമയത്തേക്ക് ഇഷ്ടികയിൽ വന്നിടിക്കുന്ന ഫോഴ്സ് വളരെ വലുതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്, വൈൽ ക്യാച്ചിങ് ദ ക്രിക്കറ്റ് ബോൾ പ്ലെയർ ഡ്രോസ് ഹിസ് ഹാൻഡ്സ് ടു ബാക്ക്വേർഡ് അല്ലെ. എന്താണ് ക്യാച്ച് ചെയ്യുന്ന സമയത്ത്, ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് കൈ എന്താണ് പുറകോട്ട് വലിക്കുന്നു. സാർ അതിന്റെ ആൻസർ ഒന്ന് കാണിച്ചു. To decrease us the force increase in time അല്ലെ. അതായത് ആ റെസ്റ്റിലേക്ക് വരാനുള്ള ടൈം എടുക്കുന്നതാണ്, അതായത് ഇമ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കുകയാണ്. നെക്സ്റ്റ്, എ റണ്ണിങ് അത്ലറ്റ് കനോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് അബ്രക്ട്ലി അറ്റ് ദ ഫിനിഷിംഗ് ഇൻ എ ലൈൻ. അതായത് നമ്മളെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ലറ്റ് ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് നേരം ഇങ്ങനെ ഓടിപ്പോകും. കാര്യം എന്താ? പെട്ടെന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? ഓടിക്കൊണ്ടിരിക്കുന്ന അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോഡി ഏത് സ്റ്റേറ്റിലാണ്? മോഷൻ സ്റ്റേറ്റിലാണ്. അതായത് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. അയാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ സ്റ്റോപ്പ് ആവാൻ പറ്റില്ല, കാരണം അവിടെ ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. സാർ ക്വസ്റ്റ്യൻ ലാസ്റ്റത്തത്, ഇറ്റ് ഈസ് ഈസി ടു സ്റ്റോപ്പ് എ റോളിംഗ് എം ടി ഡ്രം ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് എ റോളിംഗ് ഡ്രം ഫിൽഡ് വിത്ത് എ ടാർ. അതായത് നമ്മുടെ ടാറിൻ്റെ ഒക്കെ വീപ്പ അല്ലേ, അത് ടാറില്ലാത്ത വീപ്പയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ടാറ് നിറഞ്ഞിരിക്കുന്ന വീപ്പയാണെങ്കിൽ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ബിക്കോസ് മാസ് ആൻഡ് മൊമെന്റം. സോ ഇനേർഷ്യ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് മാസ്. മാസും ഇനേർഷ്യയും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ഓക്കെ, മാസ് കൂടിയാൽ ഇനേർഷ്യയും കൂടുതലായിരിക്കും. ഓക്കെ, യെസ്, നെക്സ്റ്റ്. All are aware of Newton's third law. ന്യൂട്ടന്റെ തേർഡ് ലോ എല്ലാവർക്കും നല്ല പരിചയമായിരിക്കും. എക്സ്പ്ലെയിൻ ദ റോക്കറ്റ് പ്രൊപ്പൽഷൻ ഓൺ ദ ബേസിസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് റോക്കറ്റ് പ്രൊപ്പൽഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സാർ വന്നോട്ടെ ആൻസർ. At the high pressure of gas ejecting out from the combustion chamber to the atmosphere is the action. അതായത് റോക്കറ്റിന്റെ കമ്പസ്റ്റൻ ചേംബറിൽ നിന്നും ഹൈ പ്രഷറിൽ ഗ്യാസുകൾ പുറത്തേക്ക് തള്ളും. ഓക്കെ, അതാണ് ആക്ഷൻ. അതിന്റെ ഫലമായിട്ട് അറ്റ്മോസ്ഫിയർ തിരിച്ചൊരു ഫോഴ്സ് റോക്കറ്റിൽ കൊടുക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ടാണ് റോക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ സാർ, നെക്സ്റ്റ്. യെസ്, ഓക്കെ മക്കളെ. അല്ല, ക്വസ്റ്റ്യൻ അതിന് മുമ്പത്തെ ബി ക്വസ്റ്റ്യൻ. If we push a cart on the mud, it won't move. What may be the reason? അതായത് ചതുപ്പ് നിലങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു വണ്ടി, ചതുപ്പ് നിലം എന്നൊക്കെ പറഞ്ഞാൽ ഈ ചെളിയുള്ള ഭാഗത്ത് ഒരു വണ്ടി പെട്ടുന്നിരിക്കും. പക്ഷെ നമുക്ക് തള്ളി നീക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് തള്ളി നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു ഫോഴ്സ് ഗ്രൗണ്ടിൽ കൊടുക്കുമ്പോൾ തിരിച്ചൊരു ഫോഴ്സ്, റിയാക്ഷൻ ഫോഴ്സ് നമ്മൾക്ക് തരണം. വേണ്ട, എന്നാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകൂ. പക്ഷേ ആ മഡ് സർഫസിൽ നിന്നും നമുക്കൊരു റിയാക്ഷൻ ഫോഴ്സ് കിട്ടൂല, ഒരു പ്രതിപ്രവർത്തനം കിട്ടൂല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഒരു മഡ് സർഫസിൽ നിന്നുകൊണ്ട് ഒരു വണ്ടി തള്ളാൻ സാധിക്കാത്തത്. ഓക്കെ, യെസ്. അപ്പൊ 3 ചാപ്റ്റർ നിസ്സാര സമയം കൊണ്ട് 7 മണിക്കല്ലേ തുടങ്ങിയുള്ളൂ. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു? 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മണിക്കൂറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത 3 ചാപ്റ്ററുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വേഗം റെഡി ആയിക്കോളൂ. 4ാമത്തെ ചാപ്റ്ററുമായിട്ട് ഫെബിൻ സാർ വരും. ഓക്കെ, യെസ്, വേഗം റെഡി ആയിരുന്നുള്ളൂ ടാ. ഓക്കെ.
ഓക്കെ മക്കളെ, ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ ദേവൻ സാറിൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ 4th ചാപ്റ്ററാണ്, ഗ്രാവിറ്റേഷൻ. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. പൊതുവായിട്ട് സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, നമുക്ക് അതങ്ങനെ ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് പോവാം. തുടക്കത്തിൽ തന്നെ കാണിച്ചു സാറേ. യെസ്, ചോദ്യം ഇതാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്, വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ഫസ്റ്റ്, ഇൻ പോളാർ റീജിയൻ ദ വാല്യൂ ഓഫ് ജി ഈസ് മോർ. ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം എന്താ? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കേട്ടോ. ഭൂഗുരുത്വാകർഷണ ത്വരണമാണ് അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണമാണ്. അതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ വന്നോ? എവിടെ 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 വരട്ടെ. യെസ്, 0. ആൻസർ 0 എന്നാണ്. അടുത്തത് വാല്യൂ ഓഫ് ജി അറ്റ് എർത്ത് 9.83 ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ജി അറ്റ് മൂണിൽ എത്രയാണ്? എല്ലാവർക്കും അറിയാമല്ലോ, 1.62 m/s² ആണ്. പിന്നെ കോമൺ ബാലൻസ്, സാധാരണ ത്രാസ് ആണെങ്കിൽ മാസം അളക്കാൻ യൂസ് ചെയ്യുന്നത്. സ്പ്രിംഗ് ബാലൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനായിരിക്കും? വെയിറ്റ് ആണ്, ഭാരമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്കത് എഴുതാൻ കിട്ടണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ ഡാഷ് വെയർ ആൻ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ്. ഒരു വസ്തു ഭൂമിയുടെ ഏത് പ്രദേശത്താണ് ഏറ്റവും പരമാവധി ഭാരം അനുഭവപ്പെടുന്നത് ചോദിക്കണം. പോൾസിലാണോ, ഇക്വേറ്ററിലാണോ, ഭൂമധ്യരേഖ പ്രദേശത്താണോ, അല്ലെങ്കിൽ ധ്രുവ പ്രദേശത്താണെന്ന് ചോദിക്കണം. എവിടെയിരിക്കും? യെസ്, പോൾസിലാണ്. ആണോ? പോൾസിലാണ്, ധ്രുവ പ്രദേശത്താണ്. കാരണം അവിടെ ഭൂമിക്ക് റേഡിയസ് കുറവാണ്, ആരം കുറവാണ്. മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പരമാവധി ആകർഷണ ബലം ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. വെരി ഗുഡ്. അടുത്തത് ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, നോക്കിയേ. ബാങ്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാ? സെന്റർ ഓഫ് ഗ്രാവിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അത് ഭൂഗുരുത്വ കേന്ദ്രം എന്നാണ് എന്നെ പറയണേ. ഒരു വസ്തുവിൻ്റെ മാസ്, അത് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഭാരം, അതിൻ്റെ വെയിറ്റ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ്. ഉദാഹരണത്തിന് ഡബിൾ ഡക്കർ ബസ്, മുകളിലെ നിലയിൽ കയറിയിരിക്കാൻ പറ്റുന്ന ബസ്സുകളില്ലേ, താഴത്തെ ഭാഗം ഒഴിച്ചിട്ടിട്ട് ഭൂരിഭാഗം ആൾക്കാരെ മുകളിലത്തെ നിലയിലേക്ക് വരെ എന്ത് പറ്റും? ബസ് മറിയൂലേ. കാരണം എന്താ? അതിൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലേക്ക് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വ കേന്ദ്രം എന്ന് പറയണേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഗുരുത്വ കേന്ദ്രത്തെ ബേസ് ചെയ്തുകൊണ്ട് തരംതിരിക്കാനാണ്. ഒന്ന് ബാങ്കിളാണ്, വളയാണ്, പിന്നെ സ്ഫിയർ, ഗോളം, റിങ്, മോതിരം, ബൂമറാങ്. ഇതിൽ ആൻസർ വരുന്ന സ്ഫിയറാണ്. കാരണം സ്ഫിയറിന്റെ, ഗോളത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അതിന്റെ ഉള്ളിലായിരിക്കും. ബാക്കിയുള്ളതിൻ്റെയൊക്കെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? പുറത്താണ് വരുന്നത് കേട്ടോ. ഗുരുത്വ കേന്ദ്രം പുറത്താണ് വരുന്നത്. അതിനാണ് ആൻസർ കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനല്ല, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പുറമേ എന്നുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇട്ടതാണിത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, മാസും വെയിറ്റും തമ്മിലുള്ള ബന്ധം തരംതിരിച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാലോ, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, ദ്രവ്യത്തിൻ്റെ അളവ് എന്തിൽ വരും? മാസിൽ വരും. യൂണിറ്റ് ഈസ് കിലോഗ്രാം വെയിറ്റ്. കിലോഗ്രാം വെയിറ്റ് ആണെങ്കിൽ എന്തിൽ വരും? ഭാരം, വെയിറ്റ് വരും. മാസിൻ്റെയും യൂണിറ്റ് കിലോഗ്രാം തന്നെയാണ് കേട്ടോ. ഇറ്റ് ഈസ് സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്താ? അദിശ അളവാണെങ്കിൽ എന്തിൽ വരും? മാസിൽ വരും. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സെർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദ ബോഡി. ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം അതേതായിരിക്കും? വെയിറ്റ് ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നാലോ. അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് എന്തായാലും ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കും. 2 ഒബ്ജക്റ്റുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് 10 കിലോഗ്രാം, അടുത്ത ഒബ്ജക്റ്റിന്റെ മാസ് 40 കിലോഗ്രാം. നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ആണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? അങ്ങനെയെങ്കിൽ എയും സിയും തമ്മിലുള്ള ആകർഷണ ബലം കണ്ടുപിടിക്കാം. നമുക്ക് എയും സിയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണണം. അടുത്തത്, എ എന്ന വസ്തുവിന്റെ മാസ് പകുതിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് സംഭവിക്കും? ഹാഫ് ആക്കി കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആരുടെയെങ്കിലും ഒരാളുടെ മാസ് പകുതിയാക്കിയാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും മക്കളെ? പകുതിയാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹാഫ് ആവും. ഇനി എ ബി ഇവയുടെ മാസുകൾ മാറ്റാതെ ആകർഷണ ബലം കൂട്ടാൻ എയുടെ മാസും ബിയുടെ മാസും ഞാൻ മാറ്റണില്ല. പക്ഷെ ഫോഴ്സ് ഇവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം എന്ത് ചെയ്യണം? കൂട്ടണം. എന്ത് മാറ്റം ഇവിടെ വരുത്തണം? എന്ത് ചെയ്താൽ മതി? ഇവ തമ്മിലുള്ള അകലം കുറച്ചാൽ മതി. അകലം കുറയ്ക്കുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആകർഷണ ബലം കൂടും. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണാൻ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ F is equal to G m1m2/d². ജിയുടെ വാല്യൂ നിങ്ങൾക്കറിയാം 6.67 ഇവിടെ കൊടുത്തിട്ടുണ്ട്. × 10⁻⁻11 ആണ്. ഇൻറ്റു m1 എന്ന് പറഞ്ഞാൽ 10, ഇൻറ്റു m2 എന്ന് പറഞ്ഞാൽ 40, ഡിവൈഡ് ബൈ എന്ത് വരും? 4 വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 10 × 40 എന്ന് പറഞ്ഞാൽ 400 വരും അല്ലേ. 400 ഡിവൈഡ് ബൈ 4 ചെയ്യുക ആദ്യം. 400 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 100 വരും. ആ 100നെ ഈ 6.67 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 667 കിട്ടും. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ 667 × 10⁻⁻11 ന്യൂട്ടൺ എന്നായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടണേ.
ആ 10⁻⁻11 വീണ്ടും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ഇതിലേക്ക് എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. 10⁻11 പവറിൽ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ബാക്കിയുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്താൽ മതിയാവും കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം സാർ. അതെ, വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. ഭൂമിയുടെ പടം തന്നിരിക്കുന്നു. ചോദ്യം കണ്ടോ, എന്താ? അറ്റ് വിച്ച് പ്ലേസ് ഓൺ ദി എർത്ത് ദ വാല്യൂ ഓഫ് ജി ഈസ് മാക്സിമം. ജിയുടെ വാല്യൂ മാക്സിമം വരുന്ന എവിടെയാണ്? ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എ കൊടുത്തിട്ടുണ്ട്, ബി കൊടുത്തിട്ടുണ്ട്, സി കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ജിയുടെ വാല്യൂ മാക്സിമം? ഓപ്ഷൻ തരാം, ആര് പറയും? ഒന്ന് റിപ്ലൈ തന്നെ. എവിടെയാണ്? പോൾസ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ പോൾസ് എടുത്ത് പറയുന്നത് ഇവിടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ പറയണം. എ ആണോ, ബി ആണോ, സി ആണോ? എ ആണ്, കറക്റ്റ് ആണ്. ഇനി കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് ദി ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 കിലോഗ്രാം ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഭൂമിയിൽ 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു ഇരിക്കുകയാണ്, അതിന്റെ ഭാരം കണ്ടുപിടിക്കണം. ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10, നിങ്ങൾക്ക് 10 എന്നുള്ളത് വേണമെങ്കിൽ 9.8 എടുത്ത് ചെയ്യാം കേട്ടോ, അതാണ് കറക്റ്റ് വാല്യൂ. വാട്ട് ഈസ് ദ മാസ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഓൺ ദി മൂൺ? അത് സിമ്പിൾ ആണ്. ഏതൊരു ഒബ്ജക്റ്റിന്റെ മാസ് എപ്പോഴും, മാസിന് ഒരിക്കലും ഒരു സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവില്ല, മാസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ മാസിന് വ്യത്യാസമില്ല എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. 50 കിലോഗ്രാം. ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, F = mg ആണ്. അപ്പോൾ m നിങ്ങൾക്കറിയാം 50 ആണ്. ജിയുടെ വാല്യൂ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 എടുക്കാം, അല്ലെങ്കിൽ 9.8 എടുക്കാം. എന്തെടുത്താലും ചെറിയ വേരിയേഷനെ വരൂ. 9.8 എടുത്തു കഴിഞ്ഞാൽ 490 ന്യൂട്ടൺ കിട്ടും, 10 എടുത്തു കഴിഞ്ഞാൽ 500 കിട്ടും. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അതിന് കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡ് ബൈ 10 എടുക്കാൻ, കാരണം ബ്രാക്കറ്റിൽ 10 തന്നേക്കണോണ്ട്, അല്ലെങ്കിൽ 9.8 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കിലോഗ്രാം വെയിറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യം എവിടെയാണ് ജിയുടെ വാല്യൂ മാക്സിമം എന്നല്ലേ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന പടം അനുസരിച്ചിട്ട് എ ആണ് അവിടെ പോൾ. ഇവിടെ കുറെ പേര് എനിക്ക് ആൻസർ തന്നു പോൾ ധ്രുവ പ്രദേശം തന്നു. കറക്റ്റ് ആണ്, എ ആണ്. പോളാണ്, പോളാർ റീജിയൻ. അപ്പോൾ പക്ഷെ പോൾ എന്നല്ല ഇവിടെ എഴുതേണ്ടത്, നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് എഴുതണം. അപ്പോൾ ഏത് എഴുതണം? എ എന്ന് വേണം നിങ്ങൾ എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ, കറക്റ്റ്, അടിപൊളി. യെസ്, അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്തത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. From the following, find the correct statement regarding acceleration due to gravity. ഭൂഗുരുത്വ ത്വരണത്തെ അടിസ്ഥാനമാക്കിയിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഫസ്റ്റ്, സെയിം അറ്റ് ഓൾ ദ പ്ലേസ് ഓൺ ഇത്. എല്ലാ സ്ഥലത്തും ഒരേപോലെ, ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. അടുത്ത്, മോർ ഫോർ ഹയർ മാസ് ആൻഡ് ലെസ് ഫോർ ലോവർ മാസ്. മാസ് കൂടിയ വസ്തുവിൽ കൂടുതലും മാസ് കുറഞ്ഞ വസ്തുവിൽ കുറവായിരിക്കും. അടുത്തത്, സെയിം ഫോർ ബോഡീസ് ഓഫ് ഹയർ മാസ് ആൻഡ് ലോവർ മാസ്. നോക്കിയേ, മാസ് കൂടിയതിലും കുറഞ്ഞതിലും ഒരുപോലെ ആയിരിക്കും. ലാസ്റ്റ്, ലെസ് ഫോർ ഹയർ മാസ് ആൻഡ് മോർ ഫോർ ലോവർ മാസ്. മാസ് കൂടിയ വസ്തുവിൽ കുറവും മാസ് കുറഞ്ഞതിൽ കൂടുതലായിരിക്കും. ഇതിൽ ഏതായിരിക്കും ആൻസർ? മൂന്നാമത്തെയാണ് കേട്ടോ. സെയിം ഫോർ ബോഡീസ് ഓഫ് ഹയർ മാസ് ആൻഡ് ലോവർ മാസ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടി പോവാം. മാസ് കൂടിയതിലും കുറഞ്ഞതിലും ഒരുപോലെ കണ്ടോ, മൂന്നാമത്തെ ഉണ്ടോ, മാസ് കൂടിയതിലും കുറഞ്ഞതിലും ഒരുപോലെ. എനിക്ക് അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, ഇമ്പോർട്ടന്റ് സാധനം. ഒരു മാർക്കിന്റെ സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടും. 2 ഒബ്ജക്റ്റുകൾ തന്നിരിക്കുന്നു. ഫസ്റ്റത്തെ കോമൺ ബാലൻസ്, സാധാരണ ത്രാസും, അടുത്ത സ്പ്രിംഗ് ബാലൻസും ആണ്. ചോദ്യം ഇതാണ്, ഇവയിൽ ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് അളക്കാൻ പറ്റുന്നത്? വെയിറ്റ് അളക്കാൻ പറ്റുന്ന ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏതാണ്? രണ്ടാമത്തെ ഏതാണ്? സ്പ്രിംഗ് ബാലൻസ് ആണ് കേട്ടോ. ആൻസർ എന്താണ്? ബി ആണ് കേട്ടോ. ഓക്കെ, ഉപകരണം ബി, ഡിവൈസ് ബി ആണ്. ഓക്കെ, അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് സാധനം. നോക്കിക്കോ, ചോദ്യം ഇതാണ്. ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 60 ന്യൂട്ടൺ ഓൺ എർത്ത്, ബട്ട് ഇറ്റ്സ് വെയിറ്റ് ഓൺ ദി മൂൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 10 ന്യൂട്ടൺ. ഭൂമിയിൽ 60 ന്യൂട്ടൺ ആണ് ഭാരമെങ്കിൽ മൂണിലായപ്പോൾ അത് 10 ന്യൂട്ടൺ ആയി. ചോദ്യം ഇതാണ്, റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഡിപ്പെൻഡ്സ്. ഒരു വസ്തുവിന്റെ ഭാരം ഏതെല്ലാം ഘടകത്തെ ആശ്രയിച്ചിരിക്കും? അടുത്തത്, ദ ഒബ്ജക്ട് എക്സ്പീരിയൻസ് ലെസ് വെയിറ്റ് ഓൺ ദ മൂൺ ബൈ. ചന്ദ്രനിൽ ഭാരക്കുറവ്. വേറൊന്നുമല്ല, എപ്പോഴും ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ മാസിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്മോൾ ലെറ്റർ ജി ആണ്. അപ്പൊ സ്മോൾ ലെറ്റർ ജി മാറുന്ന അനുസരിച്ചിട്ട് വെയിറ്റിന് എന്ത് വരാം? മാറ്റം വരാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാൽ സാർ ആൻസർ കാണിച്ചു. എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണ്. ഒന്ന് കണ്ടോ, mg ആണ്. ഒന്ന് മാസും, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണമാണ്. ഓക്കെ, ഇനി അടുത്തത്, ജിയുടെ വാല്യൂ മാറുന്ന അനുസരിച്ചിട്ട് നമുക്ക് വെയിറ്റ് മാറാം. ജിയുടെ വാല്യൂ എർത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൂണില്, ചന്ദ്രനിൽ എന്താണ്? കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് നോക്കിയേ, ദ മോഷൻ ഓഫ് എ ഡിഫറെന്റ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. പല വസ്തുക്കളുടെയും ചലനം സൂചിപ്പിക്കുന്നു. നോക്കിയേ, ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം ദി ഹൈറ്റ്. ഉയരത്തിന്ന് ഒരു കല്ല് താഴേക്ക് പതിക്കുന്നു. ദ മോഷൻ ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കൽ അപ്വേർഡ്. ഒരു കല്ലിനെ മുകളിലേക്ക് നിങ്ങൾ എറിയുന്നത്. എ ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്. ഒരു ലിഫ്റ്റ് താഴേക്ക് വരുന്നത്. എന്നിട്ട് ചോദിച്ചിരുന്നത്, വിച്ച് മോഷൻ റെപ്രസെന്റ് ഫ്രീ ഫോൾ. നിർബാധ പതനത്തെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വസ്തു വെറുതെ താഴേക്ക് വീഴുന്നതല്ലേ, അത് സൂചിപ്പിക്കുന്ന ഏതാണ്? എ ആണ്. ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു ഉയരത്തിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് പതിക്കുന്നതാണ്. അടുത്തത്,
വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് വെൻ ഇറ്റ് ഈസ് ഫ്രീ ഫോൾ? എക്സ്പ്ലെയിൻ ദ റീസൺ. നിർബാധം പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഭാരം എത്രയായിരിക്കും? കാരണം ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ആൻസർ കാണിച്ചോ. കാരണം നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ആ താഴേക്ക് പതിക്കുന്ന വസ്തുവിന്റെ ഭാരം അല്ലെ അതെന്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും അതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ആക്സിലറേഷൻ കൊടുക്കാൻ ത്വരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അതെന്ത് ചെയ്യുന്നത്? പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് അതിന് എന്ത് അനുഭവപ്പെടുന്നു? ഭാരമില്ലായ്മ അനുഭവപ്പെടാനും കാരണമാകുന്നു കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് ഈ ഒരു പടം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ പടത്തിനെ ബേസ് ചെയ്തിട്ട് വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ? എന്താണ് വർത്തുള ചലനം എന്ന് ചോദിക്കുന്നുണ്ട്. സമവർത്തുള ചലനം, അതായത് അത് ചലിക്കേണ്ടത് ഏത് പാതയിലായിരിക്കണം? ഒരു സർക്കുലർ പാത്ത്, വൃത്തപാതയിലായിരിക്കണം. തുല്യമായ സമയവേളകളിൽ ഈക്വൽ ടൈം ഇന്റർവെൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ വേണം? ട്രാവൽ ചെയ്യാൻ വേണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന് യൂണിഫോം സർക്കുലർ മോഷൻ, സമവർത്തുള ചലനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാനായിട്ട് പറ്റുള്ളൂ. സാറെ കാണിച്ചോ. അടുത്തത് റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു നിങ്ങളുടെ വാച്ചിലെയോ ക്ലോക്കിലേക്കോ മിനിറ്റ് സൂചിയില്ലേ അതിന്റെ ചലനം എന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ, സമവർത്തുള ചലനമാണ്. ഇനി ഇഫ് ദിസ് ഒബ്ജക്റ്റ് ഈസ് ലോ സെൻട്രിപെറ്റൽ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് എ വൈൽ ഇൻ സർക്കുലർ മോഷൻ ഡ്രോ ദ പാത്ത് ഓഫ് ദി മൂവ്മെന്റ്. അതായത് സർക്കുലർ മോഷനുള്ള ഒരു സാധനം അതിനൊരു പോയിന്റ് നിന്ന് അത് അതിന്റെ ആ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ബലമില്ല, സെൻട്രിപെറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ബലം ഇല്ലാതായി കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? അത് മൂവ് ചെയ്യണമെന്ന് ചോദിക്കണം. അത് സംശയമൊന്നും വേണ്ട. എവിടെ നിന്നാണോ ബലം പോണേ അവിടെ നിന്ന് നിങ്ങളൊരു ടാൻജന്റ് തൊടുവര വരച്ചാൽ ആ തൊടുവരയിലൂടെ ആയിരിക്കും ആ സാധനം എന്ത് ചെയ്യണത്? തെറിച്ച് പോണതിനെ ടാൻജൻഷ്യൽ മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. തൊടുവരയിലൂടെയുള്ള ചലനം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും എഴുതാൻ പറ്റും. ലാസ്റ്റ് ടോപ്പിക് ആണ് ആ ചാപ്റ്ററിൽ കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് വാട്ട് വുഡ് ബി ദ വെയിറ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് 50 കിലോഗ്രാം ആൻഡ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത്? ഒരു ഭൂമിയുടെ കേന്ദ്രത്തിൽ 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ വെച്ചാൽ അതിന്റെ ഭാരം എത്രയായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. കേന്ദ്രത്തിൽ എന്തായിരിക്കും? അതിന്റെ ഭാരം 0. കാരണം ജിയുടെ വാല്യൂ കേന്ദ്രത്തിൽ 0 ആയതുകൊണ്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ F is equal to mg, മാസ് 50, ജിയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ 50 × 0 ആൻസർ എന്ത് വരും? 0 എന്ന് വരും കേട്ടോ. 0 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, കുറേ പേര് എനിക്ക് ഉത്തരവാദിച്ചു തരുന്നുണ്ട്. അടിപൊളി. ദേവൂസ്, ദിവ്യ രാജേന്ദ്രൻ, മഹേഷ്, മരിയ, മാളവിക അല്ലെ, ശ്രീഹരി, അങ്ങനെ കുറേ പേര് ഉത്തരവാദിക്കുന്നുണ്ട്. വെരി ഗുഡ് കേട്ടോ. അടിപൊളി. ഓക്കെ, അടുത്തത് വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു കണ്ടോ. അതേ നോക്കിയേ, 2 ഡിവൈസ് നെയിം ദ ഡിവൈസ് ഇൻ ദ ഫിഗർ. ഫസ്റ്റ് കോമൺ ബാലൻസ്, സാധാരണ ത്രാസ്, അടുത്ത സ്പ്രിംഗ് ബാലൻസും ആണ് കേട്ടോ. വിച്ച് among these devices is used to measure the weight of a body? ഒരു വസ്തുവിന്റെ വെയിറ്റ് അളക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? സ്പ്രിംഗ് ബാലൻസ് ആണ്. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ 1 കിലോഗ്രാം വെയിറ്റ്? 1 കിലോഗ്രാം വെയിറ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് നോക്കാം എന്താണ് 1 കിലോഗ്രാം വെയിറ്റ്. 1 കിലോഗ്രാം വെയിറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബൈ ദ എർത്ത് ഓൺ ദ ഒബ്ജക്റ്റ് ഓഫ് മാസ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായിട്ടുള്ള ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 കിലോഗ്രാം വെയിറ്റ് അഥവാ 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഒരു പടം ഞാൻ വീണ്ടും നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഒന്നുകൂടി കാണിക്കുകയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. നോക്കിയേ, ചോദ്യം ഇതാണ്. ഫിഗർ തന്നിരിക്കുന്നു. ABC എന്ന് പറഞ്ഞ പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുന്നു കണ്ടോ. ഇൻ വിച്ച് പ്ലേസ് ദ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ്? പരമാവധി ഭാരം അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ദേ വന്നു, എയിലാണ്. കാരണം പോൾസിലായിരിക്കും. അവിടെയാണ് ഭൂമിക്ക് റേഡിയസ് കുറവാണ്, ആരം കുറവായതുകൊണ്ട് അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആകർഷണ ബലം കൂടുതലാണ് അല്ലേ. ഓക്കെ, അവിടെ ജിയുടെ വാല്യൂ കൂടുതലാണ്. ജിയുടെ മൂല്യം 9.83 ആയിരിക്കും അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ചെറിയ വേരിയേഷൻ ഇക്വേറ്ററിൽ വരുമ്പോൾ അത് മാറും അല്ലേ. ആ 83 എന്നുള്ള വാല്യൂവിന് ചെറിയൊരു കുറവ് സംഭവിക്കും ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ അല്ലേ. ഇനി ബി, ഇൻ വിച്ച് പ്ലേസ് ദ ബോഡി എക്സ്പീരിയൻസ് മിനിമം വെയിറ്റ്? ഭാരക്കുറവ് അനുഭവപ്പെടുന്ന എവിടെ ആയിരിക്കുള്ളൂ? കുറവ് ഭാരം ഇക്വേറ്ററിലായിരിക്കും, ഭൂമധ്യരേഖ പ്രദേശത്തായിരിക്കും. ജിയുടെ മൂല്യം അവിടെ കുറവാണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ കുറവാണ് അല്ലേ. ജസ്റ്റിഫൈ യുവർ ആൻസർ. സെയിം ഞാനിപ്പോൾ പറഞ്ഞ റീസൺ തന്നെയാണ്. കാണിക്കാം സാർ ആൻസറിലേക്ക്. ഓക്കെ കേട്ടോ. ഇൻ പോൾസ് ദ വാല്യൂ ഓഫ് ജി ഈസ് മാക്സിമം, സോ ദ വെയിറ്റ് ഈസ് മാക്സിമം. ഇൻ ഇക്വേറ്റർ ദ വാല്യൂ ഓഫ് ജി ഈസ് മിനിമം, സോ ദ വെയിറ്റ് ഈസ് മിനിമം. നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് ജിയുടെ മൂല്യം കുറവായതിനാൽ വെയിറ്റ്, ഭാരവും കുറവായിരിക്കും. പോൾസിൽ നമ്മുടെ ധ്രുവപ്രദേശത്ത് ജിയുടെ വാല്യൂ മാക്സിമം, ജിയുടെ വാല്യൂ പരമാവധി ആയതിനാൽ അവിടെ എന്തായിരിക്കുള്ളൂ? നമ്മുടെ വെയിറ്റ് മാക്സിമം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് 4th ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പരീക്ഷയ്ക്ക് വരുള്ളൂ കേട്ടോ. നന്നായി നോക്കിക്കോ. അതിൽ പ്രോബ്ലംസ് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. മാസ് എന്ന് വെയിറ്റ് കാണാനുള്ള പ്രോബ്ലവും
യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഭാഗത്തെ ഫോഴ്സ് കാണുന്ന പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കും. ഭൂമിയുടെ പടമൊക്കെ ഒന്ന് നോക്കി വെച്ചോ, ജിയുടെ വാല്യൂവും എവിടെയാണ് വെയിറ്റ് കൂടുതൽ എവിടെയാണ് വെയിറ്റ് കുറവ് സാധനം നോക്കിക്കോട്ടോ. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. അപ്പോൾ നന്നായിട്ട് നോക്കുക. അടുത്ത 5th ചാപ്റ്റർ ആണ്. 5th ചാപ്റ്റർ പറഞ്ഞു തരാനായിട്ട് ദേവൻ സാർ ഇപ്പം തന്നെ വരും. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത് 5, 6, 7 ചാപ്റ്ററുകൾ. ഒരുപാട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, യെസ്. ഗൈസ്, 5ാമത്തെ ചാപ്റ്റർ അല്ലേ? 5, അത് കഴിഞ്ഞ 6, അത് കഴിഞ്ഞ 7 കഴിഞ്ഞു കേട്ടോ. പരിപാടി കഴിഞ്ഞു നമ്മുടെ. ഓക്കെ, സോ 5ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. തുടങ്ങാൻ പോവാണ്. റെഡി ആയിരുന്നു. 5ാമത്തെ ചാപ്റ്റർ കുറച്ച് പ്രോബ്ലം ഓറിയൻ്റ്, കുറച്ച് നല്ല പ്രോബ്ലം ആണ് ഇന്ന് വരിക. ഓക്കെ, സോ തുടങ്ങാം. 5ാമത്തെ ചാപ്റ്റർ നോക്കിയേ. വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F ഇൻറ്റു എസ് ആണ്. അങ്ങനെ പവർ എന്താണ് ചാറ്റിലായി എന്താണ് പവർ എന്താ? യെസ്, വർക്ക് ബൈ ടൈം. അതാണ് എന്താണ് ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്ത വർക്ക്, അതായത് വർക്ക് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ദേവൻ സാറേ എന്തോ എൻ്റെ പിന്നെ സെറാദീപ്. ഓക്കെ, കൈനറ്റിക് എനർജി ½ mv². മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി mv. അടുത്ത് കൈനറ്റിക് എനർജി ½ mv². പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? mgh. ഓക്കെ, അടുത്തത് വർക്കിന്റെ ജൂൾ. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ പവറിന്റെ യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് എന്താണ് പവറിന്റെ യൂണിറ്റ്? യെസ്, വാട്ട്. വെരി ഗുഡ് വാട്ട്. നെക്സ്റ്റ്, അടുത്തത് ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് വെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് വെയർ. ആദ്യത്തെ ജോഡിയിലെ ബന്ധം മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ ജോഡി പൂരിപ്പിക്കാനാണ് പറയുന്നത്. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, പൊട്ടൻഷ്യൽ എനർജി. അതായത് ഒരു വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം, അതിലുള്ള എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ, ഗണ്ണിൽ നിന്നും പോകുന്ന ബുള്ളറ്റ്, അതിന് വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 3 സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു വർക്ക് ആർ ഗിവൺ ബിലോ. വർക്കുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് പുഷിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 10 കിലോഗ്രാം അക്രോസ് എ ഹൊറിസോണ്ടൽ ഫ്ലോർ. ഹൊറിസോണ്ടൽ ഫ്ലോർ, ഒരു തിരശ്ചീനമായ ഒരു ഫ്ലോറിലൂടെ 10 കിലോഗ്രാം വസ്തു തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ്, ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ. 5 മീറ്റർ ഉയരത്തിലേക്ക് ഒരു വസ്തു ഉയർത്തി വെക്കുന്നു. മൂന്നാമത് എ ബോയ് സ്റ്റാൻഡിങ് സ്റ്റിൽ വിത്ത് ആൻ ഒബ്ജക്റ്റ് ഓൺ ഹിസ് ഹെഡ്. ഒരുത്തൻ ഒരു ഭാരമുള്ള ഒരു വസ്തു അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് അനങ്ങാതെ നിൽക്കുന്നു. സ്റ്റിൽ. ഇൻ വിച്ച് ഓഫ് ദ എബോവ് സിറ്റുവേഷൻസ് വർക്ക് ഈസ് നോട്ട് ഡൺ ആൻഡ് ഗിവ് റീസൺ. ഇതിൽ ഏത് സിറ്റുവേഷനാണ് പ്രവൃത്തി ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തില്ല എന്ന് പറയാൻ കഴിയുക? ഏതാണ്? യെസ്, മൂന്നാമത് എ ബോയ് സ്റ്റാൻഡിങ് സ്റ്റിൽ വിത്ത് ആൻ ഒബ്ജക്റ്റ് ഓൺ ഹിസ് ഹെഡ്. അതായത് ഒരു വസ്തു തലയിൽ ചുമന്നുകൊണ്ട് അനങ്ങാതെ നിൽക്കുന്ന ഒരുവൻ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ആൻഡ് ഗിവ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിവ് റീസൺ എന്താ? ഒന്നുമില്ല. വർക്ക് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാവണം. ഇപ്പൊ തള്ളി നീക്കുന്ന ഒരുത്തരാണെങ്കിൽ അവൻ തള്ളുമ്പോൾ അതിനനുസരിച്ച് ആ വസ്തുവും പോകുന്നുണ്ട്. ഓക്കെ, സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ മാത്രമേ അവിടെ എന്ത് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ? വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഈ മൂന്നാമത്തെ കേസിൽ എന്ത് നടക്കുന്നില്ല? വർക്ക് നടന്നു എന്ന് പറയാൻ കഴിയില്ല. അടുത്തത്, ഇൻ വിച്ച് സിറ്റുവേഷൻ ഡസ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ടേക്സ് പ്ലേസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയിൽ മാറ്റമില്ലാതെ, സ്ഥിതികോർജ്ജത്തിൽ മാറ്റമില്ലാതെ ഗതികോർജ്ജം മാറി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഏതാണ്? സർ ആൻസർ വന്നോട്ടെ. ഒന്നാമത്തതാണ് എന്തെന്ന് പറയുന്നത്? സിറ്റുവേഷൻ. സോ ആ ഒന്നാമത്തെ ഏതാണ് സർ? വന്നോട്ടെ. അതായത് നീ പറഞ്ഞതുപോലെ തള്ളി നീക്കുന്ന പരിപാടി. അവിടെ എന്തിൽ മാറ്റം വരുന്നില്ല? സർ ആൻസർ ക്വസ്റ്റ്യൻ. യെസ്, 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ പുഷിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 10 കിലോഗ്രാം അക്രോസ് ഹൊറിസോണ്ടൽ ഫ്ലോർ. അവിടെ ആ മാസ് 10 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ ഹൊറിസോണ്ടൽ ഫ്ലോറിലൂടെ തള്ളി നീക്കുന്നു. അവിടെ എന്തിന് മാറ്റം വരുന്നില്ല? ഈ പറഞ്ഞതുപോലെ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റം വരുന്നില്ല, പകരം കൈനറ്റിക് എനർജിക്ക് മാത്രമാണ് മാറ്റം വരുന്നത്. ഓക്കെ സർ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ. എ ഫ്ലവർ പോട്ട് ഓഫ് മാസ് 20 കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ഓൺ ദ സൺഷെയ്ഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ട്, ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. ഗ്രൗണ്ടിൽ നിന്നും 5 മീറ്റർ ഉയരത്തിലുള്ള ഒരു സൺഷെയ്ഡ്. ഈ സൺഷെയ്ഡിൽ ഒരു
ചെടിച്ചട്ടി ഇരിക്കുകയാണ്. ഓക്കെ, യെസ്. ചെടിച്ചട്ടിയുടെ മാസ് എത്രയാണ്? 20 കിലോഗ്രാം ആണ്. ചെടിച്ചട്ടിയുടെ മാസ് എത്രയാണ്? 20 കിലോഗ്രാം ആണ്. യെസ്, 5 മീറ്റർ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. G 10 ആയിട്ട് എടുത്തോളാൻ അവൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ദ പോട്ട് ഈസ് ഓൺ ദ സൺഷെയ്ഡ്. ആ പോട്ട് ഈ സൺഷെയ്ഡിൽ ഇരിക്കുന്ന ടൈമിൽ ഇതിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? നമുക്കറിയാലോ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? U is equal to mgh. M 20 ആണ്, G 10 ആണ്, H 5 ആണ്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ mgh ചെയ്ത് അത് കിട്ടും. അടുത്തത്, ഇഫ് ദ ഫ്ലവർ പോട്ട് ഫോൾസ് ഡൗൺ, താഴോട്ട് വീണു, what is the kinetic energy when it just touches before the ground? Yes, the answer വരുന്നുണ്ട് 1000 ജൂൾ. വെരി ഗുഡ്, സൂപ്പർ. ദെൻ ഈ ഫ്ലവർ പോട്ട് താഴോട്ട് വീണ് താഴെ വരെയായി, അതായത് താഴെ ജസ്റ്റ് ടച്ച് ചെയ്തില്ല എന്ന അവസ്ഥയിൽ വരെയായി. ഓക്കെ, യെസ്. ഈ അവസ്ഥയിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ ഫ്ലവർ പോട്ട് ഫോൾസ് ഡൗൺ, വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി വെൻ ഇറ്റ് ജസ്റ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്? സോ അതിൻ്റെ ആൻസർ കാണാം സർ. യെസ്, അതായത് ഇത് ചെയ്യുമ്പോൾ ഏകദേശം 1000 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഉള്ളത് പൊട്ടൻഷ്യൽ എനർജി യു ആണ്. താഴോട്ട് വീഴുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അതെന്താവും? കൈനറ്റിക് എനർജി മാത്രമാവും. പക്ഷേ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ വരുമ്പോൾ കൈനറ്റിക്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ എനർജി തന്നെയായിരിക്കും ഇതിന് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവുക. ബിക്കോസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ ചെടിച്ചട്ടിയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. വെറുതെ ഇരിക്കുന്ന വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി 1000 ആണ്. സോ ഇവിടുത്തെ ടോട്ടൽ എനർജി, ഈ ചെടിച്ചട്ടിയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 1000 ആണ്. ഇതേ ടോട്ടൽ 1000 ആയിരിക്കും ഇവിടെ എത്തുമ്പോഴും ഉണ്ടാവുക. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്തുമ്പോൾ എന്താവും? പൊട്ടൻഷ്യൽ എനർജി 0 ആവും, കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ടോട്ടൽ എനർജി എപ്പോൾ എത്ര തന്നെയായിരിക്കും? 1000 തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒരു ഹാർട്ട് തന്ന് സഹായിക്കുക. ഈ പാവപ്പെട്ടവരെ ഒരു ഹാർട്ട് തന്ന് സഹായിക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം സർ. Yes, an electric toy car of mass 100 gram moves with a velocity of 2 meter per second. ഒരു ഇലക്ട്രിക് ടോയ് കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ്? 100 gram ആണ് ആ ഇലക്ട്രിക് ടോയ് കാറിൻ്റെ മാസ്. അത് മൂവ് ചെയ്ത് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ദ കാർ. എടാ മകളെ, നമുക്കറിയാം കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ K is equal to എന്താണ്? ½ mv² ആണ്. ഇവിടെ മാസ് ഉണ്ട് 100 gram. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. 100 gram ആണ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അതായത് 100/1000. അപ്പോൾ എത്ര വരും? 0.1 കിലോഗ്രാം എന്ന് വരും. അപ്പോൾ മാസ് 0.1 എന്ന് കിട്ടി. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരിട്ട് അങ്ങോട്ട് കൊടുക്കുക. സാർ ആൻസർ വന്നോട്ടെ. ½ ഇൻറ്റു മാസ് എത്രയാണ്? 0.1 ഇൻറ്റു എത്രയാണ്? v². 22 അല്ല, 2² ആണത്. 22 അല്ല, 2² ആണത്. സോ ആൻസർ 0.2 ജൂൾ എന്ന് കിട്ടും. സാർ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. അടുത്തത്, റൈറ്റ് ദ എനർജി കൺവേർഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ആൻ ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടോറിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? ഇലക്ട്രിക് മോട്ടോർ അതൊരു മെക്കാനിക്കൽ ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറും. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ, യെസ്. മൂന്നാമത്തത്, നെയിം 2 ഡിവൈസസ് ദാറ്റ് മേക്സ് യൂസ് ഓഫ് എബവ് എനർജി കൺവേർഷൻ. അത് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്ന ബാക്കി 2 വേറെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫാൻ, മിക്സി. ഇതൊക്കെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത്, ഒരു ഉപകരണം, ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിലാണ് എനർജി കൺവേർഷൻ എന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രിക്കൽ അയൺ ബോക്സ്. അയൺ ബോക്സ് എന്നാണ് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? ഹീറ്റ് എനർജി ആയിട്ട് മാറും. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറും. ഇലക്ട്രിക്കൽ ബൾബിലാണെങ്കിൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ജനറേറ്ററിൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫാനിൽ എന്താ സംഭവിക്കുന്നത്? അതും ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജി. കാരണം ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഡീസൽ അല്ല അതിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പെട്രോൾ അതിൽ ഒഴിച്ചു കൊടുക്കും. പെട്രോൾ അതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ജനറേറ്റർ പറയുന്നത് കറണ്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്.
അടുത്തത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആർ 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി. നമുക്കറിയാം മെക്കാനിക്കൽ എനർജിയുടെ 2 ടൈപ്പാണ്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്റ്റോൺ ഓഫ് മാസ് 1 കിലോഗ്രാം കെപ്റ്റ് ഓൺ ദ ടെറസ് ഓഫ് ബിൽഡിംഗ് 12 മീറ്റർ. ഓക്കെ, അപ്പോൾ അതായത് 12 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിൽ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ല് വെച്ചിരിക്കുകയാണ്. ആ കല്ലിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? നമുക്കറിയാലോ, U = mgh ആണ്. M 1 ആണെന്ന് തന്നിട്ടുണ്ട്, G 10 ആയിട്ട് എടുത്തോളാനാവും പറഞ്ഞിട്ടുണ്ട്, H എത്ര ആണെന്നുണ്ട്? 12 ആണെന്നുണ്ട്. 12 × 10 120 ആണ്. 120 ജൂൾ ആയിരിക്കും അതിൻ്റെ ഉത്തരം വരാൻ പോണത്. ഓക്കെ, but if the stone is dropped from the terrace, what will be its total energy just before it touches the ground? അതായത് ഈ ഉയരത്തിൽ നിന്നും ഇത് താഴേക്ക് വീണു, എന്നിട്ട് താഴെ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ ടോട്ടൽ എനർജി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? ഒരു മാറ്റവും ഉണ്ടാവില്ല. ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. ആൻസർ വന്നോട്ടെ സാർ. യെസ്, നോക്കിക്കോളൂ. mgh വെച്ചിട്ട് ഞാൻ 120 ജൂൾ എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി താഴോട്ട് വീണ്, ഇപ്പോൾ ഇതാണ് ടെറസ് എന്ന് വിചാരിക്കാം, ഇവിടെ ഒരു കല്ലിരിക്കുകയാണ്, ഇതാണ് ഗ്രൗണ്ട്. ഈ കല്ല് താഴോട്ട് വീണ് ദാ ഇവിടെ വരെ എത്തി, താഴെ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ഉണ്ടാവുക, കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. എന്നാൽ താഴോട്ട് വീഴുമ്പോൾ, താഴെ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവൂ. പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി 0 ആവുക? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്. മനസ്സിലായ? പക്ഷേ ഇവിടെ M ഒക്കെ G ഒക്കെ H ഹൈറ്റ്, ഈ താഴെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഹൈറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ താഴെ എത്തുന്ന ടൈമിൽ ഇതിന് എന്ത് എനർജി മാത്രമേ ഉണ്ടാവൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവൂ. സോ നമുക്ക് കൈനറ്റിക് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി ½ mv². അതിൽ ഹാഫ് ഉണ്ട്, M ഒക്കെ, V അറിയില്ല, V² ആയതിനെ കണ്ടുപിടിക്കണം. സോ ഇവിടെ V² കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചു. V² = u² + 2as. അതിൽ ആദ്യം ഇനീഷ്യലി മുകളിലിരുന്ന സാധനമായതുകൊണ്ട് റെസ്റ്റിലായിരുന്നു, അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0. 2 × a ആക്സിലേഷൻ 10 ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു, 9.8 10 ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു, ഇൻറ്റു s എത്രയാണ്? ഈ ഡിസ്റ്റൻസ് 12 മീറ്റർ ആണ് ഹൈറ്റ് നമ്മൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 12. സോ 240 മീറ്റർ/സെക്കൻഡ് ആണ് V². സോ ഇവിടെ ½ mv², അതിൽ V²ന്റെ സ്ഥാനത്ത് അപ്പോൾ എന്ത് ചെയ്യുക? 240 എന്ന് കൊടുക്കുക. സോ ആൻസർ എന്ത് കിട്ടും? 120 എന്ന് തന്നെ കിട്ടും. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സാധനമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ടോട്ടൽ എനർജി 120 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോഴും അതിൻ്റെ ടോട്ടൽ എനർജി എത്ര തന്നെ ഉണ്ടാവുള്ളൂ? 120 തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഒരു ടിപ്പായിട്ട് എടുത്താൽ മതി. ടോട്ടൽ എനർജി എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ ടോട്ടൽ എനർജി തന്നെയായിരിക്കും ഇവിടെ എത്തുമ്പോഴും ഉണ്ടാവുക. സോ സർ, സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഹെൽപ്സ് യു ടു ഗോട്ട് ദിസ് ആൻസർ. ഈ ആൻസർ കിട്ടാനായിട്ട് നിങ്ങളെ സഹായിച്ച നിയമം ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം. എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ഇത്രയേ ഉള്ളൂ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി ഓൺലി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ഓഫ് എനർജി ടു ദ അനദർ ഫോം. ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കൂ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻക്രീസ്ഡ് 2 times വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാസ് ദെൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ആണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. അവൻ പറയുന്നത് മാസിൽ ഒരു ചേഞ്ചും വരുത്തുന്നില്ല, മാസിനെ അങ്ങനെ തന്നെ നിർത്തുകയാണ്. എന്നിട്ട് വെലോസിറ്റി എന്ത് ചെയ്യാണ്? 2 times ഇൻക്രീസ് ചെയ്യണം. അതായത് v എന്നുള്ളതിന് എന്താക്കി? 2v 2 times ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കൈനറ്റിക് എനർജിയിൽ എന്ത് മാറ്റം വരും? അപ്പോൾ എന്ത് വരും? K = ½ m × വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2v കൊടുക്കണം, 2v². അപ്പോൾ എത്രയായി? 2v² എന്ന് പറയുന്നത് 4v, അതായത് 4 times ഇൻക്രീസ് വരും. ആൻസർ വന്നോട്ടെ. യെസ്, 4 times ഇൻക്രീസ്. ക്ലിയർ ആയെങ്കിൽ ഒരു തീ ഇട്ടെ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇട്ട് വേഗാവട്ടെ, ഉഷാറായിക്കോട്ടെ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും വരും. 5ാമത്തെ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്റർ. സോ ബി കെയർഫുൾ, ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. ഓക്കെ, യെസ്. ഒറിജിനൽ ആണോ എന്ന്? ഞാൻ ഒറിജിനൽ ആണോ പോലെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഓക്കെ, നെക്സ്റ്റ്. അടുത്തത്, ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 10 കിലോഗ്രാം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 15 km/s പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ വെലോസിറ്റി ഇൻക്രീസസ് ടു 25 m/s ഓൺ അപ്ലൈയിങ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് കണ്ടിന്യൂസ്ലി ഫോർ 5 seconds. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് തന്നിട്ട് എത്രയാണ്? 10 കിലോഗ്രാം ആണ് ഒരു ഒബ്ജക്റ്റിന്റെ മാസ്. ഓക്കെ, ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 15 m/s. അത് ഇനീഷ്യൽ വെലോസിറ്റി ആവും തന്നിട്ടുണ്ട്, 15 m/s പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് ടു 25 m/s. ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 25 m/s.
ഓൺ അപ്ലൈങ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് കണ്ടിന്യൂസ്ലി ഫോർ 5 സെക്കൻഡ്. അപ്പോൾ എന്തോരം നേരം ആ ഫോഴ്സ് കൊടുത്തു? 5 സെക്കൻഡ് ഫോഴ്സ് കൊടുത്തപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡിലായിരുന്ന സ്പീഡ് എത്ര? 25 മീറ്റർ പെർ സെക്കൻഡായി. എ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, v-u/t ആണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. v എത്രയാണ്? 25. u എത്രയാണ്? 15. ടൈം എത്രയാണ്? 5. സോ 10/5 എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയേ ഉള്ളൂ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ്. ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഫോഴ്സ് F = എന്താണ്? m/a. m എത്രയാണെന്ന് നമുക്കറിയാമല്ലോ, 10. a എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 2. അപ്പോൾ ഫോഴ്സ് എത്രയാണ്? 20 ന്യൂട്ടൺ. ഇത്രയേ ഉള്ളൂ കാര്യം. പറഞ്ഞ കാര്യം നല്ല സെറ്റാണ്. പക്കയാണെങ്കിൽ ഒരു ഹാർട്ട് ഇട്ടോളണം കേട്ടോ. പക്കയാണ്, സെറ്റാണെങ്കിൽ ഒരു ഹാർട്ട് ഇട്ടോളണം. ഓക്കെ, യെസ്. ഓക്കെ, യെസ് സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ആണ് when the velocity of a moving object increases its kinetic velocity of a moving object increases its kinetic energy also increases. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി മൂവ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജിയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, യെസ്. സോ റൈറ്റ് അനദർ ഫാക്ടർ ഓൺ വിച്ച് കൈനറ്റിക് എനർജി ഓഫ് എൻ ഒബ്ജക്ട് ഡിപ്പെൻഡ്സ്. സംഭവം ഇത്രയേ ഉള്ളൂ. കൈനറ്റിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ അതിൽ മാസും വെലോസിറ്റിയുമാണ് എന്ത് ചെയ്യുന്നത്? കൈനറ്റിക് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്തത് എ ചൈൽഡ് ഓഫ്. മകളെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് പ്രോബബ്ലി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം കാണാം. ഓക്കെ, സോ എ ചൈൽഡ് ഓഫ് മാസ് 30 കിലോഗ്രാം. ഒരു കുട്ടിയുടെ മാസ് 30 കിലോഗ്രാം ആണ്. ഹിസ് റൈഡിങ് എ സൈക്കിൾ ഓഫ് സ്പീഡ് 2 മീറ്റർ. ഒരു സൈക്കിൾ 2 മീറ്റർ പെർ സെക്കൻഡിലാണ് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ ഹാസ് എ മാസ് ഓഫ് 10 കിലോഗ്രാം. സൈക്കിളിന് 10 കിലോഗ്രാം മാസ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി. സോ ഇവിടെ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. K = നമുക്കറിയാം ½ mv². ഇതാണ് ഇക്വേഷൻ. ഓക്കെ, സോ ഇവിടെ ½ ഇൻറ്റു m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ചൈൽഡിൻ്റെ മാസം നോക്കണം, സൈക്കിളിൻ്റെ മാസം നോക്കണം. 30 + 10. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻറ്റു v². v എത്രയാണ്? എത്ര സ്പീഡ്? 2. അപ്പോൾ 2². ഇത്രേ ഉള്ളൂ. ആൻസർ സിമ്പിളാണ്. സോ ½ ഇൻറ്റു 40 ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ 4. സോ 2 4 2 പ്രാവശ്യം. സോ ആൻസർ ഈസ് 80 ജൂൾ എന്ന് കിട്ടും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ ആൻസർ. ഓക്കെ, സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Work is said to be done when a child raised a book from the ground to the top of the table. അതായത് ഒരു കുട്ടി നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നും ഒരു ബുക്ക് എടുത്തിട്ട് ഒരു ടേബിളിന്റെ മുകളിലേക്ക് വെച്ചു. അത് നമുക്കവിടെ വർക്ക് ചെയ്തു എന്ന് പറയാം. ശരിയാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ്. വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതിനൊക്കെയാണ്? സോ നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ F/S ആണ്. സോ വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെയുമാണ്. ഓക്കെ, നെക്സ്റ്റ്. അല്ല, ഒരു കാര്യം കൂടെ, വർക്കിന് വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. mgh എന്ന് പറഞ്ഞ ഇക്വേഷനും കൂടിയുണ്ട്. അതുതന്നെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഹൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? സാർ ലെഫ്റ്റ് ഹാൻഡർ ആണോ എന്ന്? അല്ല മോളെ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡർ അല്ല, ഞാൻ റൈറ്റ് ഹാൻഡർ തന്നെയാണ്. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് മിറർ ചെയ്താണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ് വേർ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. കുറച്ച് സിറ്റുവേഷനുകൾ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തു എന്ന് അഭിപ്രായപ്പെടാൻ കഴിയുന്ന സിറ്റുവേഷനുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ഒരു കുട്ടി ചുമരി തള്ളുന്നു. ഒരു ചുമര് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ചുമര് തള്ളുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എ ക്രിക്കറ്റ് ബോൾ ഈസ് മൂവ്സ് ഫോർവേഡ് വെൻ ദേ ഹിറ്റ് ബൈ ദ ബാറ്റ്. അത് വർക്ക് ചെയ്തു എന്ന് പറയാം. കാരണം അടിച്ചപ്പോൾ അവിടേക്ക് ബോൾ പോയി അല്ലേ? അപ്പൊ ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ഡയറക്ഷനിലാണ് ബോൾ പോയത്. സോ വർക്ക് ചെയ്തു എന്ന് പറയാം. എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. അതായത് ഒരാൾ ഒരു തലയിൽ ചുമടുമായിട്ട് തലയിൽ ചുമടുമായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ എന്ത് ചെയ്യുന്നില്ല, വർക്ക് നടക്കുന്നില്ല. എ ട്രോൾഡ് ഈസ് പുൾഡ് ബീങ് മൂഡ് ബൈ പുഷിങ്. അതായത് ഒരു ട്രോളി തള്ളുന്നതിനനുസരിച്ച് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അതെന്ത് ചെയ്യണം, വർക്ക് ചെയ്തു എന്ന് പറയാം. നെക്സ്റ്റ്
യെസ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായവ തിരഞ്ഞെടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വരും. ബിക്കോസ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സ്ട്രെയിൻ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ നോക്കിക്കോളും. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണെന്നാണ് ഒറ്റപ്പെട്ടത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മലയാളം വാക്കുകൾ വരുമ്പോൾ ചിലപ്പോൾ ചില ടങ് ട്വിസ്റ്റൊക്കെ വരും. ഓക്കെ, അടുത്ത സ്ട്രെച്ച്ഡ് എബോ അല്ലേ, അതായത് കുലച്ച വില്ല്. അതേപോലെ തന്നെ റബ്ബർ ബാൻഡിന്റെ സ്ട്രെച്ച്ഡ് പൊസിഷൻ, വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ്. കംപ്രസ്ഡ് സ്പ്രിങ്, അമർത്തി വെച്ച സ്പ്രിങ്. അതേപോലെ തന്നെ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. ഇതിലേതാണ്? എല്ലാവരും വരുന്നുണ്ട്. യെസ്, മടിയൻ ബോയ് ഒക്കെ വന്നിട്ട് കറക്റ്റ് ആൻസർ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു മടിയൻ ബോയ്. യെസ്, അപ്പോൾ സോ ഇതിൽ ആൻസർ ഡി ആണ് വരുന്നത്. കാരണം ഇവിടെ ബാക്കി എല്ലാവരും സാർ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ ഇവിടെ ബാക്കി എ ബി സി ഇത് മൂന്നും പൊട്ടൻഷ്യൽ എനർജി. ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും, ആദ്യത്തെ മൂന്നും പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ ആണ്. എന്നാൽ താഴത്തത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആണ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ ആണ് ഇത് മൂന്നും. പക്ഷെ നാലാമത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത, വാട്ട് ഡു യു മീൻ ബൈ പവർ? എന്താണ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പവർ ആണോ? അല്ല, പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് റൈറ്റ് ഇറ്റ്സ് യൂണിറ്റ്. സാർ ആൻസർ വന്നോട്ടെ സാർ. പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വർക്ക് ഡൺ ഇൻ എ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന വർക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് വർക്ക് ബൈ W/T ആണ്. ക്വസ്റ്റ്യൻ, a boy of mass 50 kg climbs a mountain of height 30 meter in 5 minutes. Calculate its power. ഇവിടെ പവർ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സോ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്ക് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. പക്ഷേ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? mgh ആയിരിക്കണം ബൈ ടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ മാസ് ആവുന്നുണ്ട് 50 കിലോഗ്രാം ആണ്. ജി 9.8 ആണ്. 10 ആയിട്ട് എടുത്തോളാം. ഹൈറ്റ് എത്ര തന്നിട്ടുണ്ടാവും? മൗണ്ടൈനോ ഹൈറ്റ് 30 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 30 ബൈ ടൈം എത്രയാണ്? 5 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അത് സെക്കൻഡിലാക്കണം. അപ്പോൾ 5 × 60. മനസ്സിലായോ? സിമ്പിളാണ്. ഇതൊക്കെ വെട്ടിക്കളയാൻ നമ്മളെ കൊണ്ട് പറ്റും. നോക്കി പെട്ടെന്ന് വെട്ടിപ്പോകാൻ പറ്റുന്നത് അവൻ തരുവുള്ളൂ. ഒന്നാമത്തെ കരുതാ 0 വെട്ടിപ്പോവാ. 6 30 5 പ്രാവശ്യം പോകും. ഈ 5 പോയി. ആൻസർ 50. ഓക്കെ, അടുത്തത് 1 HP is equal to dash watt. 1 HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. സാർ ആൻസർ കൊടുത്തു. യെസ്, കണ്ട പെട്ടെന്ന് കഴിയും പരിപാടികളൊക്കെ. ഓക്കെ, സെറ്റല്ലേ. നെക്സ്റ്റ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ. യെസ്, kinetic energy and potential energy are two types of mechanical energy. നമുക്കറിയാം. In which situation a stone of mass 4 kg will possess more energy when it is placed at a height of 2 meter or when traveling with a velocity of 2 meter per second? മകളെ, ഇത് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ നല്ല ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം. ചിലപ്പോൾ മിക്ക ആൾക്കാരും വിടാൻ സാധ്യതയുള്ള ചോദ്യം. സംഭവം ഇത്രയേ ഉള്ളൂ. 4 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ല് എപ്പോഴാണ് കൂടുതൽ എനർജി ഉണ്ടാവുക? 4 കിലോഗ്രാം ഉള്ള കല്ലിന് എപ്പോഴാണ് മാക്സിമം എനർജി ഉണ്ടാവുക? 2 മീറ്റർ ഹൈറ്റിൽ വെക്കുമ്പോഴാണോ അതോ 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴാണോ? കണ്ട, ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് അറിയൂ. ഇവിടെ ഒന്നാമത്തത് പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തത് കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് തന്നിരിക്കുന്നത്. കണ്ട, അതായത് ചോദ്യം 4 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ എനർജി എപ്പോഴായിരിക്കും? 2 മീറ്റർ ഹൈറ്റിൽ വെക്കുമ്പോഴാണോ 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴാണോ? ട്വിസ്റ്റ് ഒന്നുമില്ല. ഡയറക്റ്റായിട്ട് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം, ഇവിടെ ഇത് വെച്ച് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. സോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനാണോ അതിനാണ് ഏറ്റവും കൂടുതൽ എനർജി. സാർക്ക് ആൻസർ നോക്കിക്കോളൂ. എം 4 കിലോഗ്രാം, ഹൈറ്റ് 2 മീറ്റർ, വെലോസിറ്റി 2 മീറ്റർ. ഞാനിവിടെ തന്നിരിക്കണ പോലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു. U = mgh, mgh 80 ജൂൾ എന്ന് കിട്ടി. കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. ½ mv², ½ × m × v². അപ്പോൾ അത് 8 ജൂളേ കിട്ടിയുള്ളൂ. സോ പൊട്ടൻഷ്യൽ എനർജി 80 ജൂളാണ്, കൈനറ്റിക് എനർജി വെറും 8 ജൂളാണ്. അതായത് അപ്പോൾ ഉത്തരം ഏതാ? 2 മീറ്റർ ഹൈറ്റിൽ വെക്കുമ്പോഴായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക. മനസ്സിലായി? അതാണ് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തേങ്ങയൊക്കെ തലയിൽ വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല പണി കിട്ടുന്നത്. ഓക്കെ, തെങ്ങ് ചതിക്കൂല, ചതയ്ക്കും
എന്നൊക്കെ പറയുന്ന കോമഡി ഇല്ലേ, അതാണ് സംഭവം. തലയിൽ വീണ് കഴിഞ്ഞാൽ ആൾ വടിയാവാനുള്ള കാരണം അതാണ്, കാരണം എനർജി കൂടുതലാണ് അതിനൊക്കെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചാപ്റ്റർ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ചങ്ങായിമാരെ. ഇതാണ് പെട്ടെന്ന് പോകുന്നുണ്ട് കാര്യങ്ങൾ കേട്ടോ. ഈ ആറാമത്തെ ചാപ്റ്ററുമായിട്ട് ഫെബിൻ സാർ ഇപ്പോൾ വരും. അത് 7ാമത്തെ ചാപ്റ്ററുമായിട്ട് ഞാൻ വരും. 6ഉം 7ഉം ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം. ഓക്കെ, ഒരു മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഖതം. ഓക്കെ, സോ ഫെബിൻ സാർ ഇതാ വരുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കഴിഞ്ഞു, വർക്ക് എനർജി പവർ. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാണ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ധാരാവൈദ്യുതി. ഇതിൽ നിന്ന് ഒരുപാട് ഈ പറഞ്ഞതുപോലെ തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് ഞാൻ കണ്ടേക്കണത്. അതുപോലെ തന്നെ സാധാരണ രീതിയിൽ പ്രധാനമായിട്ട് ഇതിൽ നിന്ന് ചോദ്യം വരുന്ന ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഓംസ് ലോയുടെ ഭാഗം, ഓം നിയമം, അതുപോലെ ലാസ്റ്റത്തെ റെസിസ്റ്റൻസ്, സീരീസ് പാരലൽ കണക്ഷൻ്റെ ഭാഗം, പിന്നെ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, റിയോസ്റ്റാറ്റ്, ഈ ഡിവൈസിൻ്റെയൊക്കെ യൂസസിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്താണ്? എല്ലാവർക്കും അറിയാലോ, ഓം ആണ് അതിൻ്റെ യൂണിറ്റ് അല്ലേ, ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇനി തൊട്ട് താഴെ റെസിസ്റ്റൻസ് ഓം വന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഓം മീറ്റർ ആണ്. കറണ്ട് ഉള്ള ഇക്വേഷൻ I = Q/T ആണെങ്കിൽ ഓംസ് ലോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, എന്താ? V/AC = എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ V/A എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, R ആണെന്നുള്ളൊരു ഇക്വേഷൻ. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് ഈ തുടക്കമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓഡ് 1 ആണ്, ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ്. അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്, ഇലക്ട്രിക് ടെസ്റ്റർ ഉണ്ട്. ഏതാണ് സംഭവം ഒന്ന് നോക്കി ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയച്ചേ, കാണട്ടെ ഇതിൽ ഏതാണ് ഓഡ് 1 ആയിട്ടുള്ളതെന്നൊന്ന് നോക്കട്ടെ, കാണട്ടെ. ഓക്കെ, ഡി എന്ന് അയക്കുന്നുണ്ട്. ഇലക്ട്രിക് ടെസ്റ്റർ ആണ്. കാരണം വെച്ചാൽ ഇലക്ട്രിക് ടെസ്റ്ററിന്റെ കറണ്ടിന്റെ പ്രസൻസ് അറിയാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയുള്ള സാധനങ്ങൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലേ. ഓക്കെ, യെസ്. അടുത്തത് കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രോലൈറ്റ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഡാഷ്. ഒരു ഇലക്ട്രോലൈറ്റ്, നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇലക്ട്രോലൈറ്റിലൂടെ ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പ്രോട്ടോണിന്റെ ഒഴുക്കാണോ, അയോണിന്റെ ഒഴുക്കാണോ, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഒഴുക്കാണോ? ഏതിൻ്റെയാണ്? കുറേ പേര് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നുണ്ട്, കുറേ പേര് ഇപ്പോഴും ഇലക്ട്രിക് ടെസ്റ്റർ അജീന ജോബ് ഇലക്ട്രിക് ടെസ്റ്റർ എന്നാണ് അതിൻ്റെ ഉത്തരം. അത് ശരി. ഓക്കെ, ഏതാണ്? അയോൺസ് ആണ്, അയോൺസ് ആണ്, അയോണുകളുടെ ഒഴുക്കാണ്. ഓക്കെ, യെസ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ABCD ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ്. റെഗുലേറ്റർ കറണ്ടിനെ സർക്യൂട്ടിൽ കൂടിയുള്ള വൈദ്യുതിയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സാധനമാണ് റിയോസ്റ്റാറ്റ് ആണ്. മെഷർ ദ കറണ്ടിനെ സർക്യൂട്ട്, ഒരു സർക്യൂട്ടിലെ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന അമ്മീറ്റർ ആണ്. മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് അറിയാലോ, വോൾട്ട് മീറ്റർ ആണ്. മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ സഹായിക്കുന്ന, അളക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്, നിലനിർത്താൻ സഹായിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിലനിർത്താൻ സഹായിക്കുന്ന സംഭവം ഏതാണ്? അത് സെൽ അല്ലെങ്കിൽ ബാറ്ററിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അടുത്ത് നോക്കിയ ഒരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിലെ സ്വിച്ചും ബൾബ് മാത്രം വെച്ചിട്ടുള്ളൂ, ബാറ്ററി അങ്ങനെയുള്ള സാധനം ഒന്നുമില്ല. സ്വിച്ച് ഓൺ ആക്കിയാൽ ബൾബ് പ്രകാശിക്കുമോ ഇല്ലയോ? എന്തുകൊണ്ടെന്നാണ് ചോദ്യം. പ്രകാശിക്കോ ഇല്ലയോ? ഒന്ന് വേഗം ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ച്, പ്രകാശിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം വേഗം ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ച്. ഇല്ല, കാരണം എന്താണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, പൊട്ടൻഷ്യൽ വ്യത്യാസം. ഒരു സെല്ല് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാറ്ററി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രകാശിക്കും. ഓക്കെ, അടുത്തൊരു 4 പടങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ആ 4 പടങ്ങളിൽ ശരിയായിട്ടുള്ള ചിത്രങ്ങൾ അല്ലേ, ശരിയായ കറക്റ്റ് ആയിട്ടുള്ള ഫിഗറുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റത്തേൽ വോൾട്ട് മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ ഒരിക്കലും സീരീസ് ശ്രേണി രീതി ബന്ധിപ്പിക്കില്ല, പാരലായിട്ട് ബന്ധിപ്പിക്കുക. ഫസ്റ്റത്തെ തെറ്റാ. രണ്ടാമത് അമ്മീറ്റർ സീരീസ് ആയിട്ട് ബന്ധിപ്പിക്കുന്നു, അമ്മീറ്റർ സീരീസ് ആയിട്ട് ശ്രേണി രീതിയിൽ വേണം ബന്ധിപ്പിക്കാൻ, ബി ശരിയാണ്. സി അമ്മീറ്റർ പാരലായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, പാരലായിട്ട് സമാന്തരമായിട്ട് അമ്മീറ്റർ ബന്ധിപ്പിക്കില്ല. ലാസ്റ്റ് വോൾട്ട് മീറ്റർ പാരലൽ അഥവാ സമാന്തരമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, കറക്റ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ്? ബിയും ഡിയും ആണ് കറക്റ്റ് കേട്ടോ. ഓക്കെ, ആൻസർ ഏതൊക്കെയാണ്? ബിയും ഡിയും ആവുന്നു. ഓക്കെ, അടുത്തത് നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ദി സീ യൂസിങ് അൾട്രാസോണിക് വേവ്സ്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു സാധനമായിരുന്നു ഇത് ശരിക്കും. അടുത്ത ബി വിച്ച് ഫിനോമിനൻ ഓഫ് സൗണ്ട് ഈസ് യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്. ഇതിൽ ശബ്ദത്തിൻ്റെ ഏത് കാര്യമാണ് പ്രയോജനപ്പെടുത്തിയെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും 7ാമത്തെ ചാപ്റ്ററായി കണ്ടു ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും.
അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്ന ഏതാ? നമ്മുടെ സോണാർ ആണ്. സോണാർ എന്ന് പറഞ്ഞ ഡിവൈസ് ആണ്. അതിൽ പ്രയോജനപ്പെടുന്ന ഇടിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു പ്രയോജനമില്ല, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. എക്കോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ശബ്ദത്തിന്റെ പ്രതിധ്വനി അല്ലെങ്കിൽ പ്രതിപതനം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇടിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കിയേ, ഈ സിമ്പിൾ എന്നിട്ട് ഇത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ഫസ്റ്റത്തെ അറിയാം നിങ്ങൾക്ക് റെസിസ്റ്റർ ആണ്, പ്രതിരോധകമാണ്. അടുത്ത ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ്. റിയോസ്റ്റാറ്റിന്റെ സിമ്പിൾ ആണ്. പിന്നെ അത് സെല്ലാണ്. ലാസ്റ്റ് വൺ ഏതാണ്? ബൾബാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അത് ആർക്ക് വേണമെങ്കിലും അതിന്റെ ഉത്തരം കിട്ടും. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യോജിച്ചിരിക്കുന്നു ഓംസ് ലോ. അത്രയും ഞാൻ പറഞ്ഞു, ഓംസ് ലോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്ന് പ്രോബ്ലമോ അല്ലെങ്കിൽ ഓംസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കാൻ അല്ലെങ്കിൽ ഓംസ് ലോ എന്താണെന്നായിരിക്കും ഈ 3 സെക്ഷൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഓംസ് ലോയുടെ എല്ലാവർക്കും അറിയാലോ? നോക്കട്ടെ, ആർക്കൊക്കെ അറിയാം? V/A = R. യെസ്, V/A = R എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഡിഫൈൻ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. കറണ്ടിന്റെ യൂണിറ്റിന്റെ നിർവചനം എഴുതുക എന്ന് ഉദ്ദേശിക്കുന്ന 1 ആംപിയർ എന്നാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ കൂളോം ആൻഡ് എന്താണ് ആംപിയർ. കൂളോം അതുപോലെ ആംപിയർ നമ്മൾ ബന്ധം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കട്ടെ എന്താണ് നോക്കിയേ. If 1 coulomb of charge crosses an area normally in 1 second, then the current through that area is 1 ampere. അതായത് ഒരു കണ്ടക്ടർ നിങ്ങൾ എടുത്താൽ അതിലൂടെ 1 കൂളോം ചാർജ് ഒഴുകുന്നു. 1 കൂളോം ചാർജ് ഒരു യൂണിറ്റ് ടൈമിൽ 1 സെക്കൻഡിലാണ് അത് ഒഴുകണമെങ്കിൽ അവിടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 ആംപിയർ ആയിരിക്കും. അപ്പൊ കണ്ടോ, 1 ആംപിയർ എന്ന് പറഞ്ഞാൽ 1 കൂളോം ബൈ 1 സെക്കൻഡ് ആണ്. അപ്പൊ എന്ത് വരും? നമുക്ക് 1 കൂളോം പെർ സെക്കൻഡ് അല്ലെങ്കിൽ 1 കൂളോം സെക്കൻഡ് റൈസ് എന്ത് വരും? -1 എന്ന് വരും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു മാത്രം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ സാറേ. അടുത്തത് വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ് ഓംസ് ലോ, എക്സ്പ്രസ് ഇറ്റ് മാത്തമാറ്റിക്കലി. വാട്ട് ഡസ് ഈച്ച് ലെറ്റർ സ്റ്റാൻഡ്സ് ഫോർ? കണ്ടോ, ഓം നിയമം എഴുതുക, ഇതിന്റെ ഗണിത വാക്യരൂപം എഴുതി അതിൽ ഓരോ അക്ഷരങ്ങളും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കണമെന്ന് യോജിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാലോ. ഓംസ് ലോ എന്നാണ് അറിയാലോ നിങ്ങൾക്ക്. വെൻ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്, ദ റേഷ്യോ ബിറ്റ്വീൻ potential difference at the end of the conductor and the intensity of the current in the circuit always remains in constant. അല്ലെങ്കിൽ this constant നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. താപനില അല്ലെങ്കിൽ ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു അടഞ്ഞ സർക്യൂട്ടിലെ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ ചാലകത്തിന്റെ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അതിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹ തീവ്രതയെ നമ്മൾ എന്തായിരിക്കും? നേരനുപാതത്തിലായിരിക്കും. അല്ലെങ്കിൽ അതെപ്പോഴും ഒരു സ്ഥിരസംഖ്യ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഈ സ്ഥിരസംഖ്യയെ നമ്മൾ ചാലകത്തിൽ നിന്ന് വിളിക്കുന്നു പ്രതിരോധം എന്നാണ് വിളിക്കുന്നത്. R എന്നുള്ള ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. അടുത്ത മാച്ച് ദ ഫോളോവിങ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, വിദ്യുത് ചാലക ബലം. അത് ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. EMF, അതുപോലെ ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് റെസിസ്റ്റൻസ്, വൈദ്യുത പ്രതിരോധം. ഇതിലാണെങ്കിൽ ഹിൻഡ്രൻസ് ഇൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിലുള്ള തടസ്സം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം, അമ്മീറ്റർ. ഇതിലാണെങ്കിൽ ഓം ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, ആംപിയർ. അപ്പോൾ നോക്കാം നമുക്ക് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നില്ല വരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്, അതായത് വോൾട്ട് വരും. ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ ഏതാണ്? അമ്മീറ്റർ വരും. അമ്മീറ്ററിന്റെ എന്താണ്? ആംപിയർ ആണ്. ലാസ്റ്റ് വൺ എന്താണ്? റെസിസ്റ്റൻസ് ആണ്, ഒഴുകാനുള്ള തടസ്സമല്ലേ? ഹിൻഡ്രൻസ് ഇൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുത പ്രവാഹത്തിലുള്ള തടസ്സം എന്ത് വരുന്നു? ഓം വരുന്നു. ഓക്കെ, യെസ്. അടുത്തത് നോക്കിയേ. ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. വൈദ്യുത ചാർജുകളുടെ പ്രവാഹമാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് യൂണിറ്റ് ഈസ് യൂസ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് സൂചിപ്പിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് അറിയാലോ? ആംപിയർ ആകുന്നു. വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദിസ്? അല്ലേ, ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദി ഇലക്ട്രിക് കറണ്ട്. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? അമ്മീറ്റർ ആണ്. ഇനി ഹൗ ദിസ് ഇൻസ്ട്രുമെന്റ് കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് മെഷർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്? കറണ്ട് അളക്കാനായിട്ട് ഡിവൈസ് ഏത് രീതി കണക്ട് ചെയ്യണം? ഏത് രീതിയിലാണ്? സീരീസ് ആണോ പാരലൽ ആണോ? സീരീസ് ആണ്, ശ്രേണി രീതിയിലാണ്. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിരിക്കുന്നു. കണ്ടോ, നേരത്തെ ചോദിച്ചിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെ. അറിയാലോ, റെഗുലേറ്റ് ദ കറന്റ് സർക്യൂട്ട് അറിയാലോ, റിയോസ്റ്റാറ്റ് ആണ്. സർക്യൂട്ടിലെ കൂടിയുള്ള വൈദ്യുതി എന്ത് ചെയ്യാനായിട്ട്? നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിന്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് സഹായിക്കും. ഇലക്ട്രിക് കറണ്ട് അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അറിയാലോ മീറ്റർ ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനാണെങ്കിൽ വോൾട്ട് മീറ്റർ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ എന്താണ് സഹായിക്കുന്നത്? സെല്ലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഭാഗമായിട്ട് ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, ഡിഫൈൻ റെസിസ്റ്റിവിറ്റി ഓഫ് എ കറണ്ട്. ഒരു ചാലകത്തിന്റെ റെസിസ്റ്റിവിറ്റി എന്നാൽ എന്താണ്? അതുപോലെ
എ വയർ ഓഫ് റെസിസ്റ്റിവിറ്റി സ്ട്രെച്ച്ഡ് ടു 3 times its length, വാട്ട് വിൽ ബി ദ റെസിസ്റ്റിവിറ്റി? ഒരു കണ്ടക്ടറിനെ വലിച്ച് 3 മടങ്ങ് വലിച്ചു നീട്ടാണ്, അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? റെസിസ്റ്റിവിറ്റി മാറൂല. നിങ്ങൾ ഒരു വസ്തുവാണ് എടുക്കണമെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റി, ഇപ്പം നിങ്ങളുടെ രണ്ടും നിക്രോമാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ രണ്ടും കോപ്പറാണെന്ന് വിചാരിച്ചോ, രണ്ടും ഒരേ സാധനമാണെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം വരില്ല. വ്യത്യസ്ത പദാർത്ഥങ്ങൾക്കാണ് റെസിസ്റ്റിവിറ്റി എന്ത് വരുന്നത്? വ്യത്യസ്തമായി വരുന്നത്. അപ്പം ബി ക്വസ്റ്റ്യനിൽ റെസിസ്റ്റിവിറ്റി മാറില്ല എന്നാണ്. റെസിസ്റ്റൻസ് മാറും, പ്രതിരോധം മാറും, റെസിസ്റ്റിവിറ്റി മാറില്ല. ഓക്കെ, റെസിസ്റ്റിവിറ്റി മാറണമെങ്കിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലും കൂടുതൽ കൊടുത്താൽ മാത്രം, താപനിലയിലും കൂടുതൽ കൊടുത്താൽ മാത്രമേ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം വരുള്ളൂ. അടുത്തത്, മെൻഷൻ ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി നമ്മൾ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താ? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം സംഭവിക്കില്ല വലിച്ചു നീട്ടിയാലും. സി ക്വസ്റ്റ്യൻ എന്താ? റെസിസ്റ്റൻസ് ആർ, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആർ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റിനെ സൂചിപ്പിക്കുന്നുണ്ടോ? ആർ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റോ ഇൻറ്റു എൽ ബൈ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി നമ്മൾ ബന്ധം, റെസിസ്റ്റൻസ് കാണണമെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എന്താണ്? റോ ഇൻറ്റു എൽ ബൈ. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ലെങ്ത്തിനും ഏരിയ ക്രോസ് സെക്ഷനും പ്രപ്പോർഷനല്ല. ലെങ്ത്തിനോട് ഡയറക്ട്ലി പ്രപ്പോർഷനലും ഏരിയ ക്രോസ് സെക്ഷൻ ഇൻവേഴ്സിൽ പ്രപ്പോർഷനല്ല. പ്രപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ടൈം ഇട്ട് കൊടുക്കും. അതാണ് എന്ന് പറയണേ റോ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് പറയണേ റെസിസ്റ്റിവിറ്റി എന്ന് പറയണേ. ഇൻറ്റു എന്ത് വരും? എൽ ബൈ എന്ന് വരും. ഓക്കെ, ഇനി റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ ഇത് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ എന്തൊരു ആർ എ ബൈ എൽ എന്നുള്ള ഇക്വേഷനിലേക്ക് വരികയും ചെയ്യും കേട്ടോ. അതിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ പി. എൽ ഇത് റോ എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ, എൽ ബൈ എന്നാണ്. എൽ എന്ന് പറയുന്നത് ചാലകത്തിന്റെ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്, ചാലകത്തിന്റെ നീളമാണ്. എ എന്ന് പറഞ്ഞാൽ ചാലകത്തിന്റെ ഏരിയ ഓഫ് ക്രോസ്, കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധമാണ് കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്, ഹൗ ഡു ദേ എഫക്ട് ദ റെസിസ്റ്റൻസ്? അതായത് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ് അറിയാം? ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്, ചാലകത്തിന്റെ നീളം. ആൻസർ കാണിക്കാം സാറേ. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ചാലകത്തിന്റെ നീളം. പിന്നെ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ചാലകത്തിന്റെ ഛേദതല വിസ്തീർണം. പിന്നെ പറഞ്ഞ ലെങ്ത്തിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, നേരനുപാതം. ലെങ്ത് കൂടിയ റെസിസ്റ്റൻസ് കൂടും, നീളം കൂടിയ പ്രതിരോധം കൂടും. ലെങ്ത് കുറഞ്ഞ റെസിസ്റ്റൻസ് കുറയും, നീളം കുറഞ്ഞ പ്രതിരോധം കുറയും. ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനല്ല, ഛേദതല വിസ്തീർണത്തിനോട് വിപരീത അനുപാതത്തില്ല. എന്ന് പറഞ്ഞാൽ പരപ്പളവ് കൂടിയ ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, പ്രതിരോധം കുറയും. ഏരിയ കുറഞ്ഞാൽ, പരപ്പളവ് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണ് കേട്ടോ. ഒന്ന് മുന്നോട്ടേക്ക് കാണിച്ച സാറ് ഈ സാധനം കണ്ടോ? ഓക്കെ, യെസ്. അടുത്തത് ടെമ്പറേച്ചർ ആണ്, താപനിലയാണ്. പിന്നെ പദാർത്ഥത്തിന്റെ മെറ്റീരിയലിന്റെ നേച്ചറാണ്, പദാർത്ഥത്തിന്റെ സ്വഭാവമാണ്. അങ്ങനെ 4 കാര്യങ്ങളാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത്, റെസിസ്റ്റൻസ് ഈസ് ദ ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ എ കണ്ടക്ടർ. ഒരു സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുതി പ്രവാഹത്തിന് തടസ്സമാണ് പ്രതിരോധം. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? നിങ്ങൾക്കറിയാം പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്നാണ്? ഓം ആണ്. ഇനി in parallel combination of resistance, what remains same across the resistance? റെസിസ്റ്റേഴ്സിന്റെ പ്രതിരോധങ്ങളുടെ പാരലൽ കോമ്പിനേഷൻ, സമാന്തര രീതിയിൽ എന്താണ് സെയിം ആയി വരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ കറണ്ട് ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാരലലിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം, പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് തുല്യമായി വരുന്നത്. ഇനി ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ പ്രതിരോധങ്ങളുടെ ശ്രേണി രീതിയിൽ which remains the same in various branch of resistance, എന്താണ് സെയിം ആയി വരുന്നത്? സീരീസിലാണെങ്കിൽ എന്താ സെയിം ആയി വരുന്നത്? കറണ്ട് ആണ് സെയിം ആയി വരുന്നത്, ശ്രേണിയിൽ കറണ്ട് ആണ് സെയിം ആയി വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെല്ലുകളുടെ അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ ശരിക്കും നിങ്ങൾ 10ലാണ് പഠിക്കുന്നത്. സെല്ല് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നത് ശരിക്കും ഈ ഒരു അക്കാദമിക് ഇയറിൽ സെല്ലാണെങ്കിലും റെസിസ്റ്റേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് എന്താണ്? കറണ്ട് ആണ് കേട്ടോ, കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചാപ്റ്റർ ആണ്? 6th ചാപ്റ്റർ ആണ്. ഇനി ഒറ്റ ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു മാക്സിമം ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ സെക്ഷൻസ് അങ്ങോട്ട് അവസാനിക്കും. അപ്പോൾ ഇതും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞതുപോലെ 1 മാർക്കിനോ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, കൂടുതൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. അതുപോലെ ഓംസ് ലോയുടെ ഭാഗത്തെ പ്രോബ്ലംസ്, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ സൂചിപ്പിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ അമീറ്റർ, വോൾട്ട് മീറ്റർ, റിയോസ്റ്റാറ്റ്, അതുമായി ബന്ധപ്പെട്ട ഇതൊക്കെയാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 7th ചാപ്റ്റർ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. 7th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ട്
ദേവൻ സാർ ഇപ്പം നിങ്ങൾക്ക് അതും കൂടി കഴിഞ്ഞാൽ കഴിയും കേട്ടോ. മാക്സിമം ഒരു 20 മിനിറ്റിൻ്റെ കൂടി കാര്യമുള്ളൂ, അതും കൂടി നമ്മുടെ കാര്യം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് 7th ചാപ്റ്റർ. അതിൽ നിന്ന് ഇതുവരെ നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ല, ലാസ്റ്റ് ടൈമിന് ഇട്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് കേട്ടോ അത്. അപ്പോൾ അടിപൊളിയായിട്ട് കേട്ടിരിക്കാം. ഓക്കെ. യെസ്, അങ്ങനെ അവസാനത്തെ ചാപ്റ്റർ അല്ലേ, അങ്കത്തട്ടിലെ അവസാന യുദ്ധം ഇതാ വരുന്നു അല്ലേ, 7ാമത്തെ ചാപ്റ്റർ. സാർ റെഡി അല്ലേ? സാർ വന്നോട്ടെ, 7ാമത്തെ ചാപ്റ്റർ. യെസ്, ഫസ്റ്റത്ത് പടപടയുണ്ട്. 7ാമത്തെ ചാപ്റ്ററിൽ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല, അത് പ്രോബ്ലം നമുക്ക് ലാസ്റ്റ് പറയാം, കുഴപ്പമില്ല. നോക്കിക്കോളൂ. ഫസ്റ്റത്ത് ഫ്രീക്വൻസി ഹെഡ്സ് ആണ്. വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്താ? വേവ് ലെങ്ത് എന്താ? വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് എന്ന് പറയുന്നത് സാർ ആൻസർ യെസ്, വേവ് ലെങ്ത് മീറ്റർ ആണ്. ഓക്കെ, യെസ്. ഓക്കെ, അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് കംപ്രഷൻ ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിൽ എന്താണ്? ക്രസ്റ്റ് ആണ്. കാരണം ട്രാൻസ്വേഴ്സ് വേവിൽ ക്രസ്റ്റും ട്രഫും ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ കംപ്രഷനും റെയർഫ്രാക്ഷനും ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്കോ റിഫ്ലക്ഷൻ. അതായത് റിഫ്ലക്ഷന്റെ ഫലമായിട്ടാണ് എക്കോ കേൾക്കുന്നത്. പക്ഷേ റിവർബറേഷനോ, റിവർബറേഷൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ഫലമായിട്ടാണ് റിവർബറേഷൻ കേൾക്കുന്നത്. ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായിട്ടാണ് റിവർബറേഷൻ കേൾക്കുന്നത്. ലാസ്റ്റ്, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ഈസ് 1500 മീറ്റർ/സെക്കൻഡ്. വെള്ളത്തിലുള്ള സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1500. 1982 ആണ്. അത് റൗണ്ട് ചെയ്ത് 1500 മീറ്റർ/സെക്കൻഡ് എടുത്തതേ ഉള്ളൂ. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എത്രയാണ്? 340 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അടുത്തത് സീസ്മോളജി. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്സ്. സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി എന്ന് പറയുന്നത്. എന്നാൽ റിക്ടർ സ്കെയിൽ എന്താ? റിക്ടർ സ്കെയിൽ, റിക്ടർ സ്കെയിൽ ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാനുള്ള ഒരു ഉപകരണമാണ്. ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് മെഷർ ദ ഇന്റൻസിറ്റി ഓഫ് എർത്ത്ക്വേക്ക്. ഓക്കെ, നെക്സ്റ്റ്. What is the relationship between frequency, wavelength and wave velocity? സിമ്പിൾ ആണ്, നമുക്കറിയാലോ. സ്പീഡ് ഓഫ് വേവിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ലാംഡ അല്ലേ? ഈ ഇക്വേഷൻ ആണ് അവിടെ വരാൻ പോണത്. സാർ ആൻസർ വന്നോട്ടെ. യെസ്, വേവ് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംപ്ലിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി, വേവ് ലെങ്ത് ആൻഡ് വേവ് വെലോസിറ്റി. ഇതിൽ ഫൈൻഡ് ദ ഓഡ് വൺ എന്നാണ് പറയുന്നത്. ഇതിലേതാണ് ഓഡ് വൺ? ഹ്യൂമിഡിറ്റി, ബിക്കോസ് ബാക്കി എല്ലാവരും വേവിൻ്റെ നേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്നാൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വേവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അടുത്തത് ലൈറ്റ് വേവ്, റേഡിയോ വേവ്, സൗണ്ട് വേവ്, ഇൻഫ്രാറെഡ് വേവ്. ഉറപ്പാണ്ട ഇതിന്ന് ഒരെണ്ണം വരും, ഉറപ്പാണത്. ലൈറ്റ് വേവ്, സൗണ്ട് വേവ്, ഇൻഫ്രാറെഡ് വേവ്, റേഡിയോ വേവ്. ഇതിന്റെ ആൻസർ ഏതാ? ഇതിന്റെ ആൻസർ എന്താ? യെസ്, സൗണ്ട് വേവ് ആണ് ഇതിന്റെ ആൻസർ. ബിക്കോസ് ബാക്കി എല്ലാനും എന്താണ്? അതായത് സ്പെക്ട്രത്തിൽ വരുന്നതാണ്. ഓക്കെ, യെസ്, ആൻസർ വന്നോട്ടെ സാർ. യെസ്, അതേപോലെ തന്നെ സൗണ്ട് വേവ് ആണ്. അതേ സാറിന് ഇലക്ട്രോ മാഗ്നറ്റിക്, ബാക്കി എല്ലാവരും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സൗണ്ട് വേവ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല. സാർ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. യെസ്, സോണാർ, റിക്ടർ സ്കെയിൽ, സീസ്മോഗ്രാഫ്, എപ്പിക് സെന്റർ. ഇത് നോക്കിക്കഴിഞ്ഞാൽ റിക്ടർ സ്കെയിൽ ആയിക്കോട്ടെ, സീസ്മോഗ്രാഫ് ആയിക്കോട്ടെ, എപ്പിക് സെന്റർ ആയിക്കോട്ടെ, ഇതെല്ലാനും എർത്ത് ക്യുക്കുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ്. ഓക്കെ, എന്നാൽ സോണാർ എന്താണ്? സോണാർ എന്ന് പറഞ്ഞാൽ എർത്ത് ക്യുക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് എന്താണ്? അത് സമുദ്രത്തിന്റെ, അതായത് സീയുടെ ആഴം അളക്കാനും ഡയറക്ഷൻ അറിയാനുമുള്ള ഒരു ഡിവൈസ് ആണെന്ന് പറയും സോണാർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇതും ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പാണ്. ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പ്. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ഡിഫറൻസുകൾ എഴുതാൻ എന്തായാലും ചോദ്യം വരും. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ വിച്ച് ടൈപ്പ് ഓഫ് വേവ്സ് ആർ ഗിവൺ ബിലോ? ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. നെക്സ്റ്റ്, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ദിസ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ എന്താണ്? ലൈറ്റ് വേവ്സ് ഒക്കെ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ എക്സാമ്പിൾ സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, യെസ്, അത് പറഞ്ഞു. നെക്സ്റ്റ്,
യെസ്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരെണ്ണം തന്നിട്ട് ഉറപ്പായും ചോദ്യം ഉണ്ടാവും. ഒരു ട്രാൻസ്വേഴ്സ് വേവ് തന്നിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി മുതലായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം എഴുതി ഞാൻ പറഞ്ഞുതരാം, എഴുതി ഒപ്പിട്ട് ഞാൻ തരാൻ വരും. ഓക്കെ, the question. Observe the graphic representation of two transverse wave and answer the following questions. The wave take 2 seconds to cover the distance. അതും കൂടെ പറയുന്നുണ്ട്. ഇവിടം മുതൽ ഇവിടം വരെ എത്താനായിട്ട് 2 സെക്കൻഡ് സമയമേ ആ വേവ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്, ഓർത്തേക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ്. ഈ ഓരോ വേവിൻ്റെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഓക്കെ, എടാ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ ഇക്വേഷനിലോ ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈം. ഇതാണ് ഫ്രീക്വൻസി ഇക്വേഷൻ. ഇപ്പം ഒന്നാമത്തെ വേവ് എടുക്കുകയാണെങ്കിൽ ഇതിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ട്? ഇവിടെ നിന്ന് 1, ഇവിടെ നിന്ന് 1, മൊത്തം 2 വൈബ്രേഷൻ ആണ്. അപ്പോൾ എൻ എത്ര? 2 ബൈ ടൈം. ടൈം എത്രയാണ്? 2 സെക്കൻഡ് തന്നിട്ടുണ്ട്, 2. സോ ഫ്രീക്വൻസി എത്രയാണ്? 2/2, 1. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ്. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി എത്രയാണ്? 1. അടുത്തത് രണ്ടാമത്തതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്ക് എത്ര വരും? n/t അല്ലേ? സോ ഇവിടെ n എത്രയാണ്? ഇവിടെ എത്ര വേവ് ഉണ്ട്? ഇവിടെ 1, 2, 3, 4 വേവ് ഉണ്ട്. സോ 4/2. ആൻസർ ഈസ് 2. ഓക്കെ, സോ അപ്പോൾ അത് കിട്ടി. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഓൺ ഈച്ച് വേവ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസ്റ്റൻസ്, 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടം മുതൽ ഈ ക്രസ്റ്റിൻ്റെ ഇവിടം വരെ, സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എത്രയാണ്? 0, 4. അപ്പോൾ അതിനിടയിൽ വരുന്നത് 2. ഇവിടെ എത്രയാണ്? 8, 12. അതിനിടയിൽ വരുന്നത് 10. സോ 10 - 2. സോ ഇതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? 8 ആണ് ഇതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. 8 ആണ് ഇതിൻ്റെ വേവ് ലെങ്ത്. ഇനി അതേപോലെ ഇതിന് രണ്ടാമത്തെ വേവ് ലെങ്ത് എത്രയാണ്? രണ്ടാമത്തെ വേവ് ലെങ്ത്, സോ നടുക്കിലേക്ക് നേരെ വരച്ചോ. ഇവിടെയും ഇതിൻ്റെയും നടുക്കിലേക്ക് നേരെ വരച്ചോ. അപ്പോൾ എത്ര വരും? ഇവിടെ 0-നും 2-നെയും നടുക്ക് എന്ന് പറഞ്ഞാൽ 1. ഇവിടെ എത്രയാണ്? 4-ൻ്റെയും 6-ൻ്റെയും നടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5. സോ 5 - 1 എത്ര? 4. സോ ഇതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? 4 ആണ്. സോ ആദ്യത്തിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? രണ്ടാമത്തിൻ്റെ വേവ് ലെങ്ത് 4 ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈച്ച് വേവ്. ഇവിടുത്തെ ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? നേരെ നോക്കി എത്രയാണ്? 2. രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? നേരെ നോക്കി അതും 2. സോ ആംപ്ലിറ്റ്യൂഡ് 2. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ഈച്ച് വേവ്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയില്ല. v is equal to f lambda. ഇതാണ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എഫും നമുക്കറിയാം, ഓരോന്നിൻ്റെയും ലാംഡയും നമുക്കറിയാം. നേരെ ഗുണിച്ച് വെച്ചാൽ മതി. എഫ് ലാംഡ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആയി. മനസ്സിലായ? ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഓക്കെ, നെക്സ്റ്റ്. ഇതാ എഫ് ലാംഡ 1 × 8, അതായത് 2 × 4. ഓക്കെ, കറക്റ്റാണ്, അത് പറഞ്ഞിട്ടുണ്ടായി. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇഫ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് 340 m/s. അതായത് സൗണ്ടിൻ്റെ വെലോസിറ്റി 340 m/s ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഒരാൾ നിൽക്കുന്നത്. സോ ഇവിടെയാണ് ഒരു മല. ഓക്കെ, ഈ മലയിൽ ഇയാൾ സംസാരിക്കുന്നത് ഈ മലയിൽ ഇടിച്ചിട്ട് എന്ത് ചെയ്യും? തിരിച്ചു വരും. മലയിൽ ഇടിച്ചിട്ട് തിരിച്ചു വരും. ഓക്കെ, മലയിൽ ഇടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പുള്ളിക്കാരൻ കേൾക്കുള്ളൂ. ഓക്കെ അല്ലേ? സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഈ അകലം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇക്വേഷൻ, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതാണ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ച് പിന്നെ തിരിച്ച് ഇവിടം വരെ എത്തുമ്പോഴോ അയാൾ കേൾക്കുള്ളൂ. അത് 2 പ്രാവശ്യം ഈ സൗണ്ട് വേവ് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഒന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്, തിരിച്ച് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതായത് 2D സഞ്ചരിക്കുന്നുണ്ട്. നമുക്ക് D മാത്രം മതി. ഓക്കെ, വെലോസിറ്റി 340 എന്ന് പറയുന്നത്, അതായത്
വി എത്ര എന്ന് തന്നിട്ടുണ്ട് 340 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ടൈം തന്നിട്ടില്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം ടൈം. ഒരു ശബ്ദം പുറത്തു വിട്ട് വീണ്ടും അതേ ശബ്ദം കേൾക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 1/10 സെക്കൻഡിൻ്റെ വ്യത്യാസം വേണം. സോ ടൈം എത്രയാണ്? 1/10 സെക്കൻഡ്. അപ്പോൾ അതുമായി നമുക്കറിയാലോ 2D, ഈ 2D അവിടെ എഴുതാം. ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 2D ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി എന്ന് എഴുതാം. അതിൽ നിന്നും ഡി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ബൈ 2 എന്ന് എഴുതാം. മനസ്സിലല്ലേ? നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എത്രയാണ്? 340 എന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? ഇൻറ്റു ടി എത്രയാണ്? 1/10 ബൈ 2 അല്ലേ? 2. മനസ്സിലായി? വെട്ടിക്കളയാ. 0 പോയി 2 34 17 പ്രാവശ്യം. സോ ആൻസർ എത്രയാണ്? 17 മീറ്റർ. ഓക്കെ, 17 മീറ്റർ. അതായത് സൗണ്ട് എക്കോ കേൾക്കണമെങ്കിൽ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ മിനിമം എത്ര ഡിസ്റ്റൻസ് വേണം? 17 മീറ്റർ ഡിസ്റ്റൻസ് വേണം. ഓക്കെ, എപ്പോഴാണെങ്കിൽ മീഡിയം എയർ ആണെങ്കിൽ, ഇവയ്ക്കിടയിലുള്ള മീഡിയം എയർ ആണെങ്കിൽ 17 മീറ്റർ. ഇനി വാട്ടർ ആണെങ്കിൽ മാറും. വാട്ടർ ആണെങ്കിൽ എത്ര വരും? വാട്ടർ ആണെങ്കിൽ 74.1 മീറ്റർ വരും കേട്ടോ. 74.1 ശ്രദ്ധിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, യെസ്. ഈ ഒരു പ്രോബ്ലം മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് വരും കേട്ടോ. ചാൻസ് ഏറ്റവും കൂടുതലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം വരാൻ. അതും എക്കോയുമായിട്ട് ബന്ധപ്പെട്ടതേ വരുള്ളൂ കേട്ടോ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ. We experiences a booming sound when sound is produced in an empty room. അത് ശരിയാണ്. ഒരു എംപ്റ്റി റൂം അല്ലെങ്കിൽ ഒരു ഹാളിൽ നമ്മളൊരു ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ബൂമിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ബൂം സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്? ഈ ബൂമിങ് സൗണ്ടിന്റെ പ്രത്യേകത മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിവർബറേഷൻ എന്നാണ് ഈ പ്രതിഭാസത്തിന്റെ പേര്. ഡിഫൈൻ ദിസ് ഫിനോമിനൻ. റിവർബറേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പറഞ്ഞു സാറേ ആൻസർ. സോ ഈ ഫിനോമിനന്റെ പേര് റിവർബറേഷൻ അഥവാ അനുരണനം എന്നാണ്. എന്താണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ? റിവർബറേഷൻ ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മുഴക്കമാണ് എന്ത്? അനുരണനം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫോളോയിങ്? താഴെ പറയുന്നുള്ള റീസൺ എഴുതാൻ. ഫസ്റ്റ്, സീലിംഗ് ഓഫ് ദ ഹാൾസ് ആർ ഗിവൺ കർവേച്ചർ. ആ ഹാളിന്റെ സീലിംഗ് ഒക്കെ ഒരു കർവേച്ചർ ആയിട്ട് കൊടുക്കും. കാരണം അത് സിമ്പിൾ ആണ്, റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ, സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങനെ ഓവർ റിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും വ്യക്തമായിട്ട് കേൾക്കൂല, ഹാളിലിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കേൾക്കൂല. അതുകൊണ്ട് സൗണ്ട് കൃത്യമായിട്ട് ഒഡിബിൾ കേൾക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ, അതായത് റിഫ്ലക്ഷൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? സീലിംഗ് ഒക്കെ കർവേച്ചറിൽ ഉണ്ടാക്കുന്നത്. സൗണ്ട് ബോർഡ്സ് ആർ പ്ലേസ്ഡ് ബിഹൈൻഡ് ദ സ്റ്റേജ്. അതും ഇതിനു വേണ്ടി തന്നെയാണ്. സ്റ്റേജിന്റെ ബേക്കിൽ സൗണ്ട് ബോർഡ് വെക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. എന്താണ്? സൗണ്ട് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആൻസർ ഇതാണ്. ആസ് എ റിസൾട്ട് ഓഫ് സൗണ്ട് അണ്ടർഗോസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് സ്പ്രെഡ് എവരിവെയർ ഇൻ ദ ഹാൾ. മനസ്സിലായി? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്ന് എല്ലായിടത്തേക്കും ശബ്ദം എത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഹാള് കർവേച്ചർ ഉണ്ടാക്കുന്നത്, സീലിംഗ് ഒക്കെ കർവേച്ചർ ഷേപ്പിൽ ഉണ്ടാക്കുന്നത്. Curved sound boards placed behind the screen make the sound undergoes multiple reflection and spread. Same case ആണ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, സൗണ്ടിന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിച്ചാൽ മാത്രമേ അത് എവിടേക്ക് പോവുള്ളൂ? മാക്സിമം സ്പ്രെഡ് ആവുള്ളൂ. അതിന് വേണ്ടിയാണ് ലൈറ്റ് ബോർഡ് വെക്കുന്നതും ഹാളിന്റെ എന്ത് ചെയ്യുന്നത്? മറ്റേ സീലിംഗ് ഒക്കെ കർവേച്ചർ ആക്കുന്നതും കർവേച്ചർ ഷേപ്പിലാക്കുന്നതും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. റിവർബറേഷൻ ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനമാണ് അനുരണനത്തിന് കാരണം. വാട്ട് ഈസ് മീൻ ബൈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ സർഫസുകളിൽ തട്ടിയിട്ട് സൗണ്ടിന് സംഭവിക്കുന്ന റിഫ്ലക്ഷനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സിറ്റുവേഷൻ മേക്കിംഗ് യൂസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പ്രയോജനപ്പെടുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഷെഹനായി, ട്രംപറ്റ്, മെഗാഫോൺ, സ്റ്റെതോസ്കോപ്പ്, ഇതെല്ലാനും എന്താണ്? എന്താണ്? സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്. എക്കോ ഈസ് കോമൺ എക്സ്പീരിയൻസസ് വെൻ വി ഷൗട്ട് ഇൻ എ ബിഗ് എംപ്റ്റി ഹാൾ. ശരിയാണ്. ഒരു ബിഗ് എംപ്റ്റി ഹാളിൽ നമ്മൾ ഇടുന്ന് ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എക്കോ കേൾക്കാൻ പറ്റും. ഡിഫൈൻ എക്കോ. എന്താണ് എക്കോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ശബ്ദം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം അതേ ശബ്ദം നമ്മൾ വീണ്ടും കേൾക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്കോ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്കോ ആൻഡ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്?
പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ 1/10 സെക്കൻഡ് ആ ശബ്ദം നമ്മുടെ ചെവിട്ടിൽ നിൽക്കും. അതിനുശേഷം മാത്രമേ അടുത്ത ശബ്ദം നമ്മൾ കേൾക്കുള്ളൂ. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഓക്കെ, ഈ 1/10 സെക്കൻഡിന്റെ ഉള്ളിൽ, അതായത് 0.1 സെക്കൻഡിന്റെ ഉള്ളിൽ ഒന്നിലധികം സൗണ്ടുകൾ കയറി വന്നാൽ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, യെസ്. ദ ഫിനോമിന ഓഫ് ഹിയറിംഗ് എ സൗണ്ട് ബൈ റിഫ്ലക്റ്റിംഗ് ഫ്രം എ സർഫസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ആഫ്റ്റർ ഹിയറിംഗ് ദ ഒറിജിനൽ സൗണ്ട് ഈസ് കോൾഡ് എക്കോ. അപ്പോൾ ആദ്യ ശബ്ദം ശ്രവിച്ച ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതിനാണ് എക്കോ എന്ന് വിളിക്കുന്നത്. Persistence on it has been found that sensation of sound persists in our ear for 0.1 or 1/10 second after the original sound dies off. This time is called persistence of hearing. Thus, if any reflected sound reaches back to the ear less than 1/10 of the second, the original sound overlaps with the reflected sound reaching our ears. In other words, no echo is heard. സംഭവം ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അത് 1/10 സെക്കൻഡിനുള്ളിൽ ഒരുപാട് സൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഉഷാറായിട്ടിരുന്നോട്ടെ. അതാ അവസാനിക്കാൻ പോവാണ്. വളരെ ലാസ്റ്റ് അവസാനത്തെ അംഗത്തിലേക്കാണെന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്, അവസാനം 3 ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. സി ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലേ? ഓക്കെ, യെസ്. അടുത്ത്, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് ഈസ് 400 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ഹിയർ? കണ്ട സെയിം കാര്യം, ഒരേ സെയിം ക്വസ്റ്റ്യൻ അവൻ ചോദിച്ച രീതി നോക്കി. ഈ ക്വസ്റ്റ്യൻ കാണാൻ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്തു? സിമ്പിളാണ്, നമ്മൾ ഈ പറഞ്ഞ രീതി തന്നെ. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2d/t, നമ്മുടെ ഇക്വേഷൻ, ഒരു വ്യത്യാസവുമില്ല, സെയിം ഇക്വേഷൻ. ഇതിൽ നിന്നും 2d ഈസ് ഈക്വൽ ടു v × t. ഓക്കെ, യെസ്. സ്പീഡ് ഓഫ് സൗണ്ടിൻ്റെ പർട്ടിക്കുലർ സ്പേസ്, അപ്പം v അവൻ തന്നിട്ടുണ്ട്, എത്രയാണ്? 400. ഓക്കെ, ടൈം എത്രയാണ്? 1/10 സെക്കൻഡ്. നമുക്കറിയാം 2d ഈസ് ഈക്വൽ ടു d അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ d ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഈ 2നെ ഈ പ്രതിക്ക് എടുക്കുക, 400 × 1/10 ഓഫ് 400 × 1/10. ഈ 2ന് ഇപ്പുറത്തേക്ക് എടുക്കുക, /2. 0 വെട്ടി 240 20 ടൈംസ് പോകും. സോ ഡിസ്റ്റൻസ് ഈസ് 20 മീറ്റർ. ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിൾ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, സെയിം ക്വസ്റ്റ്യനേ വരുള്ളൂ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചോട്ടെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. കണ്ട 20 മീറ്റർ, സിമ്പിളാണത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ, പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതില് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് ഒന്ന് നോക്കിയിട്ടുണ്ടാവണം, സോണാറിന്റെ ഫുൾ ഫോം നോക്കിയിട്ടുണ്ടാവണം. ഒരു കാര്യം കൂടെ കേൾക്കുക, അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് നോക്കണം, അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ വരാത്ത രീതിയിൽ എങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് പറയുക, സോണാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് 20,000 ഹെർട്സിനും മുകളിലുള്ള സൗണ്ടാണ് അൾട്രാസോണിക്. 20,000 ഹെർട്സിനും മുകളിലുള്ള സൗണ്ടാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇൻഫ്രാസോണിക് എന്തായാലും ചോദ്യം വരും, ഉറപ്പിച്ചോട്ട ഒരു ചോദ്യം. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഹെർട്സിനും താഴെയുള്ള ശബ്ദത്തിനെയാണ് എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഇനി അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസുകളുണ്ട്. എന്തൊക്കെയാണ് അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിഡ്നി സ്റ്റോൺ കളയാനായിട്ട് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെ ഈ സ്പൈറൽ ആയിട്ടിരിക്കുന്ന കമ്പികൾ, അതിലൂടെയുള്ള ഗ്രീസും ഓയിലൊക്കെ കളയാനായിട്ട് ഉപയോഗിക്കും. അതേപോലെ മെറ്റലിൻ്റെ അകത്തെ ക്രാക്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കും. ഇതൊക്കെ അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഉപയോഗങ്ങളാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോണാറിൻ്റെ ഫുൾ ഫോം പഠിച്ചാൽ സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, അത് പഠിച്ചിട്ടുണ്ടാവണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാറ്റ് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സുനാമിയിൽ പഠിക്കേണ്ട കാര്യം പ്രൈമറി വേവ്, സെക്കൻഡറി വേവ് ആൻഡ് സർഫസ് വേവ്. ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം പോകാൻ. ബിക്കോസ് സർഫസ് വേവ് ആണ് ഏറ്റവും അപകടം, ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത് സർഫസ് വേവ് ആണ്. ഈ എക്കോ കാർഡിയോഗ്രാഫിയിൽ ഉപയോഗിക്കും. വെരി ഗുഡ്, ഐ ആം JK, സൂപ്പർഡാ. എക്കോ കാർഡിയോഗ്രാഫിയിൽ ഉപയോഗിക്കും, സൂപ്പർ.
പിന്നെ നമ്മൾ പറഞ്ഞെന്താ യെസ് സുനാമി. അതിൽ സർഫസ് വേവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിയിട്ടാണോ പ്രൈമറി വേവ് എന്നാണ്, സെക്കൻഡറി വേവ് എന്നാണ്, സർഫസ് വേവ് എന്നാണ്. സർഫസ് വേവ് ആണ് സുനാമി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ആ ചാപ്റ്ററിൽ ചോദിക്കുകയുള്ളൂ. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ലൈവ് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും നല്ലൊരു എക്സാം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ, തകർക്കട്ടെ, പൊളിക്കട്ടെ. എന്തായാലും എക്സാം കഴിയുമ്പോൾ അതിന്റെ റിപ്ലൈ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും മെസ്സേജുകളൊക്കെ അയച്ചോ. എല്ലാവരും മെസ്സേജ് അയക്കണം. ഓക്കെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.